നമസ്കാരം. ഇന്ന് ഒരു ഏറെ സന്തോഷമുള്ള ദിവസമാണ് ക്രിസ്ത്യനെ സംബന്ധിച്ചിടത്തോളം. നമുക്കിന്ന് ഒരു നല്ല ഒരു ഗസ്റ്റ് നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഡോക്ടർ ലേഖ കെ നായ് ഞാനുമായിട്ട് ഏതാനും സമയത്തുള്ള ഒരു മണിക്കൂറുകൾക്കുള്ള ഒരു ഓൺലൈൻ പരിചയമാണ് ലേഖ അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു ദിവസം ഓപ്പൺ മൈൻഡ് ഇന്റർനാഷണൽ ഗ്രൂപ്പിൽ നടന്ന ഒരു പ്രോഗ്രാമിൽ നിന്ന് മേഘാ മാമിനെ പരിചയപ്പെടാൻ. അപ്പോ ആ പ്രോഗ്രാം എനിക്ക് ഏറെ എനർജി തന്നൊരു പ്രോഗ്രാം. അപ്പോ ഞാൻ ആ സമയത്ത് തന്നെ ലേഖാ മാമിനെ കോണ്ടാക്ട് ചെയ്തു. ഞങ്ങളുടെ കുട്ടികളുമായിട്ടൊന്ന് സംവദിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ വളരെ സന്തോഷത്തോടെ ലേഖാ മാം അത് സ്വീകരിക്കുകയായിരുന്നു. അപ്പോ എനിക്ക് ഉറപ്പുണ്ട് ലേഖാ മാമിയിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. കൂടാതെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പിന്നെ പുതിയ കുറെ അറിവുകൾ, ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് ഞാൻ ലേഖാ മാമിനെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചത്. അപ്പോൾ ലേഖാ മാമിനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടിയ ഗസ്റ്റ് എന്തുകൊണ്ടും നമുക്ക് കുട്ടികളെ ഏറെ പ്രചോദിപ്പിക്കാനുള്ള പിന്നെ എല്ലാ തരത്തിലുള്ള റിസോഴ്സും ഉള്ള ഒരു ഗസ്റ്റാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നമുക്ക് പിന്നെ മാം നമ്മളുമായിട്ട് സംവദിക്കുന്നത് മാജിക് ഓഫ് വിന്നിങ് എന്ന ഒരു വിഷയമാണ്. അത് തന്നെയാണ് ഏറ്റവും അതിന്റെ സുന്ദരമായ ഒരു വിഷയം തന്നെ. ആ വിഷയം തന്നെ അത് ടോപ്പിക്ക് തന്നെ ഏറെ കാച്ചിങ് ആണ്. മാജിക് ഓഫ് വിന്നിങ്. അത് there are some magic in winning. വിജയിക്കുന്നതിന് ചില മാജിക്കുകൾ ഉണ്ട്. there are some magic. So ആ ഒരു മാജിക്, ആ ടെക്നിക് നമുക്ക് മാഡം നമുക്ക് കേൾക്കാം. ഞാൻ പിന്നെ ദീർഘമായ ഒരു സ്വാഗതം പ്രസംഗം നടത്തുന്നില്ല. മാഡത്തിനോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മുടെ ക്രസന്റ് എന്ന് പറയുന്നത് നിങ്ങളൊരു കോഴിക്കോട് ജില്ലയിലെ ഒരു ഗ്രാമപ്രദേശത്തുള്ള സ്കൂളാണ്. പക്ഷെ ഈവൺ ദോ വി ആർ ഇൻ എ വില്ലേജ്, നമ്മുടെ വിദ്യാഭ്യാസപരമായി ഒക്കെ ഏറെ താല്പര്യമുള്ള, ഏറെ മുന്നിൽ നിൽക്കുന്ന ഒരു ഗ്രാമമാണ് വാണിമേൽ എന്ന് പറയുന്നത്. വാണിമേലിന്റെ ഒരുപാട് പ്രത്യേകിച്ച് വാണിമേലിൽ ധാരാളം ലോകത്ത് എല്ലാ മേഖലയും, ലോകത്ത് എല്ലായിടത്തും എല്ലാ മേഖലയും വർക്ക് ചെയ്ത ഒരുപാട് പ്രഗത്ഭരെ ഉണ്ടാക്കിയ സ്കൂളാണ് ക്രസന്റ് വാണിമേൽ. ഇന്ന് പിന്നെ UK സയന്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, വിവിധ യൂണിവേഴ്സിറ്റികളിൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, വിവിധ സ്ഥലങ്ങളിൽ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ഇങ്ങനെ എല്ലാ മേഖലയിലും വർക്ക് ചെയ്യുന്ന ഒരുപാട് ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്നും ഉണ്ടായത് ക്രസന്റിലൂടെ ഉണ്ടായിട്ടുണ്ടെന്ന സന്തോഷം. മേഡത്തെ ഞങ്ങളെ ഗ്രാമത്തെ ഒന്ന് പരിചയപ്പെടുത്താണ്. അപ്പോ പിന്നെ ഇനി മേഡത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മളെ ഇതില് കേൾക്കുന്ന ആളുകൾ നമ്മള് ലേഖാ മാമിനെ കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. ലേഖാ മാം ബയോടെക്നോളജി, MSc ബയോടെക്നോളജിയിൽ യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡറായ, എങ്ങനെ നന്നായിട്ട് പഠിക്കാമെന്ന് കാണിച്ച് കൊടുത്ത ആളാണ്. യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡറാണ്. ഇംഗ്ലീഷിൽ PG ലിറ്ററേച്ചർ, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട്. അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷനിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട്. അങ്ങനെ ഒരു നന്നായിട്ട് ധാരാളം പഠിക്കുക എന്നുള്ള ജീവിതത്തിൽ ഒരു പാഷനായി എടുത്ത ഒരാളാണ് ലേഖ മാം. അതുകൊണ്ട് തന്നെ എങ്ങനെ പഠിക്കുക എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണ ലേഖ മാമിനുണ്ട്. അത് നമുക്ക് ലഭിക്കും. കൂടാതെ നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോയമ്പത്തൂരിലെ പ്രൊഫസർ ആയിരുന്നു, പിന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരുന്നു. ഇങ്ങനെ ഇപ്പോഴും ന്യൂ ഹൊറിസോൺ ബാംഗ്ലൂർ സ്കൂളിൽ ആണ് വർക്ക് ചെയ്യുന്നത്, ഹയർ സെക്കൻഡറി സ്കൂളിൽ ചെയ്യുന്ന മാം. അപ്പോ നമുക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ച്, സന്തോഷപൂർവ്വം സ്വീകരിച്ച് ഇവിടെ എത്തിയത്. മാത്രമല്ല എന്നെ ഒരുപാട് പ്രാവശ്യം ഇങ്ങോട്ട് വിളിക്കാണ്. അതിനുശേഷം എന്നെ വിളിച്ചിട്ട് എങ്ങനെയാണ് പ്രോഗ്രാമുകളെ കുറിച്ചൊക്കെ താല്പര്യപൂർവ്വം ഇങ്ങോട്ട് വിളിച്ച് അന്വേഷിക്കുക. വാട്സപ്പിലാണെങ്കിൽ ഇന്നും എന്നെ ഇങ്ങോട്ട് വിളിച്ചു. നേരത്തെ നമ്മുടെ ഷാർപ്പ് 8 o'clock തുടങ്ങൂലേ, എത്ര പേരുണ്ടാവും എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോ താല്പര്യപൂർവ്വമാണ്, ഇതൊരു പാഷനായിട്ട് എടുക്കുകയാണ്. നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുന്നതും ഒരു പാഷനായിട്ട് എടുക്കാം. പാഷനേറ്റ്, എനർജറ്റിക്, യങ് എന്ന് പറയുന്ന ഫാക്കൽറ്റി ആയ ലേഖാ മാമിനെ ക്രസന്റിന്റെ കുടുംബത്തിലേക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യാണ്. പിന്നെ ഈ പ്രോഗ്രാമിൽ
വേറെ ഒന്നുമില്ല, ലേഖ മാമിന്റെ ടോക്ക് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പിന്നെ അതുകൊണ്ട് തന്നെ നേരെ നമ്മുടെ ടോക്കിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇതിന്റെ ഒരു ടോക്കിന് ശേഷം കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ട് ചോദിക്കാം. അതുപോലെ തന്നെ അതിനുശേഷം നമ്മുടെ വോട്ട് ഓഫ് താങ്ക്സ് റഷീദ്, നമ്മുടെ എഡ്യൂക്കെയർ കോർഡിനേറ്റർ റഷീദ് മാഷ് പറയും. ഇതിൻ്റെ ഒരു സമ്പത്ത് അങ്ങനെ നമുക്ക് ഈ പ്രോഗ്രാം വളരെ ഭംഗിയായിട്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ലേഖ മാമിനെ എല്ലാവർക്കും വേണ്ടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാൻ എല്ലാവർക്കും വേണ്ടി. താങ്ക് യു സർ. നല്ല ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. പിന്നെ വാണിമേലിനെ കുറിച്ച് ത്രഷോൾഡ് ഓഫ് എർത്ത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അല്ലേ? അപ്പോൾ ത്രഷോൾഡ് ഓഫ് എർത്തിലേക്ക് നേരിട്ട് വരാൻ പറ്റിയില്ലെങ്കിലും അത് അനുഭവിച്ചറിയാം. അതെ, നേരിട്ട് വരാൻ പറ്റിയില്ലെങ്കിലും അത് അനുഭവിച്ചറിയാനുള്ള ഒരു സുഖം കിട്ടുന്നുണ്ടാവും. എങ്ങനത്തെ തരം കുട്ടികളാണ്, എല്ലാവരും ഇംഗ്ലീഷ് മീഡിയം കുട്ടികളാണോ, എന്താ ചെയ്യണമെന്നൊക്കെ. എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളോട് സംസാരിക്കുക എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സാറിൻ്റെ വെൽക്കം സ്വീകരിച്ചിരിക്കുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക് യു റഷീദ് സർ. ഇനി വേറെ ഏതെങ്കിലും ടീച്ചേഴ്സും പേരൻസും ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ എല്ലാവരോടും താങ്ക് യു. ആൻഡ് ഇന്നത്തെ ഈവനിങ് ഈ ഒരു സായാഹ്നം അടിപൊളിയാവട്ടെ എന്ന് നമുക്ക് എല്ലാവരോ ദൈവങ്ങളോടും പ്രാർത്ഥിക്കുക. എന്താ വെച്ചാൽ ഇന്ന് ഡിസംബർ 3 ഈ സമയം ഈ നേരത്ത് എനിക്ക് ഈ മക്കളെ കാണാൻ പറ്റും എന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. അപ്പോൾ അതിനൊരു അവസരം തന്നത് ദൈവം തന്നെയല്ലേ? അപ്പോൾ ആ ദൈവത്തിന് സ്തുതി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ തുടങ്ങണത്. റൈറ്റ്? അപ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളത്, എൻ്റെ മക്കള് അല്ലെങ്കിൽ എൻ്റെ കുട്ടികളൊക്കെ ആദ്യം വീഡിയോ ഓൺ ചെയ്യാൻ പറ്റാവുന്നവർ ഓൺ ചെയ്ത് വെക്കുക. ഞാൻ എല്ലാവരെയും നിർബന്ധിക്കുകയല്ല, എനിക്കറിയാം ഗ്ലിച്ചസ് ഉണ്ടാവും, ഇന്റർനെറ്റ് പ്രശ്നങ്ങളുള്ളവരുണ്ട്. ആർക്കെങ്കിലും പറ്റും, അല്ല എൻ്റെ വീട്ടിൽ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഒരാളെങ്കിലും ഓൺ ചെയ്ത് വെക്കാൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് നേരമെങ്കിലും ഓൺ ചെയ്യാൻ വെക്കാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു ജന മോളെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ കുറച്ച് ആൾക്കാർ ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഐ എം സോ ഹാപ്പി. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇത് ഓൺ ചെയ്ത് വെക്കാൻ ത്രൂ ഔട്ട് വെക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇല്ല മാം കുറച്ച് നേരമേ പറ്റുള്ളൂ, ഓക്കെ നോ പ്രോബ്ലം. പക്ഷെ കുറച്ച് നേരം എനിക്ക് ഇന്ന് കാണാൻ, അല്ലെങ്കിൽ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഈ കോവിഡ് തുടങ്ങിയതോട്ട് നമ്മൾ എപ്പോഴും ഈ സ്ക്രീനിലൂടെ അല്ലേ സംസാരിക്കണേ? ഒരു രസമില്ല അല്ലേ ശരിക്കും മക്കളെ? നിങ്ങൾക്ക് നേരിട്ട് ടീച്ചേഴ്സിനെ കാണുമ്പോഴല്ലേ സുഖം? വെരി ഗുഡ്. ഓക്കെ ഫൈൻ, ദാറ്റ് ഇസ് ഗ്രേറ്റ്. അപ്പോൾ സാർ പറഞ്ഞ പോലെ ഇവിടെ എല്ലാവരും ബ്രില്യൻറ്റ് മക്കളാണ്. അത് കാരണമാണല്ലോ പറഞ്ഞ ഉടനെ തന്നെ കുറച്ച് ആൾക്കാരെങ്കിലും വീഡിയോ ഓൺ ചെയ്യാൻ ശ്രമിച്ചു. മുഹമ്മദ് വെച്ച ഉടനെ തന്നെ മാഞ്ഞു പോയി. ഇപ്പോൾ അതേ വന്നു. വെരി ഗുഡ്, താങ്ക് യു മുഹമ്മദ്. ഓക്കെ, അപ്പം ഞാൻ തുടങ്ങിയേക്കാം അല്ലേ? അപ്പോൾ ആദ്യം ഞാൻ തുടങ്ങും മുമ്പ് തന്നെ ഞാൻ ഈ കാര്യം ഉറപ്പ് തരികയാണ്. റൈറ്റ്? ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കും. ഫൈൻ? എന്താ വെച്ചാൽ 1 മണിക്കൂറാണ് സാധാരണഗതിയിൽ. 1 മണിക്കൂർ ഇരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ പഠിപ്പിക്കാനും പോണില്ല. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഇംഗ്ലീഷ്, ഹിന്ദി ഇതൊന്നും ഞാൻ പഠിപ്പിക്കില്ല. അത് ഗ്യാരണ്ടി ഞാൻ തരാം. ഡൺ? യെസ്? നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊരു തംസ് അപ്പ് കാണിക്കണം മക്കളെ. അല്ലെങ്കിൽ ഞാൻ വിചാരിക്കും നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ ഇല്ലേ എന്ന് എനിക്കൊരു ഡൗട്ട് വരും. ഫൈൻ? ഓക്കെ. രണ്ടാമത്തെ കാര്യം, ഞാൻ ആദ്യത്തെ കാര്യം പറഞ്ഞു, ഞാൻ ബോറടിപ്പിക്കില്ല. രണ്ടാമത്, ഞാൻ നിങ്ങൾക്ക് ഒരു വിഷയവും പഠിപ്പിക്കില്ല. ഡൺ. ഇനി മൂന്നാമത്തെ കാര്യം ഞാൻ പറയാം. ഞാൻ പറയുന്നത് ഒരിക്കലും നുണയാവില്ല. ഞാൻ വളരെ ജെനുവിൻ ആയിട്ടേ സംസാരിക്കൂ. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഞാൻ തള്ളി കൊല്ലില്ല. ഓക്കെ ഫൈൻ? ഞാൻ അനുഭവിച്ച് അറിഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുള്ളൂ. കുറച്ച് എക്സാമ്പിൾസ് അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്തിട്ടുണ്ട്. അതല്ലാത്തതൊന്നും ഞാൻ നുണ പറഞ്ഞ് എക്സാജറേറ്റ് ചെയ്ത് കുറേ നുണകൾ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കില്ല. റൈറ്റ്? ഫൈൻ. ഇനി അടുത്ത കാര്യം പറയാം. എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു ചെറിയ ആവശ്യമുണ്ട്. ഒരു പേപ്പറും ഒരു പേനയും നിങ്ങളുടെ കയ്യിൽ വേണം. പേടിക്കേണ്ട, ഞാൻ ഒരുപാട് എഴുതിപ്പിക്കില്ല, നോട്ട്സ് തരില്ല, ഒന്നും ചെയ്യില്ല. ഒരു പേപ്പറും ഒരു പേനയും നിങ്ങളുടെ അടുത്ത് കരുതണം. നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ വളരെ നല്ലത്. ഇല്ലെങ്കിൽ ഒന്ന് എടുത്ത് കൈ പിടിക്കണം. ഞാൻ 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. എടുത്തു കാണില്ല അല്ലേ കുട്ടികളുടെ കയ്യിൽ? ഒരു പേനയും ഒരു പേപ്പറും, വേറെ ഒന്നും വേണ്ട. ഓക്കെ, എടുത്തോ? ടേക്കൺ. വെരി ഗുഡ്. നിഫ, താങ്ക് യു. യെസ്. 100 പേര് നമ്മുടെ ഹൗസ്ഫുൾ ആണ്. നമ്മുടെ പ്ലാറ്റ്ഫോമിൽ പുറത്ത് കുറെ കുട്ടികൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റോറി പറയുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മൾ ഹൗസ്ഫുൾ ആണെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. അപ്പൊ ഇത്രയും എനർജറ്റിക് ആയ കുട്ടികളാണെന്ന് പറഞ്ഞാൽ അതിനേക്കാളും സന്തോഷം. അപ്പൊ മക്കളെ, ഞാൻ എന്താന്ന് പറയുക, ഈ മക്കളെ എന്ന് വിളിക്കുമ്പോൾ ഞാൻ അതിന്റെ എക്സ്പീരിയൻസ് പറയാം. ഞാൻ കുട്ടികളെ എന്നാണ് സാധാരണ ടീച്ചേഴ്സൊക്കെ വിളിക്കുക.
അപ്പം ഞാൻ പെട്ടെന്ന് ഒരു ദിവസം ടീച്ചറായി കേട്ടോ. ടീച്ചറായിട്ട് ഞാൻ കോളേജ് കുട്ടികളെ അഡ്രസ്സ് ചെയ്യാൻ ഉള്ളിൽ കയറുക, റൂമിൽ കയറിയിട്ട് ഞാൻ ഈ മറ്റേ UG-ക്കും PG-ക്കും ഒക്കെ പഠിക്കുന്ന ഫസ്റ്റ് ഇയേഴ്സ് കുട്ടികളെ പോയിട്ട് കുട്ടികളെ എന്ന് വിളിച്ചപ്പോഴേ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. കുട്ടികളോ ടീച്ചറെ, ഞങ്ങളെ കുട്ടികളെ എന്ന് വിളിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കിത് ആദ്യം മനസ്സിലായില്ല. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റ് പറ്റിപ്പോയോ? എത്ര വലിച്ചു നീട്ടിയാലും നിങ്ങൾക്ക് ഒരു 20 വയസ്സല്ലേ കാണൂ. അപ്പൊ അതിനേക്കാളും ഞാൻ മൂത്തതല്ലേ, അപ്പൊ നിങ്ങൾ എന്റെ കുട്ടികളല്ലേ വിചാരിച്ചിട്ടാണ് ഞാൻ കുട്ടികളെ എന്ന് വിളിച്ചത്. പക്ഷെ അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ എവിടെ നിന്നൊക്കെയോ വായിച്ച് മനസ്സിലാക്കിയത് എന്താണെന്നറിയോ? 13 വയസ്സ് തൊട്ട് 22 വയസ്സ് വരെയുള്ള കുട്ടികളുടെ മനസ്സിലും ശരീരത്തിലും ഉള്ള എനർജി ഭയങ്കരമാണ് അത്ര. അതെന്താണെന്നറിയോ? ആ എനർജി കാരണം നിങ്ങൾ എന്താ വിചാരിക്കുകയെന്നറിയോ? ഞാനൊന്ന് നീട്ട് നിന്ന് നന്നായിട്ട് കൈ ഉയർത്തി ആകാശനെ തൊട്ട് എനിക്ക് തൊടാൻ പറ്റുമെന്ന് തോന്നണം, അത്ര എനർജി ആയിരിക്കും ഇത്ര. അത്രയും എനർജി ഉള്ള മക്കളെ കുട്ടികളെ എന്ന് വിളിച്ചാൽ അവർക്ക് ദേഷ്യം വരാതിരിക്കുമോ? അപ്പൊ ഞാൻ ആ വിളി മാറ്റി, മക്കളെ നാക്കി. പിന്നെയും തോന്നി മക്കളെ എന്ന് വിളിക്കുമ്പോൾ ഞാനൊരു വയസ്സത്തി ആയ പോലെ. എനിക്ക് വയസ്സാവാൻ ഇഷ്ടമല്ല, ഞാൻ ഞങ്ങളല്ലേ. അപ്പൊ ഞാൻ എന്താക്കി, കൂടുതൽ നിങ്ങളുടെ അടുത്ത് അടുക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ മക്കളെ, എൻ്റെ കോളേജിലെ എല്ലാ കുട്ടികളെയും സ്കൂളിലെ കുട്ടികളെയൊക്കെ ഞാൻ ഇപ്പോൾ അഡ്രസ്സ് ചെയ്യണത് ഫ്രണ്ട്സ് എന്നാണ്. അപ്പോൾ സ്റ്റുഡൻറ് ഫ്രണ്ട്സ് എന്ന് വിളിക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഫ്രണ്ട്സിനോട് നമുക്ക് എന്തും സംസാരിക്കാം, എന്തും പറയാം. അത് ആ ഒരു ലാഘവത്തോട് കൂടിയിട്ട് എന്നോട് പറയുക. നിങ്ങൾക്ക് മനസ്സിലായാൽ എക്സലന്റ്, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ടീച്ചർ എനിക്ക് മനസ്സിലായില്ല കേട്ടോ, അല്ലെങ്കിൽ ലേഖ മാം എനിക്ക് മനസ്സിലായില്ല കേട്ടോ എന്ന് പറയാൻ ഒരു മടിയും കാണിക്കേണ്ട. എന്താ വെച്ചാൽ ഇവിടെ നമ്മളുടെ ഉദ്ദേശം, മൊയ്തു സാർ ഇത്രയും എഫേർട്ട് ഇട്ട്, അല്ലെങ്കിൽ റഷീദ് സാർ ഇത്രയും എഫേർട്ട് ഇട്ട് 8:30 തൊട്ട് 9:30 വരെ നിങ്ങളെ 8 മണി തൊട്ട് 9:30 വരെ വീട്ടിലത്തെ പണികളും അതും ഇതൊക്കെ മാറ്റി വെച്ച് നിങ്ങളും ഞാനും ഇരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനാണ്. ഇറ്റ്സ് എ ഡിസ്കഷൻ. ഇതൊരു ലേണിംഗ് പ്രോസസ്സാണ്. ഞാൻ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ കുറെ മനസ്സിലാക്കും. അപ്പൊ അത് എനിക്കും ഒരു ഓപ്പർച്യൂണിറ്റി അല്ലേ. അത് കാരണം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് പറ്റില്ലേ? വെരി ഗുഡ്. ഓക്കെ. അപ്പോ ഇനിയൊരു എക്സ്പീരിയൻസ്, ഞാൻ ഇങ്ങനെ എക്സ്പീരിയൻസ് വിട്ടുകൊണ്ടേ ഇരിക്കും കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയതാ. അപ്പൊ എനിക്ക് ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ട പരിചയമുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ MSc കഴിഞ്ഞ് റിസൾട്ട് വരും മുമ്പേ ഞാൻ ടീച്ചറായ ആളാണ്. അപ്പോൾ ഓബ്വിയസ്ലി എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ ഞാൻ ഇതേപോലെ ഒരു ദിവസം ഒരു കുട്ടി എൻ്റെ ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരിക്കുക, ഇങ്ങനെ അവൻ വേറെ എന്തോ ലോകത്ത് എന്തോ ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞു, നിന്റെ ഇരുത്തന്നെ ശരിയല്ലല്ലോ, നീ വല്ല സിനിമ കാണുന്ന ഒരു ലാഘവത്തിലാണല്ലോ ഇരിക്കണേന്ന് ചോദിച്ചു. അത് അവൻ എന്നോട് പറഞ്ഞ ഉത്തരം നിങ്ങൾക്ക് കേൾക്കണോ? അവൻ പറഞ്ഞത്, മാം സിനിമ കാണാൻ അത്ര ഈസി ഒന്നുമല്ല, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സിനിമ കാണാൻ എന്താ എത്ര ബുദ്ധിമുട്ട് എന്ന്. അപ്പൊ അവൻ പറയാ, ഏതാ ഹീറോ എന്നറിയണം, ഏതാ ഹീറോയിൻ എന്നറിയണം, ഹീറോന്റെ ഭംഗി ഉണ്ടോ എന്നറിയണം, ഹീറോ എന്ത് ഡ്രസ്സായിട്ടേന്ന് അറിയണം, ഹീറോയിനെ കാണാൻ ഭംഗി ഉണ്ടോ എന്നറിയണം, പുതുമുഖാണോ എന്നറിയണം, അവളുടെ ഡ്രസ്സ് എങ്ങനെയുണ്ട് എന്നറിയണം, ഏത് പാട്ടാ വരണമെന്ന് അറിയണം, ആ പാട്ടിന്റെ ലിറിക്സ് പഠിക്കണം, ഡാൻസ് ആണെങ്കിൽ ആ ഡാൻസിന്റെ ഫുഡ് സ്റ്റെപ്സ് പഠിക്കണം, അത് കോപ്പി ചെയ്യാൻ നോക്കണം, ഏതാ ഡയറക്ടർ എന്നറിയണം, ഏതാ സിനിമാറ്റോഗ്രാഫർ എന്നറിയണം, കഥയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നറിയണം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി ശ്രദ്ധയോടുകൂടി നോക്കിയാൽ മാത്രമേ സിനിമ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. സത്യല്ലേ? അപ്പോ ആ സിനിമ കാണുന്ന ലാഘവത്തോട് കൂടിയിട്ട് എന്റെ ക്ലാസ്സും ശ്രദ്ധിക്കുക. ഓക്കെ? നല്ല ഒബ്സർവ് ചെയ്യുക, നല്ലോണം ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഫോളോ ചെയ്യുക. എനിക്ക് ഉറപ്പാണ് നിങ്ങളൊക്കെ ഫോളോ ചെയ്യും. റൈറ്റ്. അപ്പൊ ഞാൻ തുടങ്ങുക കേട്ടോ. റൈറ്റ്. താങ്ക് യു. കുറെ ആൾക്കാർ ഓക്കെ ഡൺ എന്നൊക്കെ വിടുന്നുണ്ട്. താങ്ക് യു മക്കളെ, വളരെ താങ്ക്സ്. അപ്പോൾ ഞാൻ ആദ്യം തുടങ്ങട്ടെ. ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ സിനിമാ മോഡലിൽ തന്നെ ഞാൻ തുടങ്ങാം. ഞാൻ ആദ്യം കഥ പറയാൻ പോവാണേ. അപ്പോൾ ഒരു കുട്ടി, നിങ്ങളെപ്പോലെ ഒരു 8ലും 9ലും ഷാമിദാനെ പോലത്തെ ഒരു കുട്ടി അച്ഛൻ്റെ അടുത്ത് ഓടിച്ചെന്ന് ചോദിച്ചു, അച്ഛ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ലൈഫ്? ഈ ജീവിതത്തിന് എന്താണ് വില? ഇത്രയും വലിയ ചോദ്യം അച്ഛനോട് ചോദിച്ചു കഴിഞ്ഞാൽ പാവം അച്ഛൻ പതറി. എന്താ ഉത്തരം പറയുക കുട്ടിയോട്? ചോദിച്ചതിന് ഉത്തരം പറയാതിരിക്കാനും വയ്യ. പിന്നെ കുറെ അമ്മമാരുണ്ടല്ലോ, എന്നെ പോലെയും നിങ്ങളുടെ ഉമ്മകളെ പോലെയും അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിനെ പോലെയും അമ്മമാരൊക്കെ, എൻ്റെ കുട്ടി ബുദ്ധിമാൻ, 8ാം ക്ലാസ്സിൽ തന്നെ എത്ര വലിയ ആഴമായിട്ടുള്ള ചോദ്യം ചോദിക്കണേന്ന് ഭയങ്കര ഹാപ്പി. പക്ഷെ അച്ഛന് ഉത്തരം കൊടുക്കാതിരിക്കാൻ വയ്യല്ലോ, അച്ഛനല്ലേ. അച്ഛൻ എന്ത് ചെയ്തു? നമ്മളുടെയൊക്കെ വീട്ടിലൊരു അലമാര ഉണ്ടാവില്ലേ? ആ അലമാരയ്ക്ക് നമുക്ക് ഒരിക്കലും അതിനെ താക്കോല് തരില്ല, നമുക്കത് തുറക്കാനും സമ്മതിക്കില്ല. അതിനുള്ളിൽ എന്താണെന്നറിയാൻ നമുക്ക് ഭയങ്കര ആകാംക്ഷയായിരിക്കും. നിങ്ങളുടെയൊക്കെ വീട്ടിലും ഉണ്ടാവും അങ്ങനത്തെ ഒരു അലമാര. ഈ കുട്ടിയുടെ വീട്ടിലുണ്ടായിരുന്നു അങ്ങനെ ഒരു അലമാര. ആ അച്ഛൻ എന്ത് ചെയ്തു? വേഗം ഒരു അങ്ങനത്തെ ഒരു അലമാരയുടെ താക്കോലെടുത്ത് അവന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, മോനെ, നീ ഒരു കാര്യം ചെയ്യേ, നീ ആ അലമാര തുറക്ക്. അതിനകത്തൊരു അറയുണ്ട്, ആ അറയ്ക്കകത്ത് ഒരു കുഞ്ഞ സ്വർണ്ണപ്പെട്ടിയുണ്ട്. ആ സ്വർണ്ണപ്പെട്ടി തുറന്നു കഴിഞ്ഞാൽ നിനക്കൊരു സാധനം കിട്ടും, അതും കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഇവന്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. ഒരു ചോദ്യം ചോദിച്ചതിന് അറ കാണാൻ പറ്റുമല്ലോ. അവൻ പോയി മെല്ലെ അലമാര തുറന്നു, അതിനകത്തു നിന്നുള്ള സ്വർണ്ണപ്പെട്ടി എടുത്തു. അതിനകത്ത് അവൻ ഒരു കല്ല് കിട്ടി. ഒരു വെള്ളാരം കല്ല് പോലത്തെ ഒരു കല്ല്. അവൻ ആ കല്ലും കൊണ്ട് വന്നു അച്ഛൻ്റെ അടുത്ത് കൊടുത്തു. അച്ഛൻ പറഞ്ഞു, ഓക്കെ, നീ കല്ല് കണ്ടല്ലോ,
ഇനി റെഡി ആയിക്കോ, 8 മണിക്ക് നീ റെഡി ആയിക്കോ, 4 മണി വരെ നിനക്കൊരു ടാസ്ക് ഉണ്ട്, അത് കഴിഞ്ഞാൽ ഞാൻ നിനക്ക് ജീവിതത്തിന്റെ വില എന്താന്ന് പറഞ്ഞുതരാന്ന് പറഞ്ഞു. അപ്പോഴത്തേലും അമ്മ ഓടി വന്നു. അയ്യോ എവിടേക്കാ കൊണ്ടുപോണേ? വെയിലത്ത് നിർത്തരുത് കേട്ടോ, മഴയത്ത് നിർത്തരുത് കേട്ടോ, എന്റെ കുട്ടിക്ക് നീരിറങ്ങുവേ, എന്റെ കുട്ടിക്ക് പനി വരുവേ, അവന് വിശക്കുവേ, അവന് വെള്ളം വേണേ. പലതരം ചോദ്യങ്ങളാണ്. ഈ അമ്മമാര് ഓവർ പ്രൊട്ടക്റ്റീവ് അല്ലേ എപ്പോഴും? നിങ്ങൾക്ക് തോന്നാറില്ലേ കുട്ടിയെ അങ്ങോട്ട് പോവല്ലേ ഇങ്ങോട്ട് പോവല്ലേ, വെള്ളം കുടിക്കല്ലേ, വീഴല്ലേ? അതേപോലത്തെ ഒരു അമ്മ. ഞാനും അങ്ങനെയാണ്. അങ്ങനെ പറഞ്ഞു. എന്നാൽ അച്ഛൻ അതൊക്കെ തള്ളി, ആ അഭിപ്രായങ്ങളൊക്കെ തള്ളി ഈ മോനെയും കൊണ്ട് പോയി. ചെന്നു. കൊണ്ടുപോയത് എവിടെയാ? കുട്ടി നല്ല അടിപൊളി ടീഷർട്ടും ജീൻസും കൂളിംഗ് ഗ്ലാസും ഷൂ ഒക്കെ ഇട്ട് നല്ല മിടുക്കനായിട്ട് ഇറങ്ങിയപ്പോൾ അച്ഛൻ അവനെ കൊണ്ടുപോയത് ഒരു മാർക്കറ്റിലേക്ക്. രാവിലെ 8 മണിക്ക് മാർക്കറ്റ് സീൻ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കി നോക്കൂ. ഭയങ്കര തിരക്ക്, ജനം അങ്ങടും ഇങ്ങടും പോണു, കുറെ ലേലം വിളിക്കണു, കുറെ അഴുക്ക്, കുറെ മീന്, കുറെ കച്ചറ അവിടെ എവിടെയും കിടക്കണു, ഗാർബേജ് കിടക്കണു, ഈച്ച, കൊതുക്, പശു, ചാണകം, ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ. അച്ഛൻ ഏറ്റവും വൃത്തികെട്ട സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവനെ നിർത്തി. എന്നിട്ട് പറഞ്ഞു, ആരെന്ത് ചോദിച്ചാലും നീ ഒരു അക്ഷരം മിണ്ടരുത്. ഇനി അഥവാ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഈ 2 വിരൽ ഇങ്ങനത്തെ വിക്ടറി ജയലളിത കാണിക്കണ പോലെ ഇങ്ങനെ കാണിച്ചോളാൻ പറഞ്ഞു. കുട്ടി ഓക്കെ, വേറെ നിർത്തിയില്ലല്ലോ, അച്ഛൻ പറഞ്ഞു പോയില്ലേ, അനുസരിക്കാതെ വയ്യല്ലോ. അവിടെ നിന്നു. രാവിലെ 8 മണി തൊട്ട് 4 മണി വരെ. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെപ്പോലത്തെ ഒരു കുട്ടിയാ, ഭയങ്കര ഒബ്സർവേഷനാ, എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. എന്തൊക്കെയാ സംഭവിക്കണേ, ആൾക്കാർ ലേലം വിളിക്കുന്നുണ്ടോ, അവൻ മീൻ വാങ്ങുന്നുണ്ടോ, മീനിന് എന്താ വില, എല്ലാം ശ്രദ്ധിക്കുക. അതിൽ കുറെ ആൾക്കാർ ഇവനെ കളിയാക്കുന്നുണ്ട്. ഇതെന്താ നോക്കൂത്തി പോലത്തെ ഒരു സാധനം ഇവിടെ വന്ന് നിൽക്കണേ, ഇതൊന്നും മിണ്ടില്ലേ. പിന്നെ ചിലര് ഈ കയ്യിലത്തെ കല്ല് കണ്ടിട്ട് ഇതിനെന്താ വില, അപ്പൊ അവൻ ഇങ്ങനെ 2 വിരൽ കാണിച്ചു കൊടുക്കും. 2 വിരൽ 20 രൂപയെ ഈ കല്ലിനോ, പോയി പണി നോക്കാൻ പറഞ്ഞു. അങ്ങനെ കുറെ ആൾക്കാർ ഇവനെ പരിഹസിക്കുന്നു. 4 മണിക്ക് അവൻ തിരിച്ചു വരിക. അച്ഛൻ വന്നു കൊണ്ടുവന്നു. അമ്മ ഓടി വന്ന് മോനെ വെള്ളം കുടിക്ക്, ചായ കുടിക്കുക എന്നൊക്കെ പറയുക. അച്ഛൻ അതൊക്കെ നിർത്തിയിട്ട് ഇന്ന് എന്ത് സംഭവിച്ചു നീ പറ. അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെയൊക്കെ ഉണ്ടായി, ഇവിടെ അഴുക്കായിരുന്നു, കൊതുക് കടിച്ചു, എനിക്ക് ചോര വന്നു, കൊതുക് ചൊടിച്ച് ഞാൻ മാന്തിയപ്പോൾ എനിക്ക് ചോര വന്നു, ആൾക്കാർ വന്നിട്ട് എന്നോട് ഈ കല്ലിന് എന്താ വില എന്ന് ചോദിച്ചു. ഞാൻ ഇങ്ങനെ 2 വിരൽ കാണിച്ചപ്പോൾ 20 രൂപയാണോ, ഞങ്ങളെ പറ്റിക്കുകയാണോ എന്ന് ചോദിച്ചു. കുറെ ആൾക്കാർ ചീത്ത വിളിച്ചു, നോക്കുകുത്തിയാണോ എന്ന് ചോദിച്ചു, കുറെ ആൾക്കാർ കളിയാക്കി എന്നൊക്കെ പറഞ്ഞു. ഓക്കെ ശരി, കഴിഞ്ഞു. ഇന്നത്തെ നിന്റെ ടാസ്ക് കഴിഞ്ഞു. അടുത്ത ദിവസവും ഇതേപോലെ 8 മണിക്ക് റെഡി ആവണു. ഇന്ന് പക്ഷെ വേറെ സ്ഥലമാണ്. ഇന്നൊരു ഞായറാഴ്ച ദിവസമായിരുന്നു. അവനെ കൊണ്ടുപോയിട്ട് സിനിമാ ഹാളും പാർക്കും സൂവും ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തി. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്ഥലമാണ്, നല്ല വൃത്തിയുണ്ട്. അവിടെ അവൻ ഒരു തണലത്ത് നിന്നു. ആ ജനം വന്നു. ഇതേപോലെ നിങ്ങളെ പോലത്തെ മക്കൾ, ഇപ്പൊ ഒക്കെ ശനി ഞായറായ നമ്മൾ വീട്ടിലിരിക്കില്ലല്ലോ, നമുക്ക് എവിടേക്കെങ്കിലും ഔട്ടിങ് പോകണ്ടേ. അതേപോലെ കുറെ എണ്ണം ഇറങ്ങി, എല്ലാവരും ചെല്ലുന്നു. ഇതേപോലെ അവനെ നോക്കുന്നു, കളിയാക്കുന്നു, ചിരിക്കുന്നു, കല്ലിന്റെ വില ചോദിക്കുന്നു. അവൻ 2 വിരൽ കാണിക്കുമ്പോൾ ഇന്നിപ്പോ 20 അല്ല 2000 രൂപയായി വിലയ്ക്ക് കല്ലിന്റെ വില. ഹാപ്പി. തിരിച്ചു വന്നു 4 മണിക്ക്. അച്ഛൻ ഇതേ ചോദ്യം ചോദിക്കുന്നു. അവൻ പറഞ്ഞു, അച്ഛ ഇന്ന് കല്ലിന്റെ വില 2000 ആണ് കേട്ടോ എന്ന് പറഞ്ഞു. ഓക്കെ വെരി ഗുഡ്. അടുത്ത ദിവസം രാവിലെ 8 മണിക്ക് ഇതേപോലെ കുട്ടീനെ കൊണ്ടുവന്നു. ഇപ്രാവശ്യം കൊണ്ടുപോയത് എവിടെയാ? ഒരു നല്ല പോഷ് സ്ട്രീറ്റില് കുറേ സ്വർണ്ണക്കടകളും ഭീമ ജ്വല്ലേഴ്സും ജോയ ലുക്കാസും ഖസാന ജ്വല്ലേഴ്സും ഡയമണ്ട് ഷോറൂംസ് ഒക്കെ ഉള്ള ഒരു സ്ഥലത്തേക്ക്. അവിടെ പോയിട്ട് മകൻ നിൽക്കുക. കുട്ടി നിന്നു. 8 മണിക്ക് ഒരു മനുഷ്യന്റെ കുട്ടിയില്ല കേട്ടോ, ഒരു കടയും തുറന്നിട്ടില്ല. 10 മണിയൊക്കെ ആയപ്പോൾ മെല്ലെ ഓരോ കടകൾ തുറന്നു തുടങ്ങി. അതിൽ ഒരു വജ്ര വ്യാപാരി, ഒരു ഡയമണ്ട് സെല്ലർ ഇവനെ കണ്ടു. ഇവനെ കണ്ടിട്ട്, ഓഹോ ഇവനെന്താ ഈ നല്ല ഭംഗിയുള്ള ഒരു ചെക്കൻ, നല്ല ബ്രാൻഡഡ് ഷൂസും ചെരുപ്പും ഒക്കെ ഇട്ടിട്ട് എന്താ ഈ കയ്യിൽ പിടിച്ച് നിൽക്കണേ. അവൻ്റെ അടുത്ത് ചെന്നു. അവൻ്റെ പേരൊക്കെ ചോദിച്ചു. അവൻ ഉത്തരം പറയുന്നില്ല. പറയാണ്ടാന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടേ. കല്ല് കണ്ടിട്ട് ആ ഡയമണ്ട് സെല്ലർ എന്തോ ഒരു പെസക തോന്നി. അവനെ മെല്ലെ കൊണ്ടുപോയി. അവൻ പോയത് എവിടെയാ? നല്ല AC റൂം. നിങ്ങൾ പോയിട്ടില്ലേ ജ്വല്ലറിയിൽ? നല്ല കുഷനുള്ള സോഫ, സുഖമായിട്ട് അവൻ ഇരുന്നു. ചോദിക്കാതെ തന്നെ ജ്യൂസ് കിട്ടുന്നു, ചോദിക്കാതെ തന്നെ ഐസ്ക്രീം കിട്ടുന്നു. ഭയങ്കര ട്രീറ്റ്മെന്റ്. ആള് വളരെ ഹാപ്പി. AC-ലായിരുന്നു. നമ്മുടെ ആഗ്രഹവും നടന്നു. സുന്ദരമായിട്ട് ഇരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഡയമണ്ട് ഓണർ ചോദിച്ചു, മോനെ നിന്റെ പേരെന്താ? പറയുന്നില്ല. എന്താ എല്ലാം ചോദിച്ചു, ഒന്നും പറയുന്നില്ല. കല്ല് കണ്ടിട്ട് ആള് ചോദിച്ചു, എന്താ മോനെ ഈ കല്ലിന്റെ വില? നിന്റെ കയ്യിലുള്ള കല്ലിന്റെ വില എന്താണെന്നറിയോ നിനക്ക്? അപ്പൊ അവൻ ഇങ്ങനെ 2 വിരൽ കാണിച്ചു കൊടുത്തു. എന്റെ പൊന്നു മോനെ 2 കോടിയൊന്നും ഇതിന് പോരാ. നീ എന്താ ഈ കാണിക്കണേ? നിന്നെ ഞാൻ ഒറ്റയ്ക്ക് വിടില്ല. നീ ഈ കല്ല് ഇത്ര വില പിടിച്ച കല്ലും കൊണ്ട് നിനക്ക് ഒറ്റയ്ക്ക് പോകാനുള്ള പ്രായമായിട്ടില്ല. നീ ഇവിടെ വെയിറ്റ് ചെയ്യേ, നിന്റെ അച്ഛൻ വന്നിട്ടേ നിന്നെ വിടും. അച്ഛൻ 4 മണിക്ക് വരുന്നു. അവൻ തിരിച്ചു ചെല്ലുന്നു. അച്ഛൻ ചോദിച്ചു, എന്താ മോനെ ഇന്ന് ഉണ്ടായേ? അവൻ പറഞ്ഞു കൊടുക്കുന്നു കഥ. അച്ഛ ഇന്ന് സൂപ്പർ ട്രീറ്റ്മെന്റാ, ഇന്ന് അടിപൊളി ദിവസമാണ്. ഇന്ന് ആരെയാണാവോ കണിയുണ്ട്? നല്ല ജ്യൂസ്, നല്ല ബിരിയാണി, അടിപൊളി സുഖം. AC റൂമിൽ ഞാൻ കുഷനിലായിരുന്നത്. ഇന്ന് നിന്ന് പോലും ഇല്ല, കാല് പോലും വേദനിക്കുന്നില്ല. കല്ലിന്റെ വില 2 കോടിയാന്ന് അയാൾ പറഞ്ഞത്. പോട്ടൻ എന്നാണ് പറഞ്ഞത്. കുട്ടിക്ക് അറിയില്ലല്ലോ പാവം. അച്ഛൻ ചോദിച്ചു, ഇനി നീ 3 ദിവസം നിന്നില്ലേ, ഇനി നീ പറ നിന്റെ ജീവിതത്തിന്റെ വില എന്താണെന്ന്.
അതേ ചോദ്യം തന്നെയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കണം മക്കളെ. നിങ്ങൾ പറ, ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? പറയാതെ പറ്റില്ല, ഇനി ഞാൻ പറയില്ല, എൻ്റെ വായ കടയുണ്ട്. ആർക്ക് വേണമെങ്കിൽ പറയാം, ഇതിന് തെറ്റുത്തരം ശരി ഉത്തരം ഇല്ല, എന്ത് വേണമെങ്കിൽ പറയാം. ജീവിതം ഓരോരോ കാറ്റഗറിയിലാണ്. പരീക്ഷക്കാർക്ക് ഒരാൾ ഒരു തവണ പറയോ, എന്താണ് ദുൽഖുഫിൽ? പറഞ്ഞോളൂ. ജീവിതത്തിലൊക്കെ ഓക്കെ, വളരെ പാവപ്പെട്ടവർക്ക് അതൊരു വിലയില്ലായ്മയായിട്ട് കാണുന്നത്. വിലയില്ലായ്മയാണ് കാണുന്നത്. ഓക്കെ, വെരി ഗുഡ്. അടുത്ത ആള് ഇനി ആരെങ്കിലും ഉണ്ടോ? വേറെ ആരെങ്കിലും ഉണ്ടോ? ടൈം കഴിയുന്തോറും പ്രഷ്യസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ലൈഫ്, അല്ലെ? എക്സലന്റ്. ടൈം പൂവുന്തോറും ലൈഫ് പ്രഷ്യസ് ആണ്. അടിപൊളി അടിപൊളി. അടുത്തത് പ്രഷ്യസ് ആയിക്കൊണ്ടിരിക്കുന്നത്. മിടുക്കി. താങ്ക് യു ഹർഷിത. നമ്മള് ലൈഫിന് കൊടുക്കുന്ന സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടാണ് നമ്മളെ ലൈഫിനെ വാല്യൂ ഉള്ളതും ഇല്ലാത്തതൊക്കെ. വെരി ഗുഡ് ഫാത്തിമ. നമ്മൾ എന്ത് നമ്മളുടെ ജീവിതത്തിൽ നോക്കി കാണുന്നുവോ അത് നമ്മളായിത്തീരും. വെരി ഗുഡ്. അതന്നെ മക്കളെ എനിക്കും പറയാനുള്ളത്. യു വാല്യൂ യുവർ ലൈഫ്. ഞാൻ എന്ത് വേണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ഇത് പറയുമ്പോഴേ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ പഠിക്കൂട്ടോ, ഞാൻ ഭയങ്കര പഠിത്തക്കാരിയാണ്. പഠനം. അപ്പൊ രാത്രിയൊക്കെ ഇരുന്ന് ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ചേച്ചി ഉണ്ട്. എൻ്റെ ചേച്ചി പറയും, എടി പെണ്ണെ, 40 എടുത്താലും പാസ്സാണ്, 80 എടുത്താലും പാസ്സാണ്, പിന്നെ നിനക്ക് സ്പെഷ്യൽ ആയിട്ട് ഒന്നും തരാൻ പോണില്ല, പിന്നെ എന്തിനാ നീ ഇങ്ങനെ ഇരുന്ന് പഠിക്കണേ, എനിക്കും കൂടി ചീത്ത ഏൽപ്പിക്കാന്ന് പറയും. അത് തന്നെ എനിക്ക് പറയാനുള്ളത്. 40 എടുത്താലും പാസ്സാണ്, 80 എടുത്താലും പാസ്സാണ്, 100 എടുത്താലും പാസ്സാണ്. നീ എന്ത് ചെയ്യണം എന്നുള്ളത് നീ തീരുമാനിക്കുക. വാല്യൂ യുവർ സെൽഫ്. ഞാൻ എന്ത് ആയി തീരണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും വേണം. ആ തീരുമാനമാകുമ്പോൾ എല്ലാത്തിലും മികച്ചതാവാനായിരിക്കുമല്ലോ നമുക്കൊക്കെ ഇഷ്ടപ്പെടുക. ഞാൻ ഇതാവുമ്പോൾ ഞാൻ ഏറ്റവും ബെസ്റ്റ് ആവണം എന്നുള്ള ചിന്തയല്ലേ നമുക്ക് ഉണ്ടാവുള്ളൂ. നമ്മൾ മനുഷ്യരല്ലേ, നമ്മൾ സെൽഫിഷ് അല്ലേ, നമ്മൾ അങ്ങനെ ചിന്തിക്കൂ, അങ്ങനെ ചിന്തിക്കാൻ പാടൂ. ഒരിക്കലും നമ്മൾ പറയില്ലല്ലോ ഞാൻ ഏറ്റവും തറയാവണം എന്ന് ആരെങ്കിലും ചിന്തിക്കുമോ? ചിന്തിക്കില്ല. അങ്ങനെ ചിന്തിക്കാൻ പാടുമില്ല. അപ്പോൾ വാല്യൂ യുവർ സെൽഫ്. പല ആൾക്കാരും ഉണ്ടാവും നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാർ. നീ ബുദ്ധുവാണ്, നിന്നെ കാണാൻ കൊള്ളൂല, നീ ഇങ്ങനെയാണ്, നീ അങ്ങനെയാണ്, നീ എത്ര ചെയ്തു കഴിഞ്ഞാലും നിനക്ക് സംഭവിക്കില്ല എന്നൊക്കെ പറയാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. പക്ഷേ നമ്മളുടെ ചുറ്റിൽ കുറേ നല്ല ആൾക്കാരും ഉണ്ടാവും. സാറിനെ പോലെയോ, റഷീദ് സാറിനെ പോലെയോ, മൊയ്തു സാറിനെ പോലെയോ, അല്ലെങ്കിൽ വേറെ നല്ല കമ്മ്യൂണിറ്റി ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനമ്മ, നിങ്ങൾ നന്നാവണം എന്ന് കുറേ ആൾക്കാരുണ്ടാവുമല്ലോ. അവർ പറയും, മക്കളെ നിങ്ങൾക്ക് കഴിയും, നിങ്ങൾ ചെയ്യും. അത് രണ്ടും നിങ്ങൾക്ക് കേൾക്കാനും അതിൻ്റെ ഫീഡ്ബാക്ക് ഉൾക്കൊണ്ട് മനസ്സിൽ അത് തീരുമാനിച്ച് വർക്ക് ചെയ്യാനും അറിയണം. ദാറ്റ് ഇസ് വാട്ട് ഐ സെഡ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ടിപ്പാണ് വാല്യൂ യുവർ സെൽഫ്. ഡിസൈഡ് വാട്ട് യു വാണ്ട് ടു ബി ഇൻ യുവർ ലൈഫ്. ഞാൻ എന്താവണം എന്നുള്ള തീരുമാനം നിങ്ങൾ തീരുമാനിക്കണം ഫസ്റ്റ്. അത് ഞാൻ പറഞ്ഞിട്ടോ ബാംഗ്ലൂരിൽ നിന്ന് ലേഖ മാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പം നിൽക്കണ റഷീദ് സാർ പറഞ്ഞിട്ട് നിങ്ങൾ തീരുമാനിക്കേണ്ട, മൊയ്തു സാർ പറഞ്ഞ് നിങ്ങൾക്ക് തീരുമാനിക്കേണ്ട, അച്ഛൻ അമ്മ പറഞ്ഞ് നിങ്ങൾ തീരുമാനിക്കേണ്ട. നിങ്ങൾ എന്താകണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കൂ ഇന്ന് ഇപ്പോൾ. അപ്പോൾ നിങ്ങളുടെ പേപ്പറും പേനയും എടുക്കുക. ഫസ്റ്റ് വാല്യൂ യുവർ സെൽഫ് എഴുതുക. നിങ്ങളുടെ വില നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഡൺ? താങ്ക് യു. ഗുഡ്, ഗ്രേറ്റ്. ഇനി അടുത്തതിലേക്ക് ഞാൻ പോവാണ് കേട്ടോ. ഇനി നമ്മുടെ അബ്ദുൽ കലാം സാറൊക്കെ പറഞ്ഞു, സ്വപ്നം കാണൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ട്രോൾ ചെയ്തു സാറിനെ. സ്വപ്നം കാണൂ, ഉറക്കത്തിൽ സ്വപ്നം കാണൂ, ഉണർന്നിട്ട് സ്വപ്നം കാണൂ, നടന്നിട്ട് സ്വപ്നം കാണൂ എന്നൊക്കെ പറഞ്ഞ് സാറിനെ കളിയാക്കി അല്ലേ? സാറ് പറഞ്ഞ സ്വപ്നങ്ങൾക്കും നമ്മളുടെ ആഗ്രഹങ്ങൾക്കും ഒരുപാട് വ്യത്യാസമുണ്ട്. നമുക്കൊരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് കഴിക്കണം എന്ന് ആഗ്രഹിക്കാം, നമുക്ക് ഐസ്ക്രീം വേണം എന്ന് ആഗ്രഹിക്കാം, നമുക്ക് സിനിമാ നടനാവണം എന്ന് ആഗ്രഹിക്കാം. നമ്മുടെ ആഗ്രഹങ്ങൾ ടെമ്പററിയാ, ഇങ്ങനെ കഴിഞ്ഞ് ഇങ്ങനെ ആകുമ്പോഴത്തേലും അത് മാറിപ്പോവും. പക്ഷെ നമ്മുടെ സ്വപ്നങ്ങൾ അങ്ങനെയല്ല. നമ്മൾ ചിന്തിക്കുന്ന സ്വപ്നങ്ങൾ, ഞാൻ പറയുന്ന സ്വപ്നങ്ങൾ, നമ്മൾ എന്തായിത്തീരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ ഒരിക്കലും മാറില്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ MSc ഒക്കെ കഴിഞ്ഞു കേട്ടോ. MSc കഴിഞ്ഞു, പ്രോജക്റ്റ് ഒക്കെ ചെയ്തു. IIHR ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചറൽ റിസർച്ചിൽ പോയിട്ട് ഗംഭീര റിസർച്ചൊക്കെ കഴിഞ്ഞു. എൻ്റെ പ്രോജക്റ്റ് ഒക്കെ കഴിഞ്ഞു, സബ്മിറ്റ് ചെയ്തു. സയൻറ്റിസ്റ്റ് ആവാൻ തീരുമാനിച്ചു. സയൻറ്റിസ്റ്റിൽ പോയി. പക്ഷേ എൻ്റെ ഉള്ളിൽ ഞാൻ ടീച്ചറേ ആകൂ എന്ന് ഞാൻ എപ്പോഴോ നിശ്ചയിച്ചിട്ടതാണ്. എന്നിട്ട് സയൻറ്റിസ്റ്റ് ആവാൻ തീരുമാനിച്ച എൻ്റെ തോന്നിയാസല്ലേ. എന്നിട്ട് ഞാൻ പോയി സയൻറ്റിസ്റ്റ് ആവാൻ തീരുമാനിച്ച് ഞാൻ പോയി. സയൻറ്റിസ്റ്റ് ആയി എത്ര പണിയെടുത്ത് എനിക്ക് എന്തൊക്കെ അംഗീകാരങ്ങൾ കിട്ടിയാലും ബെസ്റ്റാണോ, അത് ബെസ്റ്റാണ്, ഇത്
എന്തൊക്കെ കിട്ടിയിട്ട് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സംതൃപ്തിയേ ഇല്ല, ഒരു സന്തോഷമില്ല. എന്താ വെച്ചാൽ എൻ്റെ പ്രൊഫഷൻ, എൻ്റെ ഡ്രീം, ഐ വാണ്ടഡ് ടു ബി എ ടീച്ചർ. എനിക്ക് ടീച്ചർ ആകണം എന്നുള്ള ദൃഢമായിട്ടുള്ള ആഗ്രഹം എൻ്റെ മനസ്സിൽ എന്നെ ഹോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ നിങ്ങൾക്കൊക്കെയും പല ആഗ്രഹങ്ങളും ഉണ്ടാവും. സിനിമാ നടനാകണം എന്ന് ആഗ്രഹിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആവണമെന്ന് ആഗ്രഹിക്കാം, അല്ലെങ്കിൽ IAS കളക്ടർ ആവണമെന്ന് ആഗ്രഹിക്കാം, ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിക്കാം. എന്താ നിങ്ങളുടെ ഫീൽഡ് നിങ്ങൾ ആഗ്രഹിക്കുന്നോ അത് തന്നെ ആകണമെങ്കിൽ അതിനെക്കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കണം. ഒരു ദിവസം കണ്ട് നിർത്തരുത്, അയ്യോ എനിക്ക് കഴിയില്ല എന്ന് ഗിവ് അപ്പ് ചെയ്യരുത്. അത് തന്നെ ചിന്തിച്ചും കൊണ്ടേയിരിക്കൂ, അതായിത്തീരും നമ്മൾ. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം കേട്ടോ. ഇതേപോലെ ഒരു കഥയാണ്. എവിടേക്കോ ഞാൻ കുറേ വായിച്ച കഥകളാണ്. എനിക്ക് കഥ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ആ കഥകൾ കുട്ടികളോട് പറയുമ്പോൾ ഞാനത് ഫോളോ ചെയ്ത് തുടങ്ങും. അപ്പോൾ ആ ഫോളോ ചെയ്യുമ്പോൾ ഞാനും നന്നാവും, എൻ്റെ മക്കളും നന്നാവും. അതാണ് എൻ്റെ ഒരു പോളിസി. അപ്പോൾ ഇതേപോലത്തെ ഒരു ചെറിയ കുഞ്ഞ കഥ പറയാം. ഒരു ദിവസം ഇതേപോലെ ഒരു ടീച്ചർ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്താണോ ജീവിതത്തിൽ ആഗ്രഹം, ആ ആഗ്രഹം 2 പേജിൽ എസ്സേ ആയിട്ട് എഴുതി കൊണ്ടുവരാൻ പറഞ്ഞു. 7 ദിവസത്തെ സമയവും കൊടുത്തു. കുട്ടികളെല്ലാവരും എഴുതി. അതിലൊരു കുഞ്ഞു പയ്യനുണ്ട്, നിങ്ങളെയൊക്കെ പോലെ മിടുക്കനായിട്ടുള്ള ഒരു കുട്ടി. പറഞ്ഞില്ലേ ഇപ്പോൾ അവൻ്റെ പേര് പറഞ്ഞുപോയി, അവൻ പറഞ്ഞില്ലേ ഇങ്ങനെ വിലയില്ലാത്തവരെ, പൈസ ഇല്ലാത്തവരെ വിലയില്ല എന്നൊക്കെ, അങ്ങനെയൊക്കെ ഒരു ചിന്തയുള്ള ഒരു കുട്ടി. അവനും എഴുതി അവൻ്റെ ആഗ്രഹങ്ങളൊക്കെ. അവൻ്റെ അച്ഛനോട് ആദ്യം പോയി പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ എഴുതാൻ പറയണോ, എനിക്ക് കഴിയണില്ല. അച്ഛൻ പറഞ്ഞു, നിന്റെ ആഗ്രഹം എനിക്ക് എഴുതാൻ കഴിയില്ല, ഞാനേ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ജീവിക്കണം, നീ എന്താ വെച്ചാൽ നിന്റെ ആഗ്രഹം നീ തന്നെ എഴുതിക്കോ. അവൻ എഴുതി കൊടുന്നു. അങ്ങനെ എല്ലാവരും സബ്മിറ്റ് ചെയ്തു. സാർ മേടിച്ചു, നോക്കി, ഇവന് മാത്രം ഫെയിൽ എന്ന് എഴുതി കൊടുത്തു. അവന് സഹിക്കാൻ കഴിയില്ല. എന്താ വെച്ചാൽ അവൻ ഈ പറഞ്ഞ പോലെ 2 ലൈനായിട്ട് 2 ദിവസമായിട്ട് 7 ദിവസം കൊണ്ട് അവന് ഭയങ്കര കഷ്ടപ്പെട്ട് എഴുതിയതാ. ഫെയിലാന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ? ഞാനാണെങ്കിലും സമ്മതിക്കില്ലല്ലോ. അവൻ പോയിട്ട് എന്തുകൊണ്ടാണ് ഞാൻ ഫെയിൽ ആയതെന്ന് സാറിനോട് ചോദിച്ചു. ആ ചോദ്യം ചോദിക്കാനുള്ള ധൈര്യം നിങ്ങൾ എല്ലാവരോടത്തും ഉണ്ടാവണം. നിങ്ങൾ തോറ്റുപോയാൽ എന്തുകൊണ്ട് ഞാൻ തോറ്റു എന്ന് ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടാവണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ അപ്പം തന്നെ തോറ്റു. അപ്പൊ എന്തിനാണ് ഞാൻ തോറ്റത് എന്നറിയാൻ വേണ്ടിയിട്ട് അവൻ മാഷിനോട് പോയി ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു, നീ എഴുതി പിടിപ്പിച്ച കാര്യങ്ങളൊന്നും സംഭവിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. നീ എന്തൊക്കെയാ എഴുതിയിരിക്കുന്നത് അതൊന്നും സംഭവിക്കില്ല. എന്നിട്ട് നീ ഇതിങ്ങനെ എങ്ങനെയാ ഞാൻ മാർക്ക് തരുന്നത്, നീ ഫെയിൽ തന്നെയാണ്. നിനക്ക് വേണമെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, 2 ദിവസം കൂടി സമയം തരാം, നീ മാറ്റി എഴുതി കൊണ്ടുപോകാന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തു. അവൻ 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുപോയി കൊടുത്തു. ഒരു ഫുൾ സ്റ്റോപ്പ് കൊമ ഒന്നും മാറ്റാതെ അതേപോലെ കൊടുത്തു. അപ്പൊ മാഷിന് ദേഷ്യം വന്നു, ഇതെന്താ നീ ഇത് തന്നെ തരിക, നീ മടിയനാണോ? അപ്പൊ അവൻ പറഞ്ഞത് എന്താണെന്നറിയോ, സാറ് വേണമെങ്കിൽ എന്നെ ഫെയിൽ ചെയ്തോ, പക്ഷെ എൻ്റെ സ്വപ്നങ്ങൾ എനിക്ക് മാറ്റാൻ കഴിയില്ല. സാർ എന്നെ ഫെയിൽ ചെയ്തോ, എനിക്ക് കുഴപ്പമില്ല, പക്ഷെ എൻ്റെ സ്വപ്നങ്ങളിൽ ഇങ്ങനത്തെ ഒരു നിറമാണ് ഞാൻ എൻ്റെ സ്വപ്നത്തിന് കൊടുത്തത്, അത് ഞാൻ മാറ്റില്ല എന്ന് പറഞ്ഞു. കുറേ കാലങ്ങൾ കഴിഞ്ഞു, 10-30 കൊല്ലം കഴിഞ്ഞു. അവൻ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ഈ മാഷ് കുട്ടികളെയും കൊണ്ട് ഇൻഡസ്ട്രിയൽ വിസിറ്റിന് വരിക. നിങ്ങളെയൊക്കെ കൊണ്ടുപോകാറില്ലേ ഓരോ വിസിറ്റിന്? അതുപോലെ കൊണ്ടുപോവാണ്. അവൻ്റെ സ്വപ്നം എന്തായിരുന്നു എന്നറിയോ? അവനൊരു ഫാം ഹൗസ് ആയിരുന്നു അവൻ്റെ സ്വപ്നം, ഒരു നല്ല കുതിരകളുടെ ഫാം ഹൗസ്. അവൻ്റെ സ്വപ്നത്തിൽ അവൻ്റെ എസ്സേയിൽ എഴുതിയ പോലെ തന്നെ എൻട്രൻസ്, അതിന് എത്ര മുറികൾ വേണം, എത്ര കുതിരകൾ വേണം, എത്ര ജനലുകൾ വേണം, ഇവിടെ വെള്ളം കുടിക്കണം എൻ്റെ കുതിര എന്ന് അടക്കം അവൻ ആ എസ്സേയിൽ എഴുതിയിരുന്നു. അവനൊരു ഫേമസ് റൈറ്ററാണ്. ആ റൈറ്ററിൻ്റെ പേര് എന്നോട് ചോദിക്കരുത്, എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, ആ റൈറ്റർ അവൻ്റെ ഡ്രീം, അത്രയും വലിയ ഡ്രീംസ്. അപ്പം നമ്മൾ ഡിറ്റർമൈൻഡ് ആയിട്ട് മായാൻ പറ്റാത്തൊരു ഡ്രീംസ് ആയിരിക്കണം നമ്മളുടെ ഡ്രീംസ്. അപ്പം എൻ്റെ നെക്സ്റ്റ് ടിപ്പ് എന്താ മക്കളെ? ഡ്രീം ബിഗ്, ഡ്രീം വെരി ബിഗ്. വലിയ സ്വപ്നങ്ങൾ കാണുക. നമ്മൾ വലിയ സ്വപ്നങ്ങൾ കണ്ടാൽ മാത്രമേ ഏറ്റവും ഉയരത്തിൽ, നമ്മൾ ആകാശത്തോളം ആഗ്രഹിച്ചാൽ നമുക്കൊരു കുന്നോളം കിട്ടുന്നല്ലേ പറയുക. ഞാൻ പറയണത് അതല്ല, നമ്മൾ യൂണിവേഴ്സോളം ആഗ്രഹിക്കണം, ആഗ്രഹിച്ചും കൊണ്ടേയിരിക്കണം. അപ്പൊ നമുക്ക് കുറച്ചെങ്കിലും കിട്ടും. എന്താ വെച്ചാൽ ഈ ലോകത്ത് കോമ്പറ്റീഷൻ അത്രയും കൂടുതലാണ്. അപ്പൊ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം, നമുക്ക് ഇരിക്കാനേ പറ്റില്ല, നമ്മളിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കണം. യു ഷുഡ് ഓൾവേസ് ബി ആക്റ്റീവ്, യു ഷുഡ് ഓൾവേസ് ബി പാഷനേറ്റ്. എന്നാൽ മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ. സോ മൈ സെക്കൻഡ് ടിപ്പ് ഇസ് ഡ്രീം ബിഗ്. ഇനി അടുത്തത് പറയാം. നമ്മൾ എപ്പോഴെങ്കിലും ചെറുതായിട്ടൊന്ന് തോറ്റു കഴിഞ്ഞാൽ നമ്മൾ എന്താവും? വിഷമിക്കും, കരയും. ഒരു സബ്ജക്റ്റിൽ 1 മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്കൂളിലൊക്കെ കാണാൻ കുട്ടികൾ ഉരുണ്ട് കരയും, എസ്പെഷ്യലി പെൺകുട്ടികൾ കേട്ടോ. ആൺകുട്ടികളും കരയും, പക്ഷെ പെൺകുട്ടികൾ കുറച്ച് ഓവറാ. കരഞ്ഞ് കണ്ണ് വലുതാക്കി ഒരു ഡ്രാമ കാണിക്കും. അത് ശരിയാണോ? ഒരിക്കലും ശരിയല്ല. എന്താ ചെയ്യേണ്ടത്? നമ്മൾ തോൽക്കാൻ തയ്യാറാവണം. തോറ്റാലേ ജയിക്കാൻ കഴിയുള്ളൂ. വീഴ, ഒരു സിനിമയിൽ ഇപ്പോൾ പുതിയ ഡയലോഗ് വന്നിട്ടില്ലേ, എന്താണ്? വീഴ, നീക്കുക, റിപ്പീറ്റ്. വീഴ, നീക്കുക, റിപ്പീറ്റ്. കേട്ടിട്ടില്ലേ? വീഴും, നീക്കണം, വീണ്ടും ചെയ്യണം, ചിലപ്പോൾ വീഴും, വീണ്ടും നീക്കുക, വീഴ, നീക്കുക. അങ്ങനെയാണ് ഞാൻ റിസർച്ച് ചെയ്തത്. എല്ലാവരും 4 കൊല്ലം 5 കൊല്ലം കൊണ്ട് PhD തീർത്ത് പണി കഴിഞ്ഞു പോയി. ഞാൻ മാത്രം 10 കൊല്ലം ചെയ്തു. അത് കാരണം എൻ്റെ ഫൗണ്ടേഷൻ വളരെ സ്ട്രോങ് ആണ്, അല്ലേ?
അപ്പോൾ അതുപോലെ വീട് നീക്കുക അതിനുള്ള തയ്യാറാവുക. അതിനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്കൊക്കെ പരിചയമുള്ള മുഖമാണ് കേട്ടോ ഇത്. ഒരു കുട്ടി 6ാം ക്ലാസ്സിൽ ഡ്രോപ്പ് ഔട്ടാണ്, ഫെയിലായിപ്പോയി. പക്ഷെ അവന് പഠിക്കണം എന്നുള്ള താല്പര്യം വിട്ടുപോയി. അപ്പോൾ നിങ്ങളുടെ മൊയ്തു സാറിനെയും കുറേ നല്ല റഷീദ് സാറിനെയും പോലത്തെ ഒക്കെ കുറേ നല്ല സാർ അവനെ വിളിച്ച് പറഞ്ഞു, മകനെ പഠിക്കുക, നിന്റെ അച്ഛനും വലിയ ജോലിയൊന്നുമില്ല, പാവം കൂലി പണിക്കാൻ പോണത്, അമ്മയ്ക്കും പാവം വിദ്യാഭ്യാസമൊന്നുമില്ല, നീ പഠിക്കും നന്നാവുമെന്ന് പറഞ്ഞു. അതിൽ ഇഷ്ടപ്പെട്ട മാഷിൻ്റെ സബ്ജക്റ്റിൽ മാത്രം അവൻ മാർക്ക് എടുക്കും. അപ്പോൾ മറ്റേ സബ്ജക്ട്സിലും പഠിക്കാൻ ഇവർ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അവൻ എന്ത് ചെയ്താൽ അവൻ ഭയങ്കരമായിട്ട് വൈകുന്നേരം കളിയൊക്കെ കഴിഞ്ഞ് അവൻ വന്ന് പഠിക്കാനിരിക്കുമ്പോഴത്തേലും അവൻ പാവം ഒരു നേരമൊക്കെ ഭക്ഷണം കിട്ടുള്ളൂ. പാവപ്പെട്ട കുടുംബത്തിലെത്തിയ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേലും അവന് ക്ഷീണമായി, അവൻ ഉറങ്ങിപ്പോവുക. അങ്ങനെ ഈ ഉറക്കം കാരണം അവന് പഠിക്കാൻ പറ്റാതെ ആയപ്പോൾ അവൻ തീരുമാനിച്ചു, അയ്യോ ഇനി എനിക്ക് ഉറങ്ങാൻ പാടില്ല. അവൻ കളികളൊക്കെ ഒഴിവാക്കി, എന്നിട്ട് പഠിക്കാൻ തീരുമാനിച്ചു. എന്നിട്ടും ഉറക്കം വരിക. അപ്പോൾ അവൻ എന്താ ചെയ്തത്? അവൻ്റെ കയ്യിൽ ഒരു പുതപ്പും ഒരു വിരിയും ഉണ്ടായിരുന്നു. ഈ തണുപ്പത്ത് ഇത് പുതച്ച് കിടന്നു കഴിഞ്ഞാൽ സുഖമല്ലേ? ഡിസംബർ മാസം പുതച്ച് മൂടി കിടന്നുറങ്ങാൻ എന്ത് സുഖാന്നറിയോ? ഏറ്റവും സുഖമുള്ള കാര്യമാണ്. ആ സുഖം കാരണമാണ് എനിക്ക് പഠിക്കാൻ പറ്റാത്തതെന്ന് അവന് തോന്നി. അവൻ അത് രണ്ടും ഉപേക്ഷിച്ചു, വെറും നിലത്ത് കിടന്നു. വയറ് വിശപ്പ് പറയണ വിശപ്പ്, ഞാൻ ഉദ്ദേശിക്കുന്ന വിശപ്പ് രാത്രി ഫുൾ വയറ് ഇതുവരെ ബിരിയാണി കഴിച്ച്, കോഴിക്കോട് ബിരിയാണിയൊക്കെ കഴിച്ച്, അടുത്ത ദിവസം രാവിലെ അച്ഛൻ അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണത്തിൽ എനിക്കിഷ്ടപ്പെട്ട ചട്നി ഉണ്ടാക്കിയില്ല എന്ന് പറഞ്ഞ് ബോയ്ക്കോട്ട് ചെയ്യണേ, വേണ്ടാന്ന് വെക്കണ വിശപ്പല്ല, ഭക്ഷണമേ ഇല്ലാത്തതിൻ്റെ ഒരു വിശപ്പ്. ആ വിശപ്പ് അനുഭവിച്ചറിഞ്ഞ് ആ തണുപ്പത്ത് കിടന്ന ഉറക്കം വരുമോ? നല്ല തണുപ്പത്ത് നിലത്ത് കിടന്ന ഉറക്കം വരുമോ? ഇല്ല. അവൻ ഉണർന്നു, പഠിക്കാൻ തുടങ്ങി. അവൻ മിടുക്കനായി പാസ്സായി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ടെക്നോളജിയിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അവൻ വീണ്ടും കയറുന്നത് എവിടെയാ? IIM, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. എല്ലാവരും ആഗ്രഹിക്കുന്ന സ്ഥലത്ത് എത്തിപ്പെട്ടു. അവിടെ എത്തി അവൻ ഇംഗ്ലീഷ് അറിയില്ല. അവൻ വിചാരിച്ചു ഇത്രയും എനിക്ക് എത്താൻ കഴിയുമെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കാനാ ബുദ്ധിമുട്ട്. 2 മാസം കൊണ്ട് അവൻ ഇംഗ്ലീഷ് പഠിച്ചു, മിടുക്കൻ. അത് കഴിഞ്ഞ് ഇപ്പം ആ മനുഷ്യൻ ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? കേരളത്തിലെ ആണ് ഒറിജിൻ. ഇനി നമുക്ക് അശ്വമേധം കളിക്കാം. ആരാണെന്ന് പറയാൻ പറ്റുമോ? മിടുക്കി കുട്ടികൾക്കും. ആരാണ്? അല്ല. ഏതാണ് ജില്ല? വയനാട് ജില്ല, കൽപ്പറ്റ. ക്ലൂ തന്നു കേട്ടോ. ഫ്രഷ് ഫുഡ്സിനൊക്കെ അറിയപ്പെടുന്നത് ഇഡ്ഡലി, ദോശ, അതൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് ഇപ്പോൾ. വെരി ഗുഡ്, ID മുസ്തഫ PC അല്ലേ? ആ മനുഷ്യന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവരുടെ അച്ചീവ്മെന്റ് ഈ കൊല്ലം ആ മനുഷ്യനാണ് ടൈക്കോൺസ് ഓഫ് ടുമോറോ എന്ന ടൈറ്റിലും വിൻ ചെയ്തിട്ടുണ്ട്. ടൈക്കോൺസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ടൈക്കോൺ എന്നുള്ള വേർഡിന്റെ അർത്ഥം ഏറ്റവും സമ്പത്ത് ഉണ്ടാക്കുന്ന, ഏറ്റവും നല്ല ബിസിനസ്മാൻ, ഏറ്റവും വലിയൊരു ഓൺടർപ്രിനർ എന്നുള്ള അവാർഡാണ് ഈ ടൈക്കോൺസ് ഓഫ് ടുമോറോ എന്നുള്ള അവാർഡ്. ആ അവാർഡിന്റെ ജേതാവാണ്. അപ്പോൾ ഈ കഷ്ടപ്പാടും ഈ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കാൻ തയ്യാറായാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റൂ. അപ്പോൾ എൻ്റെ 3ാമത്തെ ടിപ്പ് എന്താണ്? ഫേസ് ദ ചാലഞ്ച്. എഴുതിക്കോളൂ നോട്ട്ബുക്കിൽ, അല്ല പേപ്പറിൽ. ഫേസ് ദ ചാലഞ്ച്. കഴിഞ്ഞോ? ഞാൻ എൻ്റെ കൂടെ ഒരു കുഞ്ഞ കഥയും കൂടി പറയാം കേട്ടോ. സമയം പോകുന്നുണ്ട് അല്ലേ? പെട്ടെന്ന് പറയാം. ഒരു കുഞ്ഞ കഥയും കൂടി പറയാം. ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന് അടുത്ത് 2 പ്രാവുണ്ടായിരുന്നു. പണ്ടൊക്കെ ഈ പ്രാവിനെ പറത്തുക എന്നുള്ളൊരു കൗതുകം ഉണ്ടായിരുന്നല്ലോ. ആ 2 പ്രാവുകളുണ്ടായിരുന്നു. 2 പ്രാവിനെയും ഇയാൾ സ്വർണ്ണക്കൂട്ടിലിട്ടാണ് വളർത്തുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കോമ്പറ്റീഷൻ വന്നു. പല രാജ്യങ്ങളിൽ നിന്നും പ്രാവുകൾ വരും. ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പ്രാവിന് സമ്മാനം. ആ രാജ്യത്തിലേക്ക് ഭയങ്കരമായ സ്വത്തോ എന്തൊക്കെയോ ഗിഫ്റ്റ് കിട്ടും, അങ്ങനെ എന്തൊക്കെയോ ഭയങ്കര വാഗ്ദാനങ്ങൾ. അതിൽ ആ രാജാവിന് ഭയങ്കര സന്തോഷമായി. അപ്പം എൻ്റെ അടുത്ത് 2 പ്രാവുണ്ടല്ലോ, ആ പ്രാവിനെ ട്രെയിൻ ചെയ്യാൻ ഒരു മന്ത്രിനെ വിളിച്ചു. ഇന്ന് അതിനെ കൊണ്ടേക്കോ, ഇത്ര ദിവസം കൊണ്ട് എൻ്റെ പ്രാവായിരിക്കണം ഏറ്റവും കൂടുതൽ ഉയരത്തിൽ പറക്കേണ്ടത് എന്ന് പറഞ്ഞു വിട്ടു. മന്ത്രി സമ്മതിച്ചു. നിങ്ങൾക്ക് ബാഹുബലി സെറ്റൊക്കെ ഓർമ്മ വരുന്നില്ലേ? ബാഹുബലി സിനിമയിലെ നല്ല അടിപൊളി സെറ്റപ്പ്. ആ സെറ്റപ്പിലത്തെ ഒരു പാർക്കിൻ്റെ ഉള്ളിൽ ഈ പ്രാവിനെ ട്രെയിൻ ചെയ്യുക ഈ മന്ത്രി. ഒരു പ്രാവ് കുറച്ചൊക്കെ പറക്കുന്നുണ്ട്. ഒരു പ്രാവ് കുറച്ച് ദൂരം പോവും, തിരിച്ചു വന്നിരിക്കും. കുറച്ച് ദൂരേ പോവുള്ളൂ. പിന്നെ ഒരു കൊമ്പുണ്ട്, ആ കൊമ്പിൻ്റെ മുകളിൽ കയറിയിരിക്കും, മരക്കൊമ്പിൻ്റെ മുകളിൽ കയറിയിരിക്കും. എന്ത് ചെയ്താ ഇവർ ഗൺ വെച്ച് ഷൂട്ട് ചെയ്ത് നോക്കി, എന്തൊക്കെയോ ചെയ്ത് നോക്കി, തയ്യാറല്ല, പ്രാവ് പറക്കുന്നില്ല. അങ്ങനെ മത്സരം അടുക്കാറായപ്പോൾ രാജാവിന് ആദ്യ തുടങ്ങി. അയ്യോ എനിക്ക് ജയിക്കണ്ടേ, എനിക്ക് വിജയിച്ചല്ലേ പറ്റൂ. അങ്ങനെ ആ രാജ്യത്തിലുള്ള എല്ലാ ജനങ്ങളെയും വിളിച്ചു. എന്നിട്ട് ഈ പ്രാവിനെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഏതൊരു മനുഷ്യൻ, ഈ കൂട്ടത്തിൽ ഏതാൾക്ക് വേണമെങ്കിലും ഏറ്റെടുക്കാം ഈ ചലഞ്ച്. നമ്മൾക്ക് ഇപ്പോൾ സെൽഫി ചലഞ്ച് ഒക്കെ അല്ലേ, അതുപോലത്തെ അന്നത്തെ ചലഞ്ച്. ഏത് ചലഞ്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റെടുക്കാം.
ഈ പ്രാവിനെ ഏറ്റവും ഉയരത്തിൽ പറപ്പിക്കാൻ കഴിവുള്ള മനുഷ്യന് എന്തൊക്കെയോ ഭയങ്കരമായ സമ്മാനങ്ങൾ, റൈറ്റ്? കോൺഫിഡൻസ്, മറ്റേ എന്താണ് റിയാലിറ്റി ഷോയിൽ ഇപ്പം എന്താ വീടൊക്കെയല്ലേ കൊടുക്കണേ, അതുപോലെ ഭയങ്കര സമ്മാനങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചു. എല്ലാ കുട്ടികളും എല്ലാവരും ഇങ്ങനെ കേട്ട് നിൽക്കുക, ഒരാൾക്കും ധൈര്യമില്ല. അതിലൊരു കുഞ്ഞു പയ്യൻ, നിങ്ങളെപ്പോലത്തെ 8ലും 9ലും 10ലും ഒക്കെ പഠിക്കുന്ന ഒരു ചെക്കൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ ചെയ്യാം, ഞാൻ ഏറ്റെടുത്തോളാം, പ്രാവിനെ പറപ്പിച്ച് കാണിച്ചു തരാം. അങ്ങനെ ഈ പ്രാവിനെയും കൊണ്ട് ഈ ബാഹുബലി കൊട്ടാരത്തിനെ പോലത്തെ കൊട്ടാരത്തിൽ ചെന്നിട്ട് ഇവൻ പറപ്പിക്കാൻ നോക്കും, പ്രാവ് പറക്കില്ല. ആ കുട്ടി ഏറ്റെടുത്തതല്ലേ, അവൻ ബാഹുബലി സെറ്റിൽ കൊണ്ടുപോയിട്ട് മറ്റേ പാർക്കിൽ കുട്ടീനെ മറ്റേ പ്രാവുകളെ പറത്തിക്കാൻ ശ്രമിക്കുന്നു, സംഭവിക്കുന്നില്ല. അപ്പൊ അവനിങ്ങനെ കുറച്ചു നേരം ഒബ്സർവ് ചെയ്തു. നിങ്ങളെ പോലെ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള വലിയ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്, ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഈ പ്രാവ് പറക്കാത്തത്. അവൻ ശ്രദ്ധിച്ചത് എന്താണെന്നറിയോ, ആ പ്രാവ് കുറച്ച് ദൂരം പറക്കും, അവിടെ ഒരു മരക്കൊമ്പുണ്ടാവും, ആ മരക്കൊമ്പിൽ കയറി സുഖമായിട്ട് ഈ പ്രാവ് ഇരിക്കും, പിന്നെ പറക്കില്ല. അപ്പൊ അവന് മനസ്സിലായി കാര്യം. ഇവൻ വേഗം ഒരു മടാൾ കൊടുന്നു, ആ കൊമ്പ് വെട്ടിക്കളഞ്ഞു. പ്രാവിനെ വിട്ടപ്പോൾ പിന്നെ പ്രാവ് പറന്നു തുടങ്ങി. അതുപോലെയാണ് നമ്മളുടെ ജീവിതത്തിൽ വരുന്ന ചലഞ്ചസ്. ആ ചലഞ്ചസും ഡിസ്ട്രാക്ഷൻസ് എന്ന് പറയുന്നത് ഞാൻ എന്തൊക്കെയാ, നമ്മളെ വഴിതെറ്റിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. മൊബൈൽ ഉണ്ട്, TV ഉണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്, വൈഫൈ ഉണ്ട്, അങ്ങനെ പല ലഹരികൾ മരുന്നുകളുണ്ട്, പല കാര്യങ്ങളും ഉണ്ടാവും. ആ മരക്കൊമ്പിനെ വെട്ടിക്കളഞ്ഞ പോലെ, അത് നമ്മൾ വെട്ടിക്കളഞ്ഞാൽ മാത്രമേ നമുക്ക് ഉയരത്തിലേക്ക് എത്താൻ പറ്റൂ. അപ്പം എൻ്റെ നെക്സ്റ്റ് ടിപ്പാണ് ഗെറ്റ് അവേ ഫ്രം ഡിസ്ട്രാക്ഷൻസ്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഡിസ്ട്രാക്ഷൻസിനെ ഒക്കെ മാറ്റിക്കളയുക. ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഇൻ യുവർ പേപ്പർ. എഴുതിക്കോളൂ, ഗെറ്റ് അവേ ഫ്രം ഡിസ്ട്രാക്ഷൻ. ഡിസ്ട്രാക്ഷൻ സ്പെൽ ചെയ്യണോ? DISTRACTION. ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് മനസ്സിലായില്ലേ? നമ്മൾക്ക് നമ്മളുടെ വിജയത്തിൽ എത്താൻ തടസ്സമുണ്ടാക്കുന്ന കാര്യങ്ങൾ, നമ്മളെ വഴിതെറ്റിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, ആ വഴിതെറ്റിക്കുന്ന സോറി കേട്ടില്ല. ഓക്കെ, മനസ്സിലായി, ഫൈൻ. സോ ആ വഴിതെറ്റിക്കുന്ന കാര്യങ്ങളെ നമ്മൾ മുറിച്ചു മാറ്റുക. അപ്പോൾ അതിനെ ഒരു എക്സാമ്പിളും കൂടി പറയാം. നമ്മളുടെ മുമ്പിൽ ഒരു 100 ആൾക്കാരെ ഒരുമിച്ച് ഒരു ഹാളിൽ ഇരുത്തിന്ന് കൂട്ടുക. എല്ലാവരുടെ മുമ്പിലും ഓരോ മൊബൈൽ വെച്ച് കൊടുത്തു, റൈറ്റ്? എന്നിട്ട് ഈ സമയം തൊട്ട് ഈ സമയം വരെ ഈ മൊബൈൽ നിങ്ങളുടെ മുന്നിലിരിക്കും, തൊടരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ 100 കുട്ടികളിൽ ആരെങ്കിലും തൊടാതിരിക്കുമോ? നിങ്ങളുടെ ഒക്കെ മുന്നിൽ വെച്ച് തന്നു. കറക്റ്റ് നിങ്ങളുടെയൊക്കെ ഇഷ്ട പരിപാടി വരുന്ന, എന്താ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടപ്പെടുന്ന ആ സമയം, ആ കാണുന്ന സമയത്ത് ഒരു പരിപാടി വരണ സമയത്താണ് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ ഒരു ഐഫോൺ വെച്ച് തന്നു. എന്നിട്ട് പറഞ്ഞു, ഈ സമയം തൊട്ട് ഈ സമയം വരെ നിങ്ങൾ തൊടരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് തൊടാതിരിക്കും? ഒന്ന് ഹാൻഡ് റൈസ്. തൊടൂല, മിടുക്കൻ, വെരി ഗുഡ്, അതാണ് വേണ്ടത്. തൊടൂല, വെരി ഗുഡ്. തൊടാതെ ഇരിക്കുന്ന ആൾക്കാര് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യും. തൊട്ടുപോകുന്ന ആൾക്കാർ ഹിസ്റ്ററി പഠിച്ച് മനസ്സിലാക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം, ഞാൻ ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യണോ അതോ ഹിസ്റ്ററി ലേൺ ചെയ്യണോ? ഹിസ്റ്ററി സബ്ജക്റ്റ് ഇരുന്ന് വായിച്ച് പഠിച്ച് പരീക്ഷ എഴുതണോ അതോ ഞാൻ ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യണോ? ഞാൻ ഉണ്ടാക്കുന്ന ഹിസ്റ്ററി മറ്റുള്ളവർ വായിച്ച് പഠിക്കണം. ഈ ID മുസ്തഫ സാറിന്റെ കാര്യം പറഞ്ഞപ്പോൾ സാറ് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തു അല്ലേ? അത് കാരണമല്ലേ ഇപ്പം ഞാൻ ആ സാറിനെ കുറിച്ച് സംസാരിക്കണേ. അത് കാരണമല്ലേ നിങ്ങൾക്കൊക്കെ ആ സാറിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റി ശരിയായിട്ട്. സോ ഡിസൈഡ് വെദർ യു ഹാവ് ടു ക്രിയേറ്റ് ദ ഹിസ്റ്ററി ഓർ റീഡ് ദ ഹിസ്റ്ററി. അപ്പോൾ ഇറ്റ് ഈസ് ഇൻ യുവർ ഹാൻഡ്സ്. അപ്പോൾ അതുപോലെ പല ഡിസ്ട്രാക്ഷൻസും വരും, പല ഡിസ്ട്രാക്ഷൻസും വരും. ആ ഡിസ്ട്രാക്ഷൻസിനെ ഒക്കെ ഒഴിച്ചു മാറ്റുമ്പോൾ ഞാൻ ഇനിയൊരു എക്സാമ്പിളും കൂടി പറയാം. നമുക്ക് തിരിച്ചു പോകുമ്പോൾ, നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി സ്കൂളിലേക്ക് എത്തി തിരിച്ചു പോണ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ 100% ഉറപ്പുണ്ട്. എന്താണ്? എൻ്റെ അമ്മ, എൻ്റെ ഉമ്മ എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കാത്തിരിക്കുന്നുണ്ടാവും. നിങ്ങൾ വരാൻ 1 മിനിറ്റോ 2 മിനിറ്റോ 3 മിനിറ്റോ വഴുകി കഴിഞ്ഞാൽ 100 തവണ ഗേറ്റിൻ്റെ അവിടെ വന്നു പോണ ഉമ്മയും ഉപ്പയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ? അതല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ എത്തിപ്പെട്ടിട്ടില്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ആ കുട്ടി എവിടെ പോയി, ആ സ്റ്റുഡൻറ്റ് എവിടെ പോയി എന്ന് വേവലാതിപ്പെടുന്ന മാഷും ടീച്ചറും ഒക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതൊന്നുമില്ലാത്ത മക്കളുണ്ട് സത്യമായിട്ടും, നമ്മൾ കണ്ടറിയാനിട്ടാ. സാറ് പറഞ്ഞില്ലേ ദ ത്രഷോൾഡ് ഓഫ് എർത്ത്, വാനിമേലിൽ ഉള്ള മക്കള് ഞങ്ങളുടെ ചെറിയ ഗ്രാമമാണ്, കുഗ്രാമമാണ്, എക്സ്പോഷേഴ്സ് ഇല്ല, എന്നാലും ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നു, ഉയർത്തുന്നു എന്ന്. അതാണ് നിങ്ങളുടെ ഭാഗ്യം. വി ആർ ബ്ലെസ്ഡ് അല്ലേ?
നമുക്ക് ഇന്ന് ഈ സമയത്ത് ഈ നിമിഷം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ തന്ന ടെക്നോളജി തന്നതിന് ടെക്നോളജിക്ക് താങ്ക്സ് പറയണം. ആണോ വേണ്ടേ? അല്ലേ? അല്ലെങ്കിൽ വാണിമേലത്തെ കുട്ടികളെ എനിക്ക് കാണാൻ പറ്റുമോ? ഇല്ല. എൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് സംസാരിക്കാൻ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്കൊരില്ല മൊബൈലുണ്ട്, നിങ്ങൾക്ക് ആ മൊബൈലോ ലാപ്ടോപ്പോ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇതുപോലെ അറേഞ്ച് ചെയ്ത് തരാൻ മൊയ്തു സാർ ഉണ്ട്. ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേറെയുള്ള മാഷുകളുണ്ട്. ഇതൊക്കെ ചെയ്തോ മക്കളെ, പഠിക്കും മക്കളെ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ബാക്ക് ബോൺ ആയിട്ട് നിൽക്കാൻ അടിപൊളി അച്ഛനും അമ്മയുണ്ട്. ഇതൊന്നും ഇല്ലാത്ത മക്കളുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറയാതില്ല. ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഞങ്ങൾ എപ്പോഴും കുറച്ച് പിള്ളേരുമായിട്ട് ഒരു ഓർഫണേജിലോ അല്ലെങ്കിൽ ഈ ഓൾഡ് ഏജ് ഹോമിലോ ഒക്കെ പോകണ ഒരു പരിപാടിയുണ്ട്. ഞങ്ങൾ എന്തെങ്കിലും പൈസ തുണിയൊക്കെ കളക്ട് ചെയ്തിട്ട്, ഫുഡൊക്കെ കളക്ട് ചെയ്തിട്ട് ഒരു ദിവസം പോയി രാവിലെ തൊട്ട് ഉച്ച വരെ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യും. ഇത് ഞാൻ എടുത്ത ഇനീഷ്യേറ്റീവാണ്. എന്തിനാണ് ഇത് ഇനീഷ്യേറ്റീവ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള സാധനങ്ങൾക്ക് നമുക്ക് വിലയില്ല. ഒന്നും തോന്നരുത്. ഈ പ്രസന്റ് ജനറേഷനിൽ മാത്രമല്ല, ഞങ്ങളൊക്കെ എൻ്റെ ഒരു ജനറേഷനിൽ ഞാനൊക്കെ സ്കൂളിൽ പോവുകയാണെങ്കിൽ, സ്കൂളിൽ പോകും മുമ്പേ എനിക്ക് ചില ഡ്യൂട്ടീസ് ഉണ്ടാവും. മിറ്റടിക്കണം, അല്ലേ? മിറ്റടിക്കണം. സാറിനോടൊക്കെ ചോദിച്ചു നോക്കൂ, സാറിനും ചില ഡ്യൂട്ടീസ് ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ സ്കൂളിൽ പോയിരുന്നത്. അത് കാരണം ഞങ്ങൾക്ക് ഈ വാല്യൂ, ഈ പഠിക്കണം എന്നുള്ളത് ഭയങ്കര സ്പിരിറ്റാണ്. കഷ്ടപ്പെടണം, പഠിക്കണം, എനിക്ക് പഠിച്ചേ പറ്റൂ എന്നുള്ള ചിന്ത ഉണ്ടാവും. ഇന്നതല്ല. നിങ്ങൾ രാവിലെ 7 മണിക്ക് എണീക്കുന്നു, അച്ഛനമ്മ തരുന്ന ഭക്ഷണം കഴിക്കുന്നു, അച്ഛൻ വണ്ടിയിലോ കാറിലോ കൊണ്ട് ഇറക്കുന്നു, അതുപോലെ തിരിച്ചു വരുന്നു. ട്യൂഷൻ, എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ വെച്ച് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ചില സമയത്ത് പേടിയാ, നിങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും വാല്യൂ അറിയാതെ പോകുന്നുണ്ടോ, നിങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും വില അറിയാതെ പോകുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിൽ ഭയങ്കര പേടിയാ. എൻ്റെ മക്കൾക്ക് അതിൻ്റെ വാല്യൂ അറിയണം. അമ്മയ്ക്ക് ഓപ്ഷൻ ഉണ്ട്. അമ്മയ്ക്ക് 5 മണിക്ക് നീട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഒരു ദൈവത്തിനും സൈൻ ചെയ്തിട്ടല്ല ഞങ്ങൾ ജനിച്ചു വന്നിരിക്കുന്നത്, അല്ലേ? ഇല്ല, ഒരാളോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷേ എന്നാലും നിങ്ങളുടെ അമ്മ 5 മണിക്ക് നീക്കും, മോനെ ഉണര്, മോളെ ഉണര്, പഠിക്കേ, ഇന്നാ കട്ടൻ കാപ്പി, ഇന്നാ കട്ടൻ ചായ എന്നും പറഞ്ഞ് നിങ്ങളുടെ പിന്നാലെ നടക്കും. അത് നമ്മളുടെ ഭാഗ്യമാണ്. ഈ ഭാഗ്യം എല്ലാ മക്കൾക്കും കിട്ടില്ല. ഞാൻ ഈ ഓർഫണേജിൽ പോയിട്ടേ ഒരു ദിവസം ഇതേപോലെ നിങ്ങളുടെ അടുത്തൊക്കെ സംസാരിക്കണ പോലെ ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ, പാവം കുട്ടികളാട്ടോ, ആ കുട്ടികളോട് സംസാരിക്കാൻ പോയി. അതിൽ ഞാൻ ഇപ്പം നിങ്ങളോടൊക്കെ ചോദിക്കുന്ന പോലെ തന്നെ വളരെ സൗഹൃദത്തിൽ നന്നായിട്ട് സംസാരിച്ച്, മക്കളെ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചു. ചെയ്തത് അബദ്ധമായി എന്ന് എനിക്ക് ഒരു നിമിഷം തോന്നി. മക്കളെ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചാൽ അവരൊക്കെ കഴിച്ചു പറഞ്ഞു. അതിലൊരു നിങ്ങളത്തെ പോലത്തെ ഒരു സ്മാർട്ടായ കുട്ടി എന്നെ ഇങ്ങനെ തോണ്ടിയിട്ട് ടീച്ചർ കഴിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കഴിച്ചല്ലോ. അപ്പം എന്താ കഴിച്ചേ? എൻ്റെ ഉത്തരം, ഞാൻ ചപ്പാത്തി കഴിച്ചു. അവൻ്റെ ഉത്തരം എന്തായിരുന്നു നിങ്ങൾക്ക് കേൾക്കണോ? ചപ്പാത്തിയോ? ഞങ്ങൾക്കൊക്കെ ചപ്പാത്തി ആ ഓർഫണേജിൻ്റെ ഓണറിൻ്റെ പിറന്നാൾ ദിവസം മാത്രമേ കിട്ടൂ. അത്രയും ഭാഗ്യമില്ലാത്ത മക്കളും ഉണ്ട് ഇവിടെ, അല്ലേ? അപ്പോൾ അവരെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാ. നമുക്ക് സപ്പോർട്ട് സിസ്റ്റം അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് വേണ്ടതൊക്കെ ചെയ്തു തരാൻ അച്ഛനമ്മയുണ്ട്. നമുക്ക് വേണ്ടത് നമ്മളുടെ ഗോൾ സെറ്റ് ചെയ്യുക, അതിനു വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്, അല്ലേ? നമ്മൾ ഈ സിനിമ പാട്ടൊക്കെ കേൾക്കുന്നില്ലേ എപ്പോഴും? വിജയ്, തമിഴ് സിനിമയൊക്കെ വിജയിക്കണത് കേരളത്തിലെ ആൾക്കാരുണ്ടായിട്ടാണെന്ന് എല്ലാവരും പറയുന്നത്. തമിഴ് സിനിമ തമിഴ്നാട്ടിലെ കാണുന്നേക്കാളും കൂടുതൽ കേരളത്തിലെ കുട്ടികൾ അത്രേ കാണുന്നത്. എനിക്കറിയില്ല കേട്ടോ, കുറേ സ്റ്റഡീസ് പറയണതാ. അപ്പോൾ അതിനകത്തുനിന്ന് ഒരു പാട്ട് ഞാൻ പറഞ്ഞുതരാം. വിജയ് പാടുന്ന പാട്ടില്ലേ, എല്ലാ പുകഴും ഒരുവനിക്കേ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അത് ഞാനിങ്ങനെ ഒരു ദിവസം എപ്പോൾ കണ്ടാലും എൻ്റെ കുട്ടികൾ പാടുന്ന കേൾക്കാം. അപ്പോൾ ഇതെന്ത് ഈ പാട്ടിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് മനസ്സിലായത്. ആ പറയണത് എല്ലാവരുടെയും നമ്മൾ വിജയിക്കണതിൻ്റെ ഒക്കെ ഗ്രാറ്റിറ്റ്യൂഡ് ദൈവത്തിന് കൊടുത്തും കൊണ്ടേയിരിക്കുക. ദൈവമേ താങ്ക് യു എന്ന് പറയാനല്ല ഞാൻ പറഞ്ഞത്. ദൈവത്തിനോട് താങ്ക്സ് പറഞ്ഞ് നീ നദി പോലെ ഒഴുകിക്കൊണ്ടിരുന്ന വെച്ചാൽ നദി എങ്ങനെയാണോ അതേപോലെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ വർക്ക് ചെയ്യുമ്പോഴാണ് ദ റൂട്ട് ഓഫ് സക്സസ്. ആ സക്സസിന്റെ റൂട്ട് ഭയങ്കര ടൈറ്റ് ആവും മണ്ണിൽ. പിന്നെ നമ്മളെ ആർക്കും തള്ളി തകർത്താൻ പറ്റില്ല. അപ്പൊ അതിന് നമുക്ക് എന്താ വേണ്ടത്? ഗെറ്റ് അവേ ഫ്രം ഡിസ്ട്രാക്ഷൻസ്. നമ്മളുടെ ഡിസ്ട്രാക്ഷൻസിനൊക്കെ മാറ്റി വെക്കുക. നമുക്ക് കിട്ടിയ സൗഭാഗ്യങ്ങൾക്കൊക്കെ താങ്ക്സ് പറയുക. അപ്പൊ എന്റെ നെക്സ്റ്റ് പോയിന്റ് എഴുതിക്കോളൂ പേപ്പറിൽ. ഷോ ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ വാട്ട് യു ഹാവ്. ഷോ ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ വാട്ട് യു ഹാവ്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോവാം, അല്ലേ? ഇനി ഫീൽ കോൺഫിഡൻറ്റ്. ചില കുട്ടികളുണ്ട്, മാം ഞാൻ എല്ലാം പഠിച്ചു മാം, ഇന്നിപ്പം ഞങ്ങളുടെ സ്കൂളിൽ 10ാം ക്ലാസ് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുക, CBSEയുടെ ടേം എക്സാം. മാം ഞാൻ എല്ലാം പഠിച്ചു മാം, പക്ഷെ എനിക്ക് പേടിയാ, എനിക്ക് പേപ്പർ കാണുമ്പോൾ എനിക്ക് കയ്യും കാലും വിറയ്ക്കും. ചില കുട്ടികൾ കാണാം കണ്ണിന്ന് വെള്ളം ചാടുന്നു. ഇങ്ങനെയൊക്കെ കുട്ടികളുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത്,
നിങ്ങൾക്ക് വേണ്ടത് കോൺഫിഡൻസ് ആണ്. നമ്മൾ എത്ര പഠിച്ചിട്ടും കാര്യമില്ല. ഈ വിജയിക്കുന്നവർക്കൊക്കെ എന്താണെന്നറിയോ, ഒരു ട്രിക്ക് ഉണ്ട്. ഈ വിജയിക്കുന്ന ആൾക്കാരൊക്കെ നിങ്ങൾ മിക്കവാറും ഈ മത്സരങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ഇങ്ങനെ സംസാരിക്കണ എലക്യൂഷൻസ് അങ്ങനത്തെ ഇതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിയുള്ള ആളൊന്നും ആയിരിക്കില്ല വിജയിക്കുക. അവന് ഭയങ്കര കഴിവാണെന്നൊന്നും വിചാരിക്കണ്ട. അവൻ ആ ട്രിക്ക് അറിയാം. ആ ട്രിക്ക് പഠിക്കണം. അതിനെന്ത് വേണം? കോൺഫിഡൻസ് വേണം. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ഭയങ്കര ഒരു നാണം കുണുങ്ങിയായിരുന്നു ഒരു 8 9 വരെ. സ്റ്റേജിൽ കയറി സംസാരിക്കാന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ കിടുകിടുകിടാന്ന് വരയ്ക്കും. എനിക്ക് ഭയങ്കര പേടിയാണ്. അതിൽ ഞാൻ ഒരു ദിവസം ഇംഗ്ലീഷ് ടീച്ചർ എന്നോട് പറഞ്ഞു, നീ കയറി സംസാരിച്ചേ പറ്റൂ. ഇത് മൊയ്തു സാറിനെയൊക്കെ പോലെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീച്ചറാണ്. ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. എനിക്ക് കിട്ടിയ എൻ്റെ അച്ഛനമ്മ, എനിക്ക് കിട്ടിയ പേരൻസ് എല്ലാവരും എന്നെ ഇങ്ങനെ ഉന്തി തള്ളുക, നന്നാവുകയാണെങ്കിൽ നന്നാവട്ടെ വെച്ചിട്ട്. അപ്പോൾ ആ ടീച്ചറിൻ്റെ അടുത്ത് ഞാൻ പോയിട്ട് പറഞ്ഞു, എനിക്ക് വയ്യട്ടോ, എനിക്ക് ഭയങ്കര പേടിയാ മാം എന്ന് പറഞ്ഞു. നല്ല ടീച്ചറാണ്, നന്നായിട്ട് സംസാരിക്കും, നല്ല സ്വീറ്റാണ്. അവരോട് പോയി പറഞ്ഞു എനിക്ക് പേടിയാ മാം എന്ന്. അപ്പം മാം പറഞ്ഞു, എന്താ നിനക്ക് ഇത്ര പേടി? നീ പഠിച്ചിട്ടില്ല? ഞാൻ പഠിച്ചു. നിനക്ക് സംസാരിക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം, നീ പോയി സംസാരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാ, എനിക്ക് എന്തായാലും കിട്ടില്ല. അപ്പോൾ ടീച്ചർ എന്നോട് എന്താണെന്ന് പറയാം, മൊത്തം എത്ര പാർട്ടിസിപ്പൻസ് ഉണ്ടെന്ന് ചോദിച്ചു. 30 പേര് പറഞ്ഞു. 30. ഓക്കെ, നീ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ആരെങ്കിലും നിന്റെ പേര് വിളിക്കും മുമ്പേ നീ കോൺഫിഡൻ്റ് ആയിട്ടൊന്ന് നടന്നു നോക്കി നോക്കാം. 10 പേര് ഡും പേടിക്കും. ഓ, ഈ പെണ്ണിന് എന്തൊക്കെയോ അറിയാമെന്ന് വിചാരിക്കും. 10 പേര് പോയോ? ബാക്കി 20 ഉള്ളൂ. നീ ചെല്ല്, മൈക്കിൽ എടുത്തിട്ട് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ അടിച്ചു പൊളിച്ച് പറയാ, വെരി ഗുഡ് മോർണിംഗ് ടു ദ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ബ്ലാ 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 എന്നുള്ളത് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പറ. ഇനി ഒരു 10 ഡും. അയ്യോ, ഇവരെല്ലാം പഠിച്ചു വന്നിരിക്കുക, ഇവൾക്ക് മറക്കില്ല എന്നുള്ളൊരു തോന്നൽ വരും. 20 പോയോ? ബാക്കി 10 ഉള്ളൂ. അത് നിന്റെ പ്രസന്റേഷൻ, നീ എത്ര നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, അത് നിനക്ക് എങ്ങനെ പറയാൻ കഴിയുന്നു എന്നുള്ളതിൻ്റെ ആ പ്രസന്റേഷൻ, നീ ചെയ്യണ പ്രസന്റേഷൻ കണ്ടിട്ട് ബാക്കിയുള്ള 5-6 പോകും. പിന്നെ നിന്റെ ബോഡി ലാംഗ്വേജ്, നീ എത്ര കോൺഫിഡൻ്റ് ആയിട്ട് ഇങ്ങനെ 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 ഇരിക്കാതെ നല്ല മിടുക്കരായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് ചിരിച്ച് പറഞ്ഞാൽ ഇനി ഒരു 2 ഡും. ബാക്കി എത്ര എണ്ണം ഉണ്ട്? 3. ആ 3 ഒരു പ്രൈസ് നിനക്ക് എന്തായാലും കിട്ടും, പോയിക്കോറുന്നു. അങ്ങനെ പോയതാ ഞാൻ സ്റ്റേജിൽ. പിന്നെ ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നിട്ടില്ല. പിന്നെ ഞാൻ എന്നും സ്റ്റേജിൽ കയറും. തോറ്റോട്ടെ, ആർക്കാ നഷ്ടം? കിട്ടിയാൽ കിട്ടട്ടെ, പോയാൽ പോട്ടെ. ആ ആറ്റിറ്റ്യൂഡിൽ പോകണം. ഒരു തവണ തോൽക്കുമ്പോൾ അടുത്ത തവണ ജയിച്ചേ പറ്റൂ എന്ന് വാശി വരും. ഒരു തവണ ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത തവണ എനിക്ക് ജയിച്ചേ പറ്റൂ, ബിക്കോസ് ഓൾറെഡി യു ഹാവ് ടേസ്റ്റഡ് ദ സ്വീറ്റ്നെസ് ഓഫ് സക്സസ്. നമ്മൾ വിജയത്തിന്റെ സ്വാദ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തോൽക്കാനേ തോന്നില്ല. പിന്നെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും, ജയിച്ചേ പറ്റൂ, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. റൈറ്റ്? അതേപോലെ അത് പറയുമ്പോൾ ഞാൻ എൻ്റെ കുട്ടികളോട് പറയും, നിങ്ങൾ എപ്പോൾ വേണമെങ്കിൽ എൻ്റെ ക്യാബിനിലേ വന്നോ, ഏത് നിമിഷം വേണമെങ്കിൽ വന്നോ. നിങ്ങൾ വരുമ്പോൾ അവിടെ എൻ്റെ ക്യാബിനിൽ CCTVയും ക്യാമറയും ഒന്നുമില്ല. നിങ്ങൾ വരുമ്പോൾ 10 തവണ വരികയാണെങ്കിൽ 100 തവണ വരികയാണെങ്കിലും നിങ്ങൾ വരുമ്പോൾ ഒബ്സർവ് ചെയ്യുക. നിങ്ങളൊരു 10 തവണ വരുന്ന വെച്ചാൽ 8 തവണ നിങ്ങൾ വരുമ്പോൾ മേ ഐ ഗെറ്റ് ഇൻ മാം അതൊന്നും പറയണ്ട, ഡയറക്റ്റ്ലി കയറി വന്നോ. 10 തവണ വരുമ്പോൾ 8 തവണ നിങ്ങൾ എന്നെ നോക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും വായിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ ഞാൻ നല്ല ടീച്ചറാണ്. അപ്പോൾ അവർ പറഞ്ഞു അതെന്താ അങ്ങനെ? പഠിച്ച ടീച്ചറുടെ അടുത്തുനിന്ന് ഓൾറെഡി ഞാൻ എല്ലാം പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഒരു ടീച്ചറുടെ അടുത്തുനിന്ന് പഠിക്കണേക്കാളും നല്ലത് പഠിച്ചും കൊണ്ടേയിരിക്കുന്ന ടീച്ചറുടെ അടുത്തുനിന്ന് പഠിക്കണതാണ്. മനസ്സിലായോ? അപ്പോൾ അവർ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കും. പുതിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. പുതിയ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അവർക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. അത് തന്നെ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. ഞാൻ എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇപ്പോഴത്തെ കുട്ടികളോട് പരീക്ഷയായി പഠിച്ച മക്കളെ എല്ലാം പഠിച്ചു മാം, ഫുൾ ഓക്കെയാ. പറ്റില്ല. നമുക്ക് അറിയാത്തത് ഇനിയും എത്രയോ ഉണ്ടാവും. പഠിക്കുക. അത് മാത്രമേ നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ദർ ഇസ് നോ ഷോർട്ട് കട്ട് ഫോർ സക്സസ്. ഈ സ്റ്റെപ്പിൽ നിന്ന് ഞാൻ മറ്റേ സ്റ്റെപ്പിലേക്ക് ചാടിയാൽ ഞാൻ ജയിക്കുമെന്ന് വിചാരിച്ചാൽ വിഡിത്താണ്. ഒരിക്കലും കഴിയില്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ സ്റ്റെയർ കേസിൽ ഇങ്ങനെ കയറില്ലേ? ഞാൻ സ്റ്റെയർ കേസിൽ കയറുമ്പോൾ എന്നും ചിന്തിക്കുന്ന കാര്യം അത്. ഒരു സ്റ്റെപ്പിൽ കയറി, രണ്ടാമത്തെ സ്റ്റെപ്പിൽ കയറി, കറക്റ്റായിട്ട് കയറി വരുമ്പോൾ നമ്മൾ മുകളിലെത്തുമ്പോൾ നമ്മൾ കിതക്കില്ല. ഒരു നോർമൽ പേഴ്സൺ ആണ്, കൊളസ്ട്രോൾ ഒന്നും ഇല്ല, നമ്മൾ ഗുണ്ടു അല്ലെങ്കിൽ നമുക്ക് കിതക്കേ ഇല്ല, അല്ലേ? നേരെ മറിച്ച് 2-3 സ്റ്റെപ്പ് വെച്ചിട്ട് കാല് വെച്ച് നോക്കൂ, അവിടെ എത്തുമ്പോഴത്തേക്കും നമ്മൾ അല്ലേ? അതാണ് ഷോർട്ട് കട്ട് എടുത്തു കഴിഞ്ഞാൽ ജയിക്കില്ല. ചിലപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന സക്സസ് കുറച്ച് ലേറ്റ് ആകും, സാരമില്ല. പക്ഷെ പയ്യെ ഓരോ സ്റ്റെപ്പും ആസ്വദിച്ച് മനസ്സിലാക്കി അതിനെ ഉൾക്കൊണ്ട് കയറി ചെല്ലുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന സക്സസ് ഉണ്ടല്ലോ, അത് ടേസ്റ്റ് ചെയ്താൽ ആഹാ അടിപൊളി. നിങ്ങളുടെ കോഴിക്കോട് ബിരിയാണിയേക്കാളും ടേസ്റ്റ് ഉണ്ടാവും. റൈറ്റ്? സോ ഇപ്പൊ എല്ലാവരുടെയും വീഡിയോ ഓഫായി. എനിക്ക് മൊയ്തു സാറിനെ മാത്രമേ കാണുന്നുള്ളൂ. എനിക്ക് സങ്കടമാവുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് പറ്റണില്ലേ കഥകളൊന്നും? റിപ്ലൈയും ഇല്ല ഭഗവാനെ. കുറെ തംസപ്പ് ഒക്കെ എനിക്ക് കാണുന്നുണ്ട്. ഉണ്ട്. അപ്പൊ എന്താ വീഡിയോ ഓൺ ആവട്ടെ? ഓക്കെ, റൈറ്റ്. അപ്പൊ നീ എന്റെ നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഫീൽ കോൺഫിഡന്റ്. എഴുതിക്കോളൂ പേപ്പറിൽ. എനിക്ക് തന്ന സമയം ഇനി ഒരു 10 മിനിറ്റ് കൂടി ഞാൻ എടുക്കും സർ.
8:54, 9:10 ഞാൻ അവസാനിക്കാം കേട്ടോ. റൈറ്റ്. ഇനി അടുത്തത് ആത്മാർത്ഥതയോട് കൂടിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. റൈറ്റ്. അതിൻ്റെ ഒരു ഓപ്ഷൻ പറഞ്ഞുതരാം, അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ ഇപ്പോൾ ഓൺലൈനിലല്ലേ എക്സാം, അപ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. 2 ചോയ്സ് ഉണ്ട്. ഒന്നെങ്കിൽ കോപ്പി അടിച്ച് ജയിക്കാം, റൈറ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു കുട്ടി എന്നോട് പറഞ്ഞു ടേക്ക് ഫുൾ ടൈം. ഇതിനപ്പുറം എനിക്ക് എന്താ വേണ്ട, ഞാൻ ഫുൾ ടൈം എടുക്കാൻ പോവാ. താങ്ക് യു സോ മച്ച്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട് മക്കളെ. ഒന്നെങ്കിൽ അറിയണത് 5 മാർക്കിനെ അറിയുള്ളൂ വെച്ചാൽ 5 മാർക്കിന് കാണാതെ തന്ന ക്വസ്റ്റ്യൻ പേപ്പറിന് വേറെ എവിടെയും സെർച്ച് ചെയ്യാതെ ആൻസർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ സുഖമായിട്ട് വീഡിയോ ഓഫ് ചെയ്ത് വെച്ച് എല്ലാ പുസ്തകങ്ങളും വെച്ച് പോരാത്തതിന് അലക്സ എന്ന് പറഞ്ഞൊരു സാധനം വന്നിട്ടുണ്ട്. കണ്ടുപിടുത്തത്തിൽ എനിക്കിപ്പോൾ ഏറ്റവും വെറുപ്പുള്ള സാധനം അലക്സ. നിങ്ങൾക്കൊക്കെ അറിയോന്നറിയില്ല. അലക്സനെ കുറിച്ച് അറിയോ മക്കളെ? അലക്സ കേട്ടിട്ട് അറിയാം. ആ സാധനം വെച്ചിട്ട് ഒരു കോമഡി ഉണ്ടായി, ഞാൻ അതുകൂടി പറഞ്ഞുതരാം. ആ സാധനത്തിനാണ് എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ വെറുപ്പ്. അതെന്താന്ന് കാരണം പറഞ്ഞിട്ടെ. കുട്ടികളോട് ചോദ്യങ്ങൾ ചോദിച്ചാൽ മാം ക്യാൻ യു പ്ലീസ് റിപ്പീറ്റ് ദ ക്വസ്റ്റ്യൻ എന്ന് ചോദിക്കും. അപ്പം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഈ റിപ്പീറ്റ് ചെയ്യണ എന്തിനാണെന്നറിയോ? അലക്സയോട് ചോദിച്ച് മനസ്സിലാക്കാനാ. അലക്സ ഉത്തരം പറയും, ആ ഉത്തരം അവർ ഇങ്ങോട്ട് പറയും. അതാണ് ഉണ്ടാവാറ്. അത് കാരണം എനിക്കിപ്പോൾ അലക്സ ഇഷ്ടമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അലക്സേനെ കേട്ട് ആൻസർ എഴുതി മാർക്ക് 100-ൽ 100 വാങ്ങാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞത് പഠിച്ചത് ടീച്ചർ പറഞ്ഞതൊക്കെ ഓർത്തെടുത്ത് 5 മാർക്ക് വാങ്ങി 95 മാർക്ക് എൻ്റെ കുറഞ്ഞു പോയല്ലോ എന്ന് വിചാരിച്ച് അടുത്ത പ്രാവശ്യം അത് 5, 10, 15, 100ലേക്ക് എത്തിക്കാം. ദ ചോയ്സ് ഇസ് യോഴ്സ്. നമ്മളുടെ ആത്മാർത്ഥത എപ്പോഴാണെന്നറിയോ? നമ്മളുടെ ക്യാരക്ടർ അല്ലെങ്കിൽ നമ്മൾ ആരാന്ന് എപ്പോഴാണ് അറിയാമെന്നറിയോ? ആരും നമ്മളെ ഒബ്സർവ് ചെയ്യണില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു കാര്യം ചെയ്യില്ലേ. എന്നെ ആരും കാണുന്നില്ല, ലോകത്ത് ആർക്കും കണ്ണ് കാണുന്നില്ല, എനിക്ക് മാത്രമേ കണ്ണ് കാണുന്നുള്ളൂ, എനിക്ക് മാത്രമേ പവറുള്ളൂ ചെയ്യാൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുവോ അതാണ് ഞാൻ, അല്ലേ? കറക്റ്റ്. എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, എന്നെ ഒരാൾ മോണിറ്റർ ചെയ്യാനില്ല, എന്നെ ഇൻവിജിലേറ്റ് ചെയ്യാൻ ആളില്ല, എൻ്റെ മാഷില്ല, എൻ്റെ ടീച്ചറില്ല, എൻ്റെ അമ്മയില്ല, എൻ്റെ അച്ഛനില്ല. അപ്പം ഞാൻ കോപ്പി അടിക്കാതെ എനിക്ക് ഒരു വാക്ക് എഴുതാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് ഈസ് ജെനുവിനിറ്റി. ആ ജെനുവിനിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സക്സസ്സിലേക്ക് എത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് സക്സസ്സിൽ എത്താൻ പറ്റില്ല. അല്ലെങ്കിൽ എന്താണെന്നറിയോ? സക്സസിൻ്റെ തൊട്ടടുത്തൊന്ന് ഠും താഴേക്ക് വീഴും. നിങ്ങൾ വീഡിയോ ഗെയിം കളിക്കുന്ന പോലെ മെല്ലെ ഇങ്ങനെ പൊന്തിച്ച് പോവും. പബ്ജിയിൽ ഷൂട്ട് ചെയ്യടാ എന്ന് പറഞ്ഞ് കേൾക്കണില്ലേ? അതുപോലെ മെല്ലെ പോവും, ഠും എന്ന് വീഴും. നമുക്കങ്ങനെ വീഴണ്ട. നമ്മൾ മെല്ലെ പയ്യെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നടന്ന് ജെനുവിനായിട്ട് മനസാക്ഷിയോട് കൂടിയിട്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഒരു മനുഷ്യനെയും പറ്റിക്കാതെ ഒരാളെയും തള്ളി വീഴ്ത്താതെ ഒരാളെയും തേക്കാതെ, അതല്ലേ പുതിയ വാക്ക്, ഒരാളെയും തേക്കാതെ മെല്ലെ 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 നമ്മുടെ സക്സസ്സിൽ എത്തിപ്പെടുക. ആ സക്സസ്സിനെ ടേസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ കോഴിക്കോടൻ ഹലുവയേക്കാളും ടേസ്റ്റാണ്. അപ്പം ഞാൻ ബിരിയാണിയും കഴിച്ചു, ഹലുവയും കഴിച്ചു. അപ്പം നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ബി ജെനുവിൻ. എഴുതിക്കോളൂ. റൈറ്റ്. ഇനി നെക്സ്റ്റ്, നമ്മളുടെ ക്ലാസ്സിലൊക്കെ മിക്കവാറും ഞാനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങളും ചെയ്തിട്ടുണ്ടാവണം. അത് നിങ്ങളൊക്കെ ഭയങ്കര സ്മാർട്ട് ആയതുകൊണ്ട് ചെയ്യാതിരിക്കുകയാണെങ്കിൽ വളരെ നല്ലത്. എനിക്കിപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു ഡൗട്ട് വരും. പക്ഷെ ഇത് ചോദിച്ചു കഴിഞ്ഞാലേ അടുത്തുള്ള കുട്ടി എന്നെ കളിയാക്കുമോ, അല്ലെങ്കിൽ ഞാൻ വിഡ്ഢിയാണെന്ന് ആൾക്കാർ വിചാരിക്കുമോ? അയ്യോ ഇത്രയും സില്ലി ആയിട്ടുള്ളത് പോലും നിനക്ക് അറിയില്ലേ എന്ന് ചോദിക്കാൻ കുറേ ആൾക്കാരുണ്ടാവും. അത് പേടിച്ചിട്ട് ഞാൻ ചോദിക്കില്ല. പക്ഷെ ആ ഡൗട്ട് നമ്മുടെ മനസ്സിൽ ഡൗട്ടായിട്ട് തന്നെ നിൽക്കും. അത് ഒരിക്കലും ചെയ്യരുത്. ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ആസ്ക് ഡൗട്ട്സ്. സംശയങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ചോദിക്കണം. ചോദിച്ച് മനസ്സിലാക്കി മാത്രമേ നെക്സ്റ്റിലേക്ക് പോകാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. നമ്മുടെ തോട്ട് പ്രോസസ്സിന് ഒരിക്കലും ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. ക്ലാരിറ്റി വേണമെങ്കിൽ ആസ്ക് ഡൗട്ട്സ്, ആസ് മെനി ഡൗട്ട്സ് ആസ് പോസിബിൾ. എത്ര ചോദ്യങ്ങൾ വേണമെങ്കിലും ചോദിച്ചോ. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടികളായിരിക്കും ഏറ്റവും കൂടുതൽ ഒരു ടീച്ചറിന് ഇഷ്ടപ്പെടുക. അത് ചില സമയത്ത് നിങ്ങൾ അസ്ഥാനത്ത് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ടീച്ചേഴ്സ് ചെറുതായിട്ട് ഇറിറ്റേറ്റ് ആവും. അതൊന്നും കാര്യമാക്കണ്ട, ഇവർ മനുഷ്യരല്ലേ, അത് കുഴപ്പമില്ല. പക്ഷെ റിപ്പീറ്റഡ്ലി ആസ്ക് ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യൻസിലാണ് ഇന്നോവേഷൻ ഉണ്ടാവുക. നമുക്ക് തോന്നും അയ്യേ ഇത്രയും ചെറിയ ചോദ്യം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ എന്നെ കളിയാക്കും, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് എന്നെ വിഡ്ഢിയാണെന്ന് കരുതും, അല്ലെങ്കിൽ മാഷിന് എന്ത് തോന്നും, ഞാൻ വെറുതെ ചോദിച്ച് മാഷിനെ ശല്യപ്പെടുത്തരുത്. നിങ്ങൾ അതിനൊന്നും കുറിച്ച് ടെൻഷൻ അടിക്കുക വേണ്ട. മാഷ് കുറച്ച് കഷ്ടപ്പെട്ടോട്ടെ, ഒരു കുഴപ്പമില്ല. ഞങ്ങൾ കഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണല്ലോ നിങ്ങളെ കാണാൻ വരുന്നത്. ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെടുകയാണ് ഞങ്ങളൊക്കെ.
സോ വി ആർ ഹാപ്പി ടു ഡു ദാറ്റ്. അപ്പം നെവർ ഹെസിറ്റേറ്റ് ടു ആസ്ക് ഡൗട്ട്സ്. ഡൗട്ട്സ് ചോദിക്കാൻ ഒരിക്കലും ഹെസിറ്റേറ്റ് ചെയ്യരുത്. ഒരിക്കലും ഒരു രണ്ടാമത്തെ ചിന്ത വേണ്ട. ആസ്ക് ഡൗട്ട്സ്, ആസ്ക് ആസ് മെനി ഡൗട്ട്സ് as പോസിബിൾ. ആ ഡൗട്ട്സ് ചോദിച്ച് വരുമ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റ് ക്ലാരിറ്റി കിട്ടുള്ളൂ. ആ ക്ലാരിറ്റി, കൺസെപ്റ്റിൻ്റെ ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വിജയം ഇസ് ഈസി. അതിനൊരു എക്സാമ്പിൾ പറയാം. എൻ്റെ കയ്യിലും ഉണ്ട് കേട്ടോ ഒരു മൊബൈൽ. ഞാനും ഇങ്ങനെ മൊബൈലൊക്കെ നോക്കും, വിൻഡോ ഷോപ്പിംഗ് ചെയ്യും, നിങ്ങളുടെ അമ്മമാരൊക്കെ ചെയ്യുന്ന പോലെ ചുരിദാർ നോക്കും, സാരി നോക്കും, ഇതൊക്കെ ചെയ്യും. പക്ഷേ ഒരു ദിവസം എനിക്ക് തോന്നി, ഞാൻ ഈ മക്കളെയൊക്കെ നോക്കിയിട്ട് ഇത് ചെയ്യല്ലേ മക്കളെ, അത് ചെയ്യല്ലേ മക്കളെ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, സേഫ്റ്റി പിന്നെ ആരാ കണ്ടുപിടിച്ചതെന്ന് അറിയണം എനിക്ക്. സാരിയിലൊക്കെ ഇവിടെയൊക്കെ നമ്മൾ കുത്തുന്നില്ലേ, ചുരിദാർ കുട്ടികൾക്കൊക്കെ അറിയാം സേഫ്റ്റി പിൻ. ആ സേഫ്റ്റി പിൻ ആരാണ് കണ്ടുപിടിച്ചതെന്ന് ജസ്റ്റ് നോക്കി നോക്കാം, മനസ്സിലാക്കാം. സേഫ്റ്റി പിൻ അടിച്ചപ്പോൾ എന്താ, സേഫ്റ്റി പിൻ കണ്ടുപിടിച്ച ആളുടെ പേര് എനിക്കിപ്പോൾ ഓർമ്മയില്ല. സേഫ്റ്റി പിൻ കണ്ടുപിടിച്ച എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ്, 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് അയാൾ പാറ്റൻ്റ് എടുത്തത്. പക്ഷേ അതല്ല രസം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്നറിയോ, ആ മനുഷ്യൻ ആ സേഫ്റ്റി പിന്നിൻ്റെ ഡിസൈൻ, ഇപ്പോൾ ആ സേഫ്റ്റി പിന്നിൻ്റെ ഡിസൈന് ഡയമണ്ടിൽ വേണമെങ്കിലും ഉണ്ടാക്കാം, സ്വർണ്ണത്തിലുണ്ടാക്കാം, പക്ഷെ ആ ഡിസൈൻ റിമെയിൻസ് ദ സെയിം. ഏത് സാധനങ്ങൾ, സ്റ്റീലും കൊണ്ടുണ്ടാക്കാം, പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കാം, എന്ത് സാധനങ്ങൾ കൊണ്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷേ അതിൻ്റെ അതിൻ്റെ ഡിസൈൻ റിമെയിൻസ് ദ സെയിം. ആ ഡിസൈൻ ഉണ്ടാക്കാൻ അയാൾക്ക് 2.5 കൊല്ലം എടുത്തു അത്രേ. വരച്ച് നോക്കി അതിൻ്റെ ഡിസൈൻ, ഇതിൻ്റെ ലൂപ്പിൻ്റെ ഉള്ളിൽ പോവോ, ലൂപ്പിൻ്റെ ഉള്ളിൽ തുണി കുടുങ്ങുമോ, അതിങ്ങനെ ചെയ്യണോ, എത്ര ആലോചിച്ചിട്ടുണ്ടാവും അല്ലേ. ഹി ഹാസ് ലേൺഡ് ഫ്രം ഹിസ് മിസ്റ്റേക്സ്. അതുപോലെ കുഞ്ഞ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാൻ പഠിക്കുക. ചെറിയ മൈന്യൂട്ട് ട്രിക്സ് ആൻഡ് ടാക്ടിക്സ് പഠിക്കുക. അതൊക്കെ ചെയ്താൽ തന്നെ നമ്മളുടെ വിജയം ഉറപ്പാണ്. ഈ കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതുന്ന മക്കളാണെന്ന് പറഞ്ഞു, NTSC എക്സാം എഴുതുന്ന, ടാലൻറ്റ് സെർച്ച് എക്സാം എഴുതുന്ന ആൾക്കാർ, NMMS എക്സാം എഴുതുന്ന ആൾക്കാർ, അവർക്കൊക്കെ അറിയേണ്ടത് ഷോർട്ട് കട്ട്സ് ഓഫ് നോട്ട് ചീറ്റിംഗ്. ചീറ്റ് ചെയ്യാൻ ഷോർട്ട് കട്ട്സ് അല്ല ഞാൻ പറയണത്. എത്ര പെട്ടെന്ന് നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റും, എത്ര ഈസി ആയിട്ട് അത് സോൾവ് ചെയ്യാൻ പറ്റും. അത് പെട്ടെന്ന് ചെയ്യണമെങ്കിൽ എന്താണ് ഞാൻ മനസ്സിലാക്കേണ്ടത്, ഏത് കോൺസെപ്റ്റാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യനും ഒരു ഉത്തരം മാത്രമേ ഉണ്ടാവുന്ന ഒരു ചരിത്രമില്ല. 2-3 ഉത്തരങ്ങൾ, ഒരേ ഉത്തരം 2, 3, 4 തരത്തിൽ നമുക്ക് എഴുതാം. ആ തരത്തിൽ കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്താം. ആരോ ഒരു മിടുക്കൻ, വാൾട്ടർ ഹണ്ട് ആണ് മാം സേഫ്റ്റി പിൻ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു. വെരി ഗുഡ്, ദിസ് ഇസ് ദ സ്പിരിറ്റ്. ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ, ആ മനസ്സിലാക്കാനുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു. അപ്പം നമ്മളുടെ നെക്സ്റ്റ് പോയിന്റ് എഴുതിയെടുത്തോളൂ, ടിപ്പ് എഴുതിയെടുത്തോളൂ. ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ബി ഇന്നവേറ്റീവ്. ഇന്നവേറ്റീവ് ആവാൻ ഒരിക്കലും മടിക്കണ്ട. റൈറ്റ്, എഴുതിയെടുത്തോളൂ, പേപ്പറിൽ എഴുതിക്കോളൂ. ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു ബി ഇന്നവേറ്റീവ്. യെസ്, ഇനി അടുത്തതിലേക്ക് പോകാം. ഇനി ഒരു കുട്ടി ഇതേപോലെ എൻ്റെ ക്ലാസ്സിൽ, അപ്പം ഞാൻ ഇതുപോലെ ഒരുപാട് ഇങ്ങനെ സംസാരിച്ച് ക്ലാസ് എടുത്തെടുത്ത് വരുമ്പോഴത്തേലും, ഇതിപ്പോൾ ഞാൻ ജനറൽ ടോപ്പിക് പറയണതുകൊണ്ടാണ് നിങ്ങൾക്കൊന്നും ഇത്ര ബോറടിക്കണില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ബയോടെക്നോളജി ഒക്കെ ഒരുപാട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ബോറടിച്ചു കൊടുക്കും, അല്ലെങ്കിൽ മാത്സ് ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഇടയ്ക്കൊരു ഗെയിംസ് ഒക്കെ ഇട്ടുള്ളൂ കുട്ടികൾക്ക്. അപ്പോൾ അതുപോലെ, അപ്പോൾ ഇവിടെ മിക്കവാറും കുട്ടികളുടെ അടുത്ത പ്രശ്നം കമ്മ്യൂണിക്കേഷൻ ഇല്ല മാം, എനിക്ക് ഇംഗ്ലീഷ് നേരെ സംസാരിക്കാൻ അറിയില്ല, ഇതൊക്കെയാണ് പറയുക. അപ്പം ഞാൻ എന്ത് ചെയ്യും, കുഞ്ഞ പേപ്പേഴ്സ് എടുക്കും. എന്നിട്ട് അതിനകത്ത് ചെറിയ വാക്കുകൾ, യെസ്, നോ, ക്യാൻ, നോ, അങ്ങനെ ഓരോന്ന് എഴുതി ഇടും. എന്നിട്ട് ഓരോ കുട്ടീനെ കൊണ്ട് എടുത്തിച്ചിട്ട് 2-3 വാക്കുകൾ സംസാരിക്കാൻ പറയും. എന്നിട്ട് എൻ്റെ ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ, ഒരാളും നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം സംസാരിക്കരുത്, എല്ലാവരും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കണം. എന്നിട്ട് ഞാൻ എഴുതുന്ന വാക്കെന്താണ്, നോ. അതിലൊരു കുട്ടി നോ എന്നെടുത്തു, ശ്രീലങ്കക്കാരനാണ് കേട്ടോ അവൻ എടുത്ത് അത് നോക്കി നോ. ഈ നോനെ എങ്ങനെ പോസിറ്റീവായിട്ട്, നോ, ഈ നോനെ എങ്ങനെ പോസിറ്റീവായിട്ട് പറയാൻ പറ്റും? അവൻ എങ്ങനെ തുടങ്ങിയെന്നറിയോ? ഹാഡ് നോട്ട് മഹാത്മാഗാന്ധി ഹാഡ് സെഡ് നോ ടു ബ്രിട്ടീഷ് എംപറർ. മഹാത്മാഗാന്ധി ബ്രിട്ടീഷിൻ്റെ ഭരണത്തിന് നോ പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്ന് തുടങ്ങി അവൻ കുറേ എക്സാമ്പിൾ തന്നു. അപ്പോൾ ഓരോ നോയിനെയും എസ് ആക്കാൻ, ഏതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷനെയും പോസിറ്റീവായിട്ട് കാണാനുള്ള ശ്രമം നടത്തുക. സ്റ്റേ പോസിറ്റീവ്. തോറ്റുപോകും ചിലപ്പോൾ പരീക്ഷ എഴുതാൻ കഴിയില്ല. ഞാനൊക്കെ ഒരു ഫിസിക്സ് എക്സാമിന് +2 പഠിക്കുമ്പോൾ ഫിസിക്സ് എക്സാമിന് രാത്രി മുഴുവനേ ഇരുന്ന് പഠിച്ചു. എന്നിട്ട് രാവിലെ എന്ത് ചെയ്തു എന്നറിയോ, നീട്ടിരിക്കാൻ ആരോഗ്യമില്ല. ഇപ്പം ഇത്ര തടിയുണ്ട്, അതുമില്ല, പെൻസിൽ പോലത്തെ ഒരു ശരീരം, നീട്ടിരുന്നാൽ പുതും വീഴും, നീട്ടിരിക്കും, പരീക്ഷ എഴുതാൻ പോകാൻ കഴിയണില്ല. എന്താ വെച്ചാൽ രാത്രി മുഴുവൻ പഠിക്കുക. ആ തെറ്റ് ഒരിക്കലും ചെയ്യരുത് മക്കളെ. നാളെ എക്സാം ആണെങ്കിൽ ഇന്ന് രാത്രി 10 മണിക്ക് പുസ്തകം എടുത്ത് വയ്ക്കുക, കിടന്നുറങ്ങുക. രാവിലെ 4 മണിക്കോ 5 മണിക്കോ എണീറ്റ് നോക്കുക.
അതല്ലാതെ നാളെ എക്സാമിന് ഇന്ന് രാത്രി മുഴുവൻ ഇരുന്ന് പഠിക്കുന്നത് വിഡിത്താണ്. ഒരിക്കലും ചെയ്യരുത്. 11th hour പ്രിപ്പറേഷൻ, ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ നമുക്ക് ഒരിക്കലും സക്സസ്സിലേക്ക് എത്തിക്കില്ല. ഇറ്റ് വിൽ ബി ജസ്റ്റ് എ കുക്കപ്പ്. ഒരു ചെറിയൊരു മൊമെന്ററി സന്തോഷം കിട്ടാൻ ഒരു മാർക്ക് കിട്ടുന്നല്ലാതെ അത് ലോങ് ടേം അല്ല. നമുക്ക് പഠിക്കേണ്ടത് ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലാക്കി കോൺസെപ്റ്റ് 10 കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയണം. ദാറ്റ് ഇസ് സക്സസ്. അല്ലാതെ മൊമെന്ററിലി ഈ ഒരു പരീക്ഷയ്ക്ക് ഞാൻ 90 മാർക്ക് എടുക്കും, അടുത്ത പരീക്ഷയ്ക്ക് ഞാൻ 20 മാർക്ക് എടുക്കും, പറ്റില്ല. കൺസിസ്റ്റന്റ് ആവണം. അത് കൺസിസ്റ്റന്റ് ആവണമെങ്കിൽ കോൺസെപ്റ്റ് ക്ലിയർ ആവണം, വളരെ ക്ലിയർ ആയിരിക്കണം. അതാവണമെങ്കിൽ day 1 തൊട്ട് പഠിക്കണം. മിക്കവാറും നമ്മൾ എന്താ ചെയ്യുക, ടൈം ടേബിൾ വന്നു, ഈ പരീക്ഷ ഈ ദിവസം പേപ്പർ എടുത്തു, ടൈം ടേബിൾ എഴുതി. 5 മണിക്ക് ഞാൻ ഉണരും, 6 മണി വരെ പഠിക്കും, 6 മണിക്ക് തൊട്ട് 7 മണി വരെ ഞാൻ കുളിക്കും, ഭക്ഷണം കഴിക്കും, 7 മണി തൊട്ട് ഇതുവരെ ഞാൻ ഈ സബ്ജക്റ്റ് പഠിക്കും, 8 മണിക്ക് ഞാൻ സ്കൂളിൽ പോകും. ഭയങ്കര ടൈം ടേബിളാ ഫിക്സ് ചെയ്തു. എവിടെ? സ്റ്റഡി ടേബിൾ. രാവിലെ 5 മണിക്ക് നീക്കാൻ ഒരു അലാറത്തിന് പോരാത്തതിന് അമ്മ, എന്നിട്ട് കിടക്കും അല്ലേ. എന്നിട്ട് രാവിലെ അലാറം അടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? പുട്ടുക്കേ ഒരു അടി അലാറത്തിന് കിട്ടാറില്ലേ? വാച്ചിന് ഒരടി, നിർത്ത്, സ്നൂസ് ചെയ്യും. പിന്നെന്ത് ചെയ്യും? 6 മണിയായിട്ടും നീക്കാതപ്പോൾ അമ്മ വന്ന് മോനെ മോളെ എന്ന് ഉണർത്തണം. അങ്ങനെ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നോ, വി വിൽ നോട്ട് സക്സീഡ്. ദ ഡ്രൈവ് ഷുഡ് ബി വിത്തിൻ അസ്. നമ്മൾ ചിന്തിക്കണം, നമ്മൾ തയ്യാറാവണം. 5 മണിക്ക് എനിക്ക് ഉണരണമെങ്കിൽ 4:45 ഞാൻ ഉണർന്ന് പല്ല് തേച്ച് വന്ന് 5 മണിക്ക് ഞാൻ കറക്റ്റായിട്ട് അലാറത്തിനെ സ്വിച്ച് ഓഫ് ചെയ്ത് ഇരുന്ന് പഠിക്കാൻ തുടങ്ങണം. ആ ഡിറ്റർമിനേഷൻ വേണം. ആ തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്നത് വളരെ സ്ട്രോങ് ആയിരിക്കണം. അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ഇസ് ഓൾ യോഴ്സ്. അപ്പം നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഡിറ്റർമിനേഷൻ. റൈറ്റ്? ഓക്കെ, ഇനി അടുത്തത്. ഫൈൻ. ഇനി ഞാനൊരു ചെറിയ കാര്യം പറയാൻ പോവാണ്. എല്ലാവരും വീഡിയോ ഓഫ് ആണെങ്കിലും ചെയ്തു നോക്കണം, മടിക്കണ്ട, ജസ്റ്റ് ഫോർ ഫൺ. ഓക്കെ, ഷെൽ വി ട്രൈ? എല്ലാവരും കണ്ണടയ്ക്കുക. കണ്ണടയ്ക്കുക, കൈ പൊന്തിക്കുക. ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ണടയ്ക്കുക, കൈ പൊന്തിക്കുക. എന്തെങ്കിലും നല്ല കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യം വേണമെങ്കിലും ആലോചിക്കാം. കണ്ണ് തുറക്കുക. ഞാൻ കണ്ണ് തുറക്കാനല്ലേ പറഞ്ഞുള്ളൂ. ആരാണ് കൈ താഴെ ഇട്ടത്? കൈ താഴെ ഇടാത്തവരുണ്ടെങ്കിൽ വെരി ഗുഡ്. കൈ താഴെ ഇട്ടവരുണ്ടെങ്കിൽ ഓർക്കണം, ഒബ്സർവേഷൻ, ലിസണിങ്, ഇത് രണ്ടും അത്യാവശ്യമാണ്. ഓക്കെ, വാട്ട് യു ഒബ്സർവ്, നമ്മൾ കാണുന്നത് അത് ഭയങ്കരമായിട്ട് ഗ്രാസ്പ് ചെയ്തെടുക്കണം. അതേപോലെ നമ്മൾ താങ്ക് യു എല്ലാവരും കൈ താഴെ ഇട്ടോ, പാവംകുട്ടികൾ. അതേപോലെ നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും പറയണത് നമ്മൾ കീനായിട്ട് ലിസൺ ചെയ്യണം. അതിൽ ഡിസ്ട്രാക്ഷൻസ് പാടില്ല. നമ്മൾ എന്താണ് ആൾക്കാർ നമ്മളോട് സംസാരിക്കണം, എന്താണ് നിങ്ങളുടെ വിഷയം, അത് കീനായിട്ട് ഒബ്സർവ് ചെയ്യുക, കീനായിട്ട് ലിസൺ ചെയ്യുക. ആ 2 സ്കിൽസ് ഉണ്ടെങ്കിൽ മാത്രമേ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ജയിക്കാൻ പറ്റുള്ളൂ. റൈറ്റ്? ഒബ്സർവേഷൻ ആൻഡ് ലിസണിങ് സ്കിൽസ്. നമ്മൾ പറയാൻ ഭയങ്കര സൂപ്പറാണ്, വർത്താനം പറയാൻ നമ്മളെ കഴിഞ്ഞ ആളുള്ളൂ. പക്ഷെ ആരെങ്കിലും പറയണത് കേൾക്കാൻ നമുക്ക് കഴിയണം. ആ കേൾക്കുന്നത് വളരെ, ഈ സിനിമയുടെ കഥ പറഞ്ഞ പോലെ സിനിമയിൽ നിങ്ങൾ എത്ര മൈന്യൂട്ടായിട്ടുള്ള സ്റ്റെപ്സ് പോലും ചില കുട്ടികൾ അങ്ങനെ മിമിക് ചെയ്യും. അല്ലെങ്കിൽ മോഹൻലാൽ സംസാരിക്കുന്ന അതേ ഡയലോഗ് നമ്മൾ പിടിച്ചെടുക്കും, അല്ലെങ്കിൽ പാട്ടിൻ്റെ ലിറിക്സ് അതുപോലെ പാടും. അതാണ് ആ സ്കില്ല് പഠനത്തിൽ ഉണ്ടാവണം. ആ പഠനത്തിൽ ആ സ്കില്ല് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സക്സസ് ഇസ് ഓൾ യോഴ്സ്. അപ്പോൾ അടുത്തതാണ്, എഴുതിക്കോളിൻ, ഒബ്സർവേഷൻ ആൻഡ് ലിസണിങ് സ്കിൽസ്. ഒബ്സർവേഷൻ ആൻഡ് ലിസണിങ് സ്കിൽസ്. ഡൺ? റൈറ്റ്, യെസ്, വെരി ഗുഡ്. അടുത്തത് കേട്ടോ, ഞാൻ അടുത്തൊരു കാര്യം, ഈ തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്. എപ്പോഴും നമ്മൾ ഒരേപോലെ ചിന്തിക്കണമെന്ന് നിർബന്ധമില്ല. a plus b the whole squared is equal to a squared plus 2ab plus b squared, a plus b the whole squared is equal to a squared plus 2ab plus b squared. ഇങ്ങനെ പഠിക്കേണ്ട. നേരെ മറിച്ച് a squared plus b squared plus 2ab എന്ന് എഴുതിയാലും നമുക്ക് അറിയണം, ഓക്കെ, ദിസ് ഇസ് a plus b the whole squared. കറക്റ്റ്? യെസ്. അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചിന്തിക്കുന്നതിന് ഒന്ന് വിട്ടുമാറി ചിന്തിക്കാൻ നമുക്ക് പഠിക്കണം. അതാണ് നമ്മളുടെ മക്കളിൽ ഇല്ലാത്തത്. എന്താ വെച്ചാൽ അത് ഞങ്ങളുടെ തെറ്റാണ്. ഞാൻ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത്. നമ്മൾ മിക്കവാറും ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് അത് റെസിപ്രോക്കേറ്റ് ചെയ്യാണ് കുട്ടികൾ. ഒരിക്കലും ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ ഇടരുത് എന്നാണ് എനിക്ക് തോന്നാറ്.
എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണത് തന്നെ, നമ്മൾ ക്ലാസ്സിൽ ചെയ്യണത് സെയിം ചെയ്യാൻ എല്ലാ കുട്ടികൾക്കും പറ്റും, റീപ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് കഴിയും. പക്ഷെ വേറിട്ട് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഇടണം. അതാണ് ഇപ്പൊ CBSE ഒക്കെ പറയണത് അല്ലെ, ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസ്. നമ്മൾ സാധാരണഗതിനേക്കാളും കൂടുതലായിട്ട് ചിന്തിക്കാനുള്ള ഒരു കഴിവുണ്ടാക്കണമെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ് എബിലിറ്റി വേണം. ഒരു എല്ലാം നല്ല രീതിയിൽ പോകുമ്പോൾ, ഇപ്പൊ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് എൻ്റെ ഗ്ലിച്ച് വന്നു, ഞാൻ ഔട്ടായി. അപ്പം എനിക്ക് നെറ്റ് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഞാൻ റീകണക്ട് ചെയ്യാൻ എൻ്റെ ബുദ്ധി വർക്കാവും. സാധാരണ നമ്മൾ എന്താ ചെയ്യാറ്, പതറും, അയ്യോ പോയി, അയ്യോ പോയി, അയ്യോ പോയി, എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതുണ്ടാവരുത്. നേരെ മറിച്ച് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ക്രിട്ടിക്കൽ തിങ്കിങ്, ഒരു ഭയങ്കരമായ സിറ്റുവേഷനിൽ അതിനെ വേറിട്ട് ചിന്തിക്കാനും അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താനും കഴിവ് ഉണ്ടാക്കേണ്ടതാണ് അത്യാവശ്യം. ഓക്കെ, സോ മൈ നെക്സ്റ്റ് പോയിന്റ് ഇസ് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് തിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ്. Done? ഓക്കെ, ഇനി അടുത്തത്. നമുക്കൊക്കെ ഒരു ഗുണമുണ്ട്. ഞാൻ പഠിക്കുന്ന കാലത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും പഠിക്കുക, ഞങ്ങൾ രണ്ടുപേരും പ്രിപ്പയർ ചെയ്യണം ഓരോ എൻട്രൻസ് എക്സാമിന്. ഈ കുട്ടി എൻ്റെ വീട്ടിലേക്ക് വരും, പഠിക്കാൻ വരും. അപ്പോൾ എനിക്ക് വലിയ സാമ്പത്തികമുള്ള വീട്ടിലത്തെ അല്ല ഞാൻ. അപ്പോൾ എൻ്റെ അടുത്ത് എക്സ്ട്രാ ബുക്കും കാര്യങ്ങളും ഒന്നുമില്ല. ഈ NCERT CBSEയുടെ എന്താ ബുക്കുള്ള ആ ബുക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പഠിക്കണം. അപ്പോൾ ഇവൾ എൻ്റെ വീട്ടിലേക്ക് ഗ്രൂപ്പ് സ്റ്റഡിക്ക് വരും. ഞങ്ങൾ രണ്ടുപേരും ഇരുന്നിട്ടാണ് പഠിക്കുന്നത്. അവൾ മിടുക്കി നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. പക്ഷേ അവളുടെ അടുത്ത് അവളുടെ അച്ഛനമ്മ അവൾക്ക് എൻട്രൻസ് കോച്ചിങ്ങിനുള്ള ബുക്സ് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവളത് കൊണ്ടുവരില്ല. എൻ്റെ അടുത്തേക്ക് പഠിക്കാൻ വരുമ്പോൾ അവൾ കൊണ്ടുവരികയില്ല. എല്ലാ ദിവസവും അവൾ മറക്കും. അങ്ങനെ മറക്കാൻ പറ്റും ഒരാൾക്ക്? ഒരു ദിവസം നമ്മൾ മറന്നു, എല്ലാ ദിവസവും മറക്കും. നേരെ മറിച്ച് എൻ്റെ അടുത്തുള്ള റിസോഴ്സ് ഞങ്ങൾ പഠിക്കാൻ ഉപയോഗിക്കും. ആ കുട്ടി ആ റിസോഴ്സ് കൊണ്ടുവരാൻ സമ്മതിക്കില്ല. അത് പാടില്ല മക്കളെ. അത് കുറേ കുട്ടികളുടെ അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം ഈ ഇടയ്ക്ക് ഞങ്ങളുടെ സ്കൂളിൽ ഒരു സയൻസ് എക്സിബിഷൻ വെച്ചു. ഈ ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ കോവിഡിൻ്റെ മുമ്പായിട്ട്. അപ്പോൾ എൻ്റെ സ്കൂൾ ടോപ്പറാണ് അവൾ. 10th ടോപ്പറാണ്, +2 ഇനി ടോപ്പർ ആവും എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു കഥാപാത്രം. വേറൊരു ബാച്ച് ഓഫ് കുട്ടികൾ നല്ല സോളാർ സിസ്റ്റത്തിൻ്റെ മോഡൽ ഉണ്ടാക്കിയിരിക്കുക, ഒരു വർക്കിംഗ് മോഡൽ. നല്ല ഭംഗിയായിട്ട് സണ്ണുണ്ട്, ലോകത്ത് ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അടിപൊളിയായിട്ടുണ്ട്. ഇവൾക്കത് സഹിക്കാൻ കഴിയുന്നില്ല. എന്നുവെച്ചാൽ ഇവൾ ആ ഗ്രൂപ്പിലല്ല. അപ്പം ഇവളെക്കാളും ബെറ്റർ ആയിട്ട് ഒരാൾ ചെയ്യുമ്പോൾ ഇവൾക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. എല്ലാവരും കണ്ടു നിൽക്കെ ആ കുട്ടി ഇതിനെ അറിയാത്ത ഭാവത്തിൽ ഒരൊറ്റ തട്ട് ആ പ്രോജക്റ്റ് വീണ് പൊട്ടി. കണ്ടു നിൽക്കണ എല്ലാവർക്കും മനസ്സിലായി അവൾ മനഃപൂർവ്വം ചെയ്തതാണെന്ന്. എനിക്കിത് സഹിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമാണ്. ഞാൻ അവളെ ഒറ്റയ്ക്ക് വിളിച്ചിട്ട് ചോദിച്ചു, മോളെ നീ എന്തിനാണ് ചെയ്തത് തെറ്റായില്ലേ, യു ഷുഡൻറ്റ് ഹാവ് ഡൺ ദാറ്റ്. നോ മാം, ബൈ മിസ്റ്റേക്ക്. അപ്പം ഞാൻ പറഞ്ഞു, നീ മനസ്സിൽ ജെനുവിൻ ആയിട്ട് പറ, നീ ചെയ്തത് ശരിയാണോ? അവൾ ആക്സെപ്റ്റ് ചെയ്തു എൻ്റെ അടുത്ത്. യെസ് മാം, സോറി, എനിക്ക് സഹിക്കാൻ കഴിയില്ല മാം, എന്നെക്കാളും ബെറ്റർ ആയിട്ട് ഒരാളിരിക്കുമ്പോൾ എനിക്കത് സഹിക്കാൻ കഴിയില്ല. ആ ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ അത് ഇപ്പം തന്നെ, ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മറച്ചെടുത്ത് കളയുക. വി ഡോണ്ട് നീഡ് ദാറ്റ്. ലെറ്റ് us ഗ്രോ ആൻഡ് ലെറ്റ് us allow others to grow. നീ വളരണം, അതിൻ്റെ ഒപ്പം നിൻ്റെ കൂടെയുള്ള ആൾക്കാരെയും കൂട്ടിപ്പിടിച്ച് വളരണം. ആ വളർച്ചയ്ക്കുള്ള ടേസ്റ്റ് ഒരിക്കലും ഒറ്റയ്ക്ക് ഐസൊലേറ്റഡ് ആയിട്ട് ഒറ്റയ്ക്ക് ഒരു മുറിയിലിരുന്ന് you will not enjoy it. അങ്ങനത്തെ ഒരു എൻജോയ്മെൻറ്റ് നമുക്ക് വേണ്ട. നേരെ മറിച്ച് നമ്മൾ പഠിക്കുകയാണ്, ഞാനും പഠിക്കുകയാണ്, നീയും വാ. അങ്ങനെ 10 ആൾക്കാർ ഒരുമിച്ചിരുന്ന് പഠിക്കുമ്പോൾ ഉണ്ടല്ലോ, ട്രസ്റ്റ് മീ ഫ്രണ്ട്, ട്രസ്റ്റ് മീ ചിൽഡ്രൻ, ഒരുപാട് പുതിയ ഐഡിയാസ് കിട്ടും, ഒരുപാട് പുതിയ വിഷയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയാം. ഇന്നലെ സയൻസ് എക്സാം ആയിരുന്നു എൻ്റെ സ്കൂളിൽ. അപ്പം ഞാൻ ഇൻവിജിലേഷനാണ്, ഞാൻ ഇതിൻ്റെയൊക്കെ എക്സാം ഇൻചാർജാണ്. അപ്പോൾ ഞാൻ ഉള്ളിൽ കയറിയപ്പോൾ ഒരു കുട്ടി ഇഞ്ഞൊരുത്തന് പഠിപ്പിച്ചു കൊടുക്കുക. ആനയോൺ കാറ്റയോൺ, ആനയോണും കാറ്റയോണും എനിക്ക് എപ്പോഴും മറന്നു പോവാടാന്ന് ഒരുത്തൻ പറയുക. അപ്പം മറ്റവൻ പറഞ്ഞു കൊടുക്കുകയാണ്, ആനയോണ് ഈ ഓണിയൻ എന്ന് ഓർക്ക്. ഓണിയൻ എന്ന് പറഞ്ഞാൽ എന്താ, ഉള്ളി എന്താ, നമുക്ക് എപ്പോഴും സങ്കടമാണ്, കണ്ണീര് വരുത്തും. അപ്പം അത് എപ്പോഴും നെഗറ്റീവാണ്. ആനയോൺ ഇസ് നെഗറ്റീവ് എന്ന് പറഞ്ഞു കൊടുത്തു. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ആ ഒരു എൻവയൺമെൻ്റ് ആണ് വേണ്ടത്. കോമ്പറ്റീഷൻ വേണം, ഹെൽത്തി കോമ്പറ്റീഷൻ ആവണം. എനിക്ക് നിന്നേക്കാളും ബെറ്റർ മാർക്ക് എടുക്കണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം, പക്ഷെ അത് നിന്നെ തല്ലി തകർത്തെടുത്തിട്ടല്ല. നിങ്ങളൊക്കെ ഒരു സിനിമ കണ്ടു കാണുമല്ലോ, വിജയിൻ്റെ അല്ലെങ്കിൽ 3 Idiots എന്ന് പറഞ്ഞ ഒരു മൂവി. ആ മൂവിയിലൊരു കഥാപാത്രം ഉണ്ട്, ഇതുപോലെ എല്ലാവരെയും ഡിസ്ട്രാക്ട് ചെയ്ത് അവൻ ഒന്നാമനാവാൻ ശ്രമിക്കുക. അതല്ല നമുക്കാവേണ്ടത് കോ എക്സിസ്റ്റ് ചെയ്ത് ഗ്രോ ആൻഡ് ലെറ്റ് ഗ്രോ, ദെൻ ഓൺലി ദ സക്സസ് ഇസ് സ്വീറ്റർ. അപ്പം എൻ്റെ നെക്സ്റ്റ് പോയിന്റ് എഴുതിക്കോളൂ, ഗ്രോ ആൻഡ് ലെറ്റ് ഗ്രോ. ഇത് ലാസ്റ്റ് ആണ് മൊയ്തു സർ, ഓൺലി അനദർ 5 minutes. യെസ്, ഈ ലാസ്റ്റ് പോയിന്റ്, സോറി, ഗ്രോ ആൻഡ് ലെറ്റ് ഗ്രോ. വളരുക, നമ്മൾ മറ്റുള്ളവരെയും വളർത്തുക.
ഗ്രോ ആൻഡ് ലെറ്റ് ഗ്രോ. താങ്ക് യു. റൈറ്റ്. നൗ ദ ലാസ്റ്റ് വൺ ഫോർ മീ. ഇത് നമുക്കൊരു ആക്ടിവിറ്റി പോലെ ചെയ്യാം. ഓക്കെ, ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. എല്ലാവരും എൻ്റെ അടുത്ത് കോപ്പറേറ്റ് ചെയ്യണം. എല്ലാവരും വീഡിയോ ഓഫ് ചെയ്തിട്ടും ഓൺ ചെയ്തിട്ടും എങ്ങനെയാണെങ്കിലും ചെയ്യണം, ചെയ്യാതിരിക്കരുത്. ഓക്കെ, ഞാനും ചെയ്യൂട്ടോ, എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. റൈറ്റ്. ഇപ്പൊ എല്ലാവരും കണ്ണടക്കുക ആസ് യൂഷ്വൽ. ഇപ്പൊ ഇതൊരു കൈ പൊന്തിക്ക് കാല് പൊന്തിക്കുന്നൊന്നും ഞാൻ പറയില്ല, കണ്ണടച്ചോ. റൈറ്റ്. നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കണോ അത് നിങ്ങൾ വിചാരിക്കുക. ഇറ്റ് കുഡ് ബി എനിത്തിങ് വാട്ട് എവർ യു വോണ്ട് ടു ബി ഇൻ യുവർ ലൈഫ്. അത് ആഗ്രഹിക്കുക. റൈറ്റ്. ഇനി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞ? വാല്യൂ യുവർ സെൽഫ്, ഡ്രീം ബിഗ്, ഡ്രീം വെരി ബിഗ്, ഫേസ് ദ ചലഞ്ചസ്, ഗെറ്റ് അവേ ഫ്രം ഡിസ്ട്രാക്ഷൻസ്. മൊബൈൽ ആവട്ടെ, അല്ലെങ്കിൽ പിയർ പ്രഷർ ആവട്ടെ, സിനിമകൾ, എന്ത് തന്നെ ആയാലും എല്ലാ ഡിസ്ട്രാക്ഷൻസിനെയും ഞാൻ മാറ്റിവെക്കും. എൻ്റെ അച്ഛൻ കഷ്ടപ്പെടുന്നത് എനിക്കറിയാം, എൻ്റെ അമ്മ കഷ്ടപ്പെടുന്നത് എനിക്കറിയാം, എൻ്റെ ടീച്ചേഴ്സ് എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് ഈ ജീവിതം തന്ന ദൈവത്തിനോട് നന്ദി പറയുക. ഷോ യുവർ ഗ്രാറ്റിറ്റ്യൂഡ് ടു യുവർ ടീച്ചേഴ്സ്, ടു യുവർ പേരൻസ്, ടു ദ ഗോഡ്, ടു ദി അൽമൈറ്റി. ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണ്, ഞാൻ വളരെ പോസിറ്റീവാണ്, ഞാൻ സത്യസന്ധനാണ്, ഞാൻ ഹോണസ്റ്റ് ആണ്, ഞാൻ ജെനുവിൻ ആണ്, ഞാൻ പാഷനേറ്റ് ആണ്, ഞാൻ ഇന്നോവേറ്റീവ് ആണ്. എനിക്ക് എന്ത് സന്ദർഭത്തിലും ജീവിക്കാൻ പറ്റും. ഐ ക്യാൻ തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്. ഐ ആം വെരി ഹാപ്പി. ഐ വിൽ ഗ്രോ ആൻഡ് ഐ വിൽ ലെറ്റ് അതേഴ്സ് ഗ്രോ. ആൻഡ് ദിസ് ഇസ് യുവർ വിഷൻ ബോർഡ്. ഇതായിരിക്കണം നിങ്ങളുടെ വിഷൻ ബോർഡ്. ഈ വിഷൻ ബോർഡിൻ്റെ ക്ലാരിറ്റി അടിപൊളിയായിട്ട് നിങ്ങൾ ഡെക്കറേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പൂക്കളായിട്ട് ഡെക്കറേറ്റ് ചെയ്യാം, കളർഫുൾ ആക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ആ കളർഫുൾ ആയിട്ടുള്ള ബോർഡ് നിങ്ങളിങ്ങനെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ മുഖത്തൊരു നല്ല ചിരി വരും. ഒരു ഹാപ്പി ഫേസസ് എനിക്ക് കാണാൻ പറ്റും. യെസ്, ആ ബോർഡ് എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ പാഷനോടുകൂടി നിങ്ങൾ ആ ബോർഡിനെ കാണുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഓസം, ഇറ്റ് വിൽ ബി മെസ്മറൈസിങ്, ഐ വിൽ സേ. നല്ല ഭംഗിയുള്ള ബോർഡ് അല്ലേ? ഇനി മെല്ലെ കണ്ണ് തുറന്ന് ലെറ്റ് സെലിബ്രേറ്റ്, യു ഹാവ് ഓൾ സക്സീഡഡ്. ആ വിഷൻ ബോർഡ് ക്ലാരിറ്റിയോട് കൂടി നിങ്ങൾക്ക് കാണാൻ കഴിയുകയാണെങ്കിൽ എത്ര പേർക്ക് കാണാൻ പറ്റി? ഇറ്റ് വർക്ക് വെരി ഗുഡ്. ഇഫ് യു കുഡ് സീ ദ ക്ലാരിറ്റി ഇൻ യുവർ വിഷൻ ബോർഡ്, ഇഫ് യുവർ ഗോൾസ് ആർ സെറ്റ്, എന്നിട്ട് നിങ്ങൾക്ക് ആ ബോർഡിനെ നന്നായിട്ട് ഈ പറഞ്ഞ വാല്യൂസ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ട്രസ്റ്റ് മീ, സക്സസ് ഇസ് ഓൾ യോഴ്സ്. And keep trusting that you are going to succeed. Thank you so much, children. Now you can give me your feedbacks, or if you have any doubts, I'm there for you. എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും you can ask. Right? Thank you so much. ഞാൻ ബോറടിപ്പിച്ചില്ല എന്ന് വിശ്വസിക്കുന്നു. ബോറടിച്ചില്ല. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. സാറി പറഞ്ഞോളൂ. നല്ല ഒരു എനർജി ആയിട്ടാണ് ക്ലാസ്സിൽ ഫുൾ ആയിട്ട് ഇരുന്നത്. താങ്ക് യു. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും ചോദിച്ചോളൂ. താങ്ക് യു സോ മച്ച്. കുറേ മെസ്സേജ് ഫ്രം all my insecurities went away. Thank you so much. Yes, 1 minute children. നിങ്ങളെല്ലാം ഈ പേപ്പറിൽ എഴുതിയോ? ഇനി എഴുതാത്തവരുണ്ടെങ്കിൽ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഞാൻ ഈ സ്ക്രീൻ ഷെയർ ചെയ്യാം, നിങ്ങൾക്കൊരു PPT കാണിക്കാം. നിങ്ങൾ എഴുതാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്യാം കേട്ടോ. ഓക്കെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ എൻ്റെ ഫോൺ നമ്പറും മെയിൽ ID യും ഷെയർ ചെയ്യാം മൊയ്തു സാറിൻ്റെ അടുത്ത്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് ഫീൽ ഫ്രീ ടു കോൾ മീ ഓർ ആസ്ക് മീ എനി ഡൗട്ട്സ്. ഓക്കെ, 4 മണിക്ക് ശേഷം മാത്രം. 4 മണി വരെ എനിക്ക് സ്കൂളുണ്ട്, അത് കഴിഞ്ഞിട്ട്. സോറി, എന്താ കുഞ്ഞാ? കേട്ടില്ല. മറവിക്ക്. ഓക്കെ, മറവി ഞാൻ പറഞ്ഞുതരാം. നമ്മളുടെ അച്ഛനമ്മമാരുണ്ടല്ലോ, ഒരു മിനിറ്റ്, കുറച്ച് മെസ്സേജ് ചെയ്യുന്ന ആൾക്കാർ ഒരു മിനിറ്റ് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ നന്നായിരുന്നു. താങ്ക് യു സോ മച്ച്. റൈറ്റ്, എനിക്ക് എല്ലാ മെസ്സേജും വായിക്കണം, അത് കാരണം. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞ മറവിയുടെ കാര്യം എക്സാമ്പിൾ പറയാം. എൻ്റെ അടുത്ത് കുറേ കുട്ടികൾ ചോദിക്കും, മാം ഞാൻ എത്ര പഠിച്ചു കഴിഞ്ഞാലും എനിക്ക് മറന്നു പോകും, ഞാൻ എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞുതരാം.
ആൻഡ് ദിസ് വർക്ക്സ് ആക്ച്വലി. ഇത് ഉറപ്പായിട്ടും ഇത് പ്രാക്ടീസ് ചെയ്യൂ. ഇത് സത്യമായിട്ടും സംഭവിക്കും. എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, എൻ്റെ മക്കളുടെ ജീവിതത്തിൽ എന്ന് വെച്ചാൽ എൻ്റെ കോളേജിലെയും സ്കൂളിലെയും കുട്ടികളുടെ അടുത്ത് നിന്ന് ചെയ്ത മാജിക് തന്നെയാണ്. നിങ്ങൾ അത് റിസർച്ചിലൂടെ തെളിയിച്ചതാണ് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. അച്ഛൻ, നമ്മൾ രാവിലെ നീറ്റ വഴിക്ക് പല്ലേക്കും അല്ലേ? രാവിലെ നീക്കുന്നു, പല്ല് തേക്കുന്നു, അത് കഴിഞ്ഞിട്ടാണ് അടുത്ത സൺഡേ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കുളിക്കാൻ മടിക്കും. പക്ഷെ പല്ല് തേക്കാൻ ആരും മറക്കില്ല എന്ന് വിശ്വസിക്കണം. ആരെങ്കിലും പല്ല് തേക്കാൻ മറക്കാറുണ്ടോ? ഇല്ലല്ലോ. രാവിലെ നീട്ട വഴിക്ക് പല്ല്. ആ, അതെന്തുകൊണ്ടാ അങ്ങനെ സംഭവിക്കണേ? രാവിലെ നീട്ട വഴിക്ക് ഫസ്റ്റ് പോയിട്ട് എന്തിനാ നമ്മൾ പല്ല് തേക്കണേ? ഇറ്റ് ബിക്കംസ് യുവർ ഹാബിറ്റ്. അച്ഛൻ അമ്മമാരെ ജനിച്ച് 2 വയസ്സ് വരെ അവർ ചെയ്യും. അത് കഴിഞ്ഞ് നമുക്കൊരു പല്ല് മുളച്ച് കഴിഞ്ഞാൽ അവർ പറയും രാവിലെ നീട്ട വഴിക്ക് നമ്മളിങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. പോയി പല്ലേക്കേ, പോയി പല്ലേക്കേ, പല്ലേക്കേ, പല്ലേക്കേ. ഇത് കേട്ട് 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 ഇറ്റ് ബിക്കംസ് എ ഹാബിറ്റ്. ദ മൊമെന്റ് യു വേക്ക് അപ്പ്, നമ്മൾ നീട്ട വഴിക്ക് തന്നെ ചെല്ലുന്നു, പല്ല് തേക്കുന്നു അല്ലേ? ദാറ്റ് ഈസ് വാട്ട് ഇസ് റിക്വയർഡ്. നീ മറക്കുന്നു എന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ ദാറ്റ് മീൻസ് യു ലാക്ക് പ്രാക്ടീസ്. പ്രാക്ടീസ് കുറവായി കഴിഞ്ഞാൽ മറക്കും. അതിന് ഇനിയൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ എന്തെങ്കിലും, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ കുറേ കാര്യങ്ങൾ, എനിക്ക് ഈ പേര് മറന്നുപോയി, ആ പേര് മറന്നുപോയി, ഇതിൻ്റെ സേഫ്റ്റി പിൻ കണ്ടുപിടിച്ചത് വോൾട്ടർ ഹണ്ട് ആണെന്ന് ഞാൻ മറന്നുപോയി. കാരണം എന്താ? എൻ്റെ വായന, നമ്മുടെ ബ്രെയിൻ സെൽസിന് അത്ര മെച്യൂരിറ്റി ഉള്ളൂ. എപ്പോഴും കുറച്ച് നേരം വായിക്കും, നമ്മൾ ഒരു ഇത് കഴിയുമ്പോൾ അത് കാരണമാണ് ഈ പറയുന്നത്, ബ്രെയിൻ സെൽസ് മറന്നുപോകും, മെമ്മറി സെൽസ് മറന്നുപോകും. അപ്പോൾ വാട്ട് വി ഷുഡ് ഡു ഇസ് റീഡ്, വായിക്കുക, റൈറ്റ്, എഴുതുക, രജിസ്റ്റർ. നീ വായിക്കുന്നു, നീ എഴുതുന്നു, അത് രജിസ്റ്റർ ആവും, റിപ്പീറ്റ്. ഇത് ചെയ്താൽ മാത്രമേ മറവി ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. ഐ യു ഗെറ്റിംഗ്? റീഡ്, റൈറ്റ്, ഒരു തവണ വായിക്കൂ, ഒരു തവണ എഴുതൂ, അത് 2ാമത്തെ തവണ മനസ്സിൽ രജിസ്റ്റർ ചെയ്യൂ. ആ രജിസ്റ്റർ ചെയ്യുന്ന പ്രോസസ്സ് ചിലർക്ക് വേഗം നടക്കും, കോൺസെൻട്രേഷൻ കൂടുതൽ കിട്ടുമ്പോൾ വേഗം നടക്കും. ചിലർക്ക് അത് കുറച്ച് ഡിലേ ആവും. നീ നോട്ട് പാനിക്, കുഴപ്പമില്ല. എനിക്കൊക്കെ വളരെ മെല്ലെ നടക്കുള്ളൂ. ഞാൻ ഒരു തവണ വായിച്ച് ഒരു കഥാപുസ്തകം വായിക്കണമെങ്കിൽ എല്ലാവർക്കും ഒരു 100 പേജിലെ ഇക്കിഗൈ എന്നുള്ളൊരു പുസ്തകം വായിക്കാൻ എനിക്ക് 2-2.5 മാസം വേണം. എന്താ വെച്ചാൽ ഞാൻ ഒരു തവണ ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് വായിച്ചു പോണ ആളല്ല. ഞാൻ വായിക്കും, മനസ്സിലാക്കും, ചിലപ്പോൾ എനിക്ക് മറന്നാലോ ഒന്നും കൂടി വായിക്കും, ചിലപ്പോൾ വീണ്ടും വായിക്കും. അങ്ങനെ ഓരോ പേജും 4, 5, 6 തവണ വായിച്ചാലും ഒരു തെറ്റുമില്ല. കാണുന്നവർ വിചാരിക്കും പിന്നെ എത്ര ഫുൾ ടൈം പുസ്തകം വെച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ലെറ്റ് ഇറ്റ് ദെം തിങ്ക്. അത് അവരുടെ ചിന്തയല്ലേ. എൻ്റെ ബ്രെയിൻ സെൽസിനെ എപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നു ആ സമയം വരെ വായിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഒരിക്കലും മറക്കില്ല. ട്രസ്റ്റ് മീ, ഇറ്റ് വർക്ക്സ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ. ഒരു ദിവസം ഇതേപോലെ ഞാൻ ഫസ്റ്റ് കരിയറൊക്കെ സ്റ്റാർട്ട് ചെയ്ത സ്കൂൾ കുട്ടികൾ കുറെണ്ണം കിട്ടി, 10 എണ്ണം. എൻ്റെ ക്ലാസ്സിൽ 10 കുട്ടികളേ ഉള്ളൂ. എന്താണെന്നറിയോ? ഈ 10ഉം റെമഡിയൽ കുട്ടികളാണ്. റെമഡിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോം ചെയ്യാത്ത കുട്ടികൾ. അതാണ് അതിൻ്റെ ഒരു വേറൊരു വേർഡ്, റെമഡിയൽ. ഒരു പോഷ് വേർഡ് കൊടുത്തു. റെമഡിയൽ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ബുദ്ധിയില്ലാത്ത മക്കളൊന്നല്ല, എല്ലാവരും നല്ല കുട്ടികളാണ്. പക്ഷെ പഠിക്കില്ല, ലേസി. അവർക്ക് പഠിക്കണ്ട, എന്താ കുഴപ്പം, പഠിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം, ആ ഒരു ആറ്റിറ്റ്യൂഡാണ്. അപ്പം ഞാൻ പോയി ഈ 10 എണ്ണത്തിനെ എൻ്റെ കയ്യിൽ കഴിക്കുന്നത് എല്ലാം ആൺകുട്ടികളും ഉണ്ട്, പെൺകുട്ടികളും ഉണ്ട്. ഞാൻ ആദ്യം മോട്ടിവേറ്റ് ചെയ്തു, മക്കളെ നമുക്ക് പഠിക്കണം, മക്കളെ നമുക്ക് പഠിക്കണം, മക്കളെ നമുക്ക് പഠിക്കണം, 1 മണിക്കൂർ പഠിക്കാം. അപ്പം ഞങ്ങൾ ഫൈനലി സംസാരിച്ച് ഒരു ജെന്റിൽമാൻ എഗ്രിമെന്റിൽ വന്നു. 1 മണിക്കൂർ നമുക്കൊരു ദിവസം പഠിക്കാം. നിങ്ങൾ 1 മണിക്കൂർ പഠിച്ചാൽ മതി, അത് കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങിപ്പോയിക്കോളാം, നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോ. ഓക്കെ പറഞ്ഞു. 1 മണിക്കൂർ ശ്രമിച്ചപ്പോൾ നടക്കുന്നില്ല. അതിലൊരു കാശി വിശ്വനാഥൻ എന്ന് പറഞ്ഞൊരു കുട്ടി, പേരൊക്കെ സൂപ്പറാ, കാശി വിശ്വനാഥൻ. അവൻ 1/2 മാർക്ക് എടുത്തിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ടീച്ചറെ മതിയോ? 1/2 മാർക്ക്, 100ൽ 1/2 മാർക്ക് എടുത്തിട്ട് വന്നിട്ട് എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്, ടീച്ചറെ മതിയോ? ഞാൻ അവനോട് എന്ത് പറയും? എൻ്റെ കണ്ണിന്ന് ചോരയാ വരുന്നത്. ഞാൻ അവനോട് പറഞ്ഞു, നമുക്ക് ശ്രമിക്കാം. 1 മണിക്കൂർ ഒരു ദിവസം നീ എനിക്ക് വേണ്ടി പ്ലീസ് താ. 1 മണിക്കൂർ മതി. എന്നിട്ട് നീ ബാക്കി സമയം നീ കളിച്ചോ, കുഴപ്പമില്ല, ബാക്കി ഞാൻ നിന്നെ ശല്യപ്പെടുത്തില്ല. 1 മണിക്കൂർ ഞാൻ ട്രൈ ചെയ്തു. അവൻ 1 മണിക്കൂർ പോയിട്ട് 1/2 മണിക്കൂർ ഇരിക്കാൻ എൻ്റെ അടുത്ത് സമ്മതമല്ല. അവൻ കുറച്ച് നേരം ഇങ്ങനെ ചെയ്യും, അവൻ എണീറ്റ് പോകും. പിന്നെ ഞാനത് 1 മണിക്കൂർ എന്നുള്ളത് 3/4 മണിക്കൂറിലേക്ക് കുറച്ചു. ശരി, 3/4 മണിക്കൂർ പ്ലീസ് കാശി, നമുക്ക് 3/4 മണിക്കൂർ ഇരിക്കാം. നടക്കണില്ല. അങ്ങനെ 1/2 മണിക്കൂറിലേക്ക് എത്തി, നടക്കണില്ല. ഒടുക്കം ഞാൻ പറഞ്ഞു 20 മിനിറ്റ് ഇരിക്കും എൻ്റെ കൂടെ, 20 മിനിറ്റ്സ് എ ഡേ. യു ഗിവ് മീ 20 മിനിറ്റ്സ് എ ഡേ, ലെറ്റ് us ട്രൈ. നീ ജയിക്കോ ജയിക്കില്ലേ അത് വേറെ കാര്യം, പക്ഷെ അറ്റ്ലീസ്റ്റ് ഐ വിൽ ബി ഹാപ്പി ദറ്റ് ഐ എം ട്രൈയിങ്. കരയണേക്കാളും ഭേദമല്ലേ ട്രൈ ചെയ്യണത്. ട്രൈയിങ് ഇസ് ബെറ്റർ ദാൻ ക്രൈയിങ് എന്നല്ലേ. ഞാൻ ശ്രമിക്കാം, നീ ഒന്ന് എൻ്റെ കൂടെ 20 മിനിറ്റ്സ്. ഞാൻ ഈ പിച്ചക്കാരിയെ പോലെ കെഞ്ചിന് കണ്ടിട്ടാണെന്ന് തോന്നി. ഓക്കെ ശരി മാം, 20 മിനിറ്റ്സ്. ഈ 20 മിനിറ്റ്സ് ജെനുവിൻ ആയിട്ട് അവൻ എൻ്റെ കൂടെ ഇരുന്ന് തുടങ്ങി. ആദ്യം ഒരു 20-25 ദിവസം കറക്റ്റ് 20 മിനിറ്റ്സ് ആകുമ്പോൾ പറയും, മാം 20 മിനിറ്റ് ആയിട്ടോ, ഞാൻ പോവുക. അവൻ പോവും. അങ്ങനെ 20 ദിവസം കഴിഞ്ഞു, 30 ദിവസമായി, ഒരു മാസം 1.5 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ അവൻ 20 മിനിറ്റ് സമയം ആയത് അവൻ അറിഞ്ഞില്ല. 25 മിനിറ്റായി,
30 മിനിറ്റായി. 30 മിനിറ്റ് ആയപ്പോൾ അവൻ പറഞ്ഞു അയ്യോ 30 മിനിറ്റ്സ് മാം, ഞാൻ 10 മിനിറ്റ്സ് എക്സ്ട്രാ ആയിരുന്നു കേട്ടോ, നീട്ട് പോകും. അങ്ങനെ ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ അവനൊരു പരീക്ഷ വന്നു. ആ പരീക്ഷയിൽ അവൻ 100-ൽ 35 മാർക്ക് വാങ്ങി. അതിൽ അവന് ഭയങ്കര സന്തോഷം. മാം ഞാൻ 30. അപ്പോൾ ടീച്ചേഴ്സിനോട് ഞാൻ എല്ലാവരോടും പോയി പറഞ്ഞു നിങ്ങളൊക്കെ അവനെ അപ്രിഷ്യേറ്റ് ചെയ്യണം. അങ്ങനെ അപ്രിഷ്യേറ്റ് ചെയ്താലെങ്കിലും അവനൊന്ന് നന്നാവുമോ നോക്കുക. എല്ലാവരും പറഞ്ഞു ഓക്കെ നീ ഇത്ര എഫേർട്ട് ഇടണതല്ലേ. എല്ലാവരും പറഞ്ഞു വെരി ഗുഡ് വെരി ഗുഡ്, 35 മാർക്ക് നിനക്ക് കിട്ടിയല്ലോ, ഇനിയും കുറച്ചും കൂടി കഷ്ടപ്പെടുക എന്ന് എല്ലാ ടീച്ചേഴ്സും മോട്ടിവേറ്റ് ചെയ്തു. അതിലവൻ പിടിച്ചു സ്പാർക്ക്. എന്താ വെച്ചാൽ വിജയത്തിൻ്റെ സ്വാദറിഞ്ഞാൽ പിന്നെ നമുക്ക് വിട്ടുകൊടുക്കാൻ കഴിയില്ല. പിടിച്ചു അവൻ വന്നു. മാം പിന്നെ 20 മിനിറ്റ്, അരമണിക്കൂറായി, 1 മണിക്കൂറായി, ദെൻ ഇറ്റ് ഗോസ് ഓൺ. അപ്പോൾ ഈ 20 മിനിറ്റ്സ് ടൈം എങ്ങനെയാണ് വർക്കൗട്ട് ആയത് വെച്ചാൽ 1 മണിക്കൂർ ഡിസ്ട്രാക്ഷൻസ് വന്നു, അരമണിക്കൂറിലും ബുദ്ധിമുട്ടായി, 20 മിനിറ്റാണ് അവന് സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഞാനിപ്പോൾ 20 മിനിറ്റ്സ് ഫോർമുല ഉപയോഗിക്കും. ഏതൊരു കുട്ടി പഠിക്കാൻ മോശമാണോ അവനോട് 20 മിനിറ്റ് ഞാൻ അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യും. എനിക്കും ബുദ്ധിമുട്ടില്ല, അവനും ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഈ കോൺസെപ്റ്റ്സ് ഒക്കെ ക്ലിയർ ആയി വരുമ്പോൾ നിങ്ങൾക്ക് തന്നെത്താനെ ഇൻട്രസ്റ്റ് വരും. സോ സ്പെൻഡ് 20 മിനിറ്റ്സ് എക്സ്ട്രാ. അപ്പോൾ യു വിൽ ഹാവ് മെമ്മറി സെൽസ് പ്രോപ്പർലി വർക്കിംഗ് ഫോർ യു. ഓക്കെ, താങ്ക് യു. ടീച്ചർ പറഞ്ഞു. നമ്മുടെ ലൈഫില് നമുക്ക് ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ച് അറിയും തോറും നമ്മുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ ഇങ്ങനെ ചേഞ്ച് ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഡ്രീം നമുക്കില്ലാത്ത ഇതിങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കില്ലേ. ആൻഡ് ഒരു പെർഫെക്റ്റ് ഒരു ലൈഫിൽ ഒരു പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് കീപ്സ് ചേഞ്ചിങ്. ഓഫ് കോഴ്സ് അത് പ്രോബ്ലം അല്ല, അത് അങ്ങനെ സംഭവിക്കണം. അത് സംഭവിച്ചിട്ടില്ലെങ്കിൽ സംതിങ് റോങ്. ഞാൻ 1-ാം ക്ലാസ്സിൽ ഡോക്ടർ ആവാൻ വിചാരിച്ചു വെച്ചിട്ട് ഞാൻ ജന്മകാലം മുഴുവനെ ഡോക്ടർ ആവാൻ വിചാരിക്കാൻ പാടില്ല. എൻ്റെ കുട്ടി LKG-യിലേ ഉള്ളൂ. അവനോട് എന്താ നിനക്ക് ആവണ്ടേന്ന് ചോദിച്ചാൽ അവൻ ഇപ്പം എന്നോട് പറയണത് എനിക്ക് ഇലക്ട്രീഷ്യൻ ആവണമെന്നാ. എന്താ വെച്ചാൽ കറണ്ട് പോണതും വരണതൊക്കെ അവനൊരു കൗതുകം. അതിന്റെ മുമ്പ് അവനോട് ഞാൻ ചോദിച്ചു നിനക്ക് എന്താവേണ്ടത്. ഓട്ടോറിക്ഷക്കാരൻ്റെ അടുത്ത് കുറെ പൈസ കണ്ടു, ഓട്ടോറിക്ഷയിൽ എന്നും പോവാൻ വരികയും ചെയ്യുക. അപ്പോൾ ആ മനുഷ്യൻ കുറെ പൈസ മേടിക്കുന്ന കാണാം. അപ്പം മിഠായി മേടിക്കണം, അത് മേടിക്കണം, ഇത് മേടിക്കണം എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അടുത്ത് പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ വിചാരം ഓട്ടോറിക്ഷക്കാരൻ്റെ അടുത്ത് ഒരുപാട് പൈസ ഉണ്ട് എന്നാ. അത് കാരണം അവൻ ഓട്ടോറിക്ഷക്കാരനാവണമായിരുന്നു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇതായിപ്പോൾ ഇലക്ട്രീഷ്യനിൽ വന്ന് നിൽക്കുന്നുണ്ട്. നാളെ ഇനി എന്താണാവോ ദൈവത്തിന് അറിയാം. ഇറ്റ് ഷുഡ് ചേഞ്ച്, ഇറ്റ് കീപ്സ് ചേഞ്ചിങ്. ഞാൻ എൻ്റെ ഇനിയൊരു എക്സാമ്പിൾ പറയാം. മറ്റുള്ളവരുടെ എക്സാമ്പിളേക്കാൾ എൻ്റെ അല്ലേ നല്ലത്. ഞാൻ ആദ്യം തുടങ്ങിയത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മെഡിസിൻ വേണമെന്നാണ് വിചാരിച്ചത്. മെഡിസിൻ എഴുതി കുറേയൊക്കെ റാങ്കിൽ എത്തിപ്പെട്ടി. വെറ്റിനറി ഡോക്ടറിൻ്റെ അവിടെ എത്തിയുള്ളൂ. ഞാൻ എൻട്രൻസിനും കോച്ചിങ്ങിനൊന്നും പോയില്ല. പക്ഷേ വെറ്റിനറി ഡോക്ടറിൻ്റെ അവിടെ എത്തി. വെറ്റിനറി ഡോക്ടർ എനിക്ക് ആവണ്ട, എനിക്ക് നായ്ക്കളെയും പൂച്ചകളെയും കണ്ടാലേ പേടിയാണ്. ഞാൻ എന്ത് വെറ്റിനറി ഡോക്ടർ ആവാനാ, വേണ്ട. ഹോമിയോ ഡോക്ടർ ആയിക്കോളാൻ പറഞ്ഞു. പക്ഷേ സാമ്പത്തികം സമ്മതിച്ചില്ല, അതിന് ഒരുപാട് ചിലവാണെന്നൊക്കെ തോന്നി ഞാൻ തന്നെ ഗിവപ്പ് ചെയ്തു. തെറ്റാണ്, ഗിവപ്പ് നിങ്ങൾ ചെയ്യരുത്. പക്ഷെ ഞാൻ ചെയ്തു അന്ന്. ബിക്കോസ് അന്ന് ഈ പറഞ്ഞ പോലെ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഇത്രയും മോട്ടിവേഷൻ ക്ലാസ്സസ് ഒന്നും ഉണ്ടായിരുന്നില്ല, ബാങ്ക് ലോൺ തരുന്ന അറിയില്ല, ഇതൊന്നും അറിയില്ലായിരുന്നു. ഓക്കെ, ഡൺ. അത് കഴിഞ്ഞ് ഞാൻ BSc ബയോകെമിസ്ട്രി എടുത്തു. BSc ബയോകെമിസ്ട്രി പഠിക്കുമ്പോൾ എനിക്ക് തോന്നി ഇത് വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, എനിക്കിത് പഠിച്ചിട്ട് സമയം ബാക്കി ഇഷ്ടം പോലെ ഉണ്ട്. ഓൾറെഡി ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്. 8 മണിക്ക് 8-ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ തൊട്ട് 7-ാം ക്ലാസ് കുട്ടിക്ക് ഞാൻ ട്യൂഷൻ എടുത്ത് തുടങ്ങി. ഞാനൊരു 10-ാം ക്ലാസ്സിൽ എത്തുമ്പോഴത്തേലും എൻ്റെ അടുത്ത് 10 കുട്ടികൾ ട്യൂഷനുണ്ട്. ഞാനൊരു +1 +2 പഠിക്കുമ്പോൾ എൻ്റെ വീട് നിറയെ കുട്ടികളാണ്, ട്യൂഷൻ എടുക്കുന്ന കുട്ടികളാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഐ വാണ്ടഡ് ടു സപ്പോർട്ട് മൈ ഫാദർ. എൻ്റെ അച്ഛനെ എനിക്ക് സപ്പോർട്ട് ചെയ്യണം. അറ്റ്ലീസ്റ്റ് എനിക്ക് സിറോക്സ് എടുക്കാനുള്ള പൈസ, അറ്റ്ലീസ്റ്റ് എനിക്ക് എന്തെങ്കിലും മേടിക്കാനുള്ള പൈസ അച്ഛൻ്റെ അടുത്ത് ചോദിക്കാതെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നുള്ള ഒരൊറ്റ ചിന്തയും കൊണ്ട് അങ്ങനെ ട്യൂഷൻ എടുത്ത് അത് കാരണം എൻ്റെ കോൺസെപ്റ്റ്സ് ഒക്കെ വളരെ ക്ലിയർ ആയി. എന്താ വെച്ചാൽ ഞാൻ വേറെ ഒരാൾക്ക് പഠിപ്പിക്കുമ്പോൾ എനിക്ക് ബുദ്ധി കൂടുമല്ലോ. ഓബ്വിയസ്ലി ഞാൻ മനസ്സിലാക്കാതെ എനിക്ക് മറ്റുള്ള ഒരാളെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ BSc ബയോകെമിസ്ട്രി പഠിക്കുമ്പോൾ എനിക്ക് തോന്നിയേ ഇത് പഠിക്കുന്നത് എനിക്ക് പോരാ, ഐ നീഡ് ടു സ്റ്റഡി സംതിങ് മോർ. എൻ്റെ ലാംഗ്വേജ് കുറച്ച് ബെറ്റർ ആക്കാനുണ്ട്. ഞാൻ വേഗം ഒരു ഇഗ്നോയിലെ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നുള്ള കോഴ്സ് ഇതേപോലെ ഒരു എക്സിബിഷനിൽ പോയി എന്തോ ഒരു കൂപ്പൺ എഴുതിയിട്ടതാ. അതിൽ എഡ്യൂക്കേഷൻ ചെയ്യാൻ വേണ്ടി ഒരു 5000 രൂപ കിട്ടി. വേഗം പോയിട്ട് എൻറോൾ ചെയ്തു BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറും BSc ബയോകെമിസ്ട്രിയും ഒരുമിച്ച് പോവുക. അത് കഴിഞ്ഞ് 3 ഇയേഴ്സ് കഴിഞ്ഞു. ഞാൻ രണ്ടിന്നും പാസ്സായി, രണ്ടിലും നല്ല മാർക്ക്, നല്ല റാങ്ക്. അത് കഴിഞ്ഞ് MSc ബയോടെക് എൻട്രൻസ് എഴുതി കിട്ടി, ഞാൻ ജോയിൻ ചെയ്തു. MSc പഠിക്കുമ്പോൾ എനിക്ക് തോന്നിയേ MSc പോരാ, MA ഇംഗ്ലീഷും കൂടി പഠിക്കണം. ഇഷ്ടംപോലെ സമയമുണ്ട്. MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇതേപോലെ ഒരു എൻട്രൻസിൽ അലഗപ്പ യൂണിവേഴ്സിറ്റിയുടെ വക ഒരു സ്കോളർഷിപ്പിൽ വേഗം കയറി. അത് പഠിക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നി ഇത് മാത്രം പോരാ, ഇനി ഒരെണ്ണം കൂടി PG ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ അതും പഠിച്ചു. ഇങ്ങനെ 3 കോഴ്സും ഒരുമിച്ച് പഠിക്കുമ്പോൾ തോന്നി ബയോടെക്നോളജി പോരാ, ബയോ ഇൻഫർമാറ്റിക്സ് പുതിയ കോഴ്സ് വന്നിട്ടുണ്ട്, അതും പഠിക്കാം, അതും പഠിച്ചു. അത് കഴിഞ്ഞപ്പോൾ തോന്നി ഇതൊന്നും പോരാ, MPhil പഠിക്കണം, MPhil പഠിച്ചു. MPhil കഴിച്ചപ്പോൾ തോന്നി PhD പഠിക്കണം, PhD പഠിച്ചു. ഇനി അടുത്തത് എന്ത് പഠിക്കണം എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കണം. യു ഡോണ്ട് നോ വാട്ട് യുവർ ഡെസ്റ്റിനി ഈസ്. മേക്ക് യുവർ സെൽഫ് മൾട്ടി ഫേസറ്റഡ്. എന്തും ചെയ്യാൻ പറ്റണ ഒരാളായിട്ട് നിങ്ങൾ ആയിത്തീരുക. ദാറ്റ് ഇസ് സക്സസ്. നീ ഡോക്ടർ തന്നെ ആയാൽ മാത്രമേ നീ സക്സസ് ആവുമെന്ന് ആരാ പറഞ്ഞേ?
Everybody becomes a doctor, then who will be engineers? If everybody becomes engineers, who will be teachers? What you want to be, you decide. It keeps changing. അതൊരു പ്രോബ്ലമേ അല്ല. That is a good sign that you are thinking. Upgrade ചെയ്തുകൊണ്ടേയിരിക്കുക. Clear? So you are all in the right way. Don't worry. Yes. താങ്ക് യു. താങ്ക് യു. അപ്പം ഞാൻ കറക്റ്റ് സമയം ഉപയോഗിക്കുന്നു എന്ന് വിചാരിക്കുന്നു. 9:29 ആയി. 1 more minute to go, children. നല്ല ക്ലാസ് ആയിരുന്നു മിസ്. സമയം പോയത് അറിഞ്ഞില്ല. ഓ താങ്ക് യു സോ മച്ച്. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? ടീച്ചറുടെ തീരുമാനം വളരെ ടീച്ചറായോണ്ട് ഞങ്ങൾക്ക് ഇത്രയും നല്ല ക്ലാസ് കിട്ടിയ ലഭിക്കില്ല. ഓ താങ്ക് യു സോ മച്ച്. നല്ല തീരുമാനമായിരുന്നു അല്ലേ? എനിക്കും തോന്നാറുണ്ട്. എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്നേഹം കിട്ടുന്ന ഒരൊറ്റ പ്രൊഫഷനുള്ളൂ. പൈസ കുറവാണ്, ഇറ്റ്സ് ഓക്കെ, ബട്ട് യു ഗെറ്റ് മോർ ലവ്. എവിടെ പോയി കഴിഞ്ഞാലും എന്നെ റെക്കഗ്നൈസ് ചെയ്യും. ആ ടീച്ചറെ എന്ന് പറഞ്ഞു വരുമ്പോൾ എന്തൊരു കുളിർമയാണെന്നറിയോ മനസ്സിന്. അത് മൊയ്തു സാറിനും റഷീദ് സാറിനൊക്കെ അനുഭവിച്ചറിയുന്നുണ്ടാവും. റൈറ്റ്. സോ ഇപ്പോൾ ഒരു 100 പേര് കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു 10 പേരിൽ റീഫോം ഉണ്ടാണെങ്കിൽ പോലും ഇറ്റ്സ് എ സക്സസ് ഓഫ് എ ടീച്ചർ അല്ലേ? അപ്പോൾ ഓൾ ക്രെഡിറ്റ് ഗോസ് ടു മൊയ്തു സർ ആൻഡ് ടീം. എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഇല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ സാറിനോടും അതാ പറഞ്ഞത്. സാർ ഞാൻ ഒരു 1 hour മാഡത്തിന് ഒരു ഓഫ്ലൈൻ ക്ലാസ് കേൾക്കണം എന്ന് ആഗ്രഹം പറഞ്ഞു. ഓ സോ നൈസ്. നമുക്ക് ഒരു ദിവസം കാണാം. ഒരു ദിവസം എന്തായാലും ഞാൻ വരുന്നുണ്ട്. പിന്നെ ത്രഷോൾഡ് ഓഫ് എർത്തിലേക്ക് വരാൻ ഒരു സുഖമല്ലേ? ഞാൻ വരാട്ടോ ഒരു ദിവസം. പിന്നെ അപ്പോൾ ഈ അവസരം തന്ന മൊയ്തു സാറിന് വളരെ താങ്ക്സ്. ഞാൻ മനസ്സിലായില്ല, ഒന്നും കൂടി പറയാവോ? ഓ താങ്ക് യു സോ മച്ച്. അത് കേൾക്കാൻ ഒരു സുഖമാണ്. ശരിയാണ്. അതുപോലെ തന്നെ എൻ്റെ കുട്ടികളും എന്നെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ പഠിപ്പിച്ച് വിട്ടുപോയി. എന്നെ മാത്രമല്ല എല്ലാ ടീച്ചേഴ്സിനെയും എല്ലാവർക്കും ഇഷ്ടമാണ്. യു റിമെമ്പർ അസ് അല്ലേ? ഞാനിപ്പോൾ എൻ്റെ ടീച്ചേഴ്സിനെ ഓർക്കുന്ന പോലെ നിങ്ങൾ എന്നെ ഓർക്കുന്നു. ഒരു ഡോക്ടറുടെ അടുത്ത് പോയിട്ട് ഒരു മരുന്ന് വാങ്ങി വന്നാൽ ആ ഡോക്ടറെ നമ്മൾ ഓർക്കണം എന്ന് നിർബന്ധമില്ല. പക്ഷെ ഒരു ടീച്ചറെ നമ്മൾ ഓർത്തിരിക്കും. അറ്റ്ലീസ്റ്റ് ഒരു ടീച്ചറെങ്കിലും നമ്മൾ ഓർത്തിരിക്കും. ദാറ്റ് ഈസ് പക്ഷെ നല്ല ടീച്ചേഴ്സായിട്ട് കുറേ ആൾക്കാർ മോൾഡ് ചെയ്ത് വരുമ്പോൾ സൊസൈറ്റി ബ്യൂട്ടിഫുൾ ആവും. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. നമ്മുടെ സമയം ടൈം ഈസ് അപ്പ്. അതുകൊണ്ട് സാറൊന്ന് ഒരു ഹൃദ്യമായ നന്ദി സാറ് പറയാ. ഔപചാരികതയ്ക്ക് വേണ്ടി ഞാനും പറയാം അവസാനമായിട്ട്. നന്ദി പറയേണ്ടത് എനിക്കറിയില്ല മേഡം. എനിക്ക് ഇതില് കണ്ടെന്ന് പറഞ്ഞ തുടക്കം മുതൽ അവസാനം വരെ ഒരേ എനർജി ലെവലിൽ ഇങ്ങനെ സംസാരിക്കുന്നത് അങ്ങനെ വളരെ കുറഞ്ഞ ആളുകളെ കണ്ടിട്ടുള്ളൂ മേഡം. സോ ഒരേ എനർജി ലെവലിൽ കൃത്യമായ ഒരു മൊഡ്യൂള് കൃത്യമായ ക്ലാരിറ്റിയോട് കുട്ടികളോട് ഒരു പഠനം അതിന്റെ എല്ലാ മേഖലയിലും എങ്ങനെ നിങ്ങൾക്ക് വളരാമെന്നതിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം കൂടെ. ലെറ്റ് us grow, ലെറ്റ് others grow. നമ്മളെ കൂട്ടി ഒന്നിച്ച് വളരുക എന്നുള്ളത് നിങ്ങൾ മറ്റുള്ളവരെയും വളർത്തും നമ്മളും വളർത്തും എന്നുള്ളൊരു ആശയം കൂടി പറഞ്ഞു. അങ്ങനെ ഒരുപാട് ആശയങ്ങൾ ഒരൊറ്റ 1.5 മണിക്കൂറിൽ വളരെ കൃത്യമായിട്ട് വളരെ എനർജറ്റിക് ആയിട്ട് ഞങ്ങളോട് സംബന്ധിച്ച മാഡത്തിന് താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. നന്ദി നമ്മൾ അറിയിക്കാണ്. റഷീദ് നന്ദി. മൊയ്തു സാർ പറഞ്ഞതുപോലെ ആക്ച്വലി വി ലാക്ക് വേർഡ്സ്. നല്ല സ്റ്റുഡൻസിനെ കാണുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷം ഉണ്ടാവും. അതോടൊപ്പം തന്നെ നല്ല ടീച്ചറെ ഇങ്ങനെ കാണുമ്പോൾ നന്നായിട്ട് സന്തോഷിക്കുന്നവരാ. ഒരു അടിപൊളി ടീച്ചർ. മൊയ്തു സാർ പറഞ്ഞതുപോലെ മാഡത്തിന്റെ എനർജി ലെവലാണ് അത് ഫ്രം ദ ബിഗിനിങ് ഇറ്റ് സെൽഫ്. ഇത് ലാസ്റ്റ് കഴിയുന്നത് വരെ എപ്പോഴും ടീച്ചർക്ക് വേണമെങ്കിൽ ഇനിയും സംസാരിക്കണം തന്നെയാണ്. ഒരു കുട്ടിയുടെ മനസ്സുള്ള. താങ്ക് യു സാർ. ഞാൻ ഭയങ്കര സംസാരം കൂടുതലാണെന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട് ചിലപ്പോ. താങ്ക് യു സോ മച്ച്. നന്നായി. കുട്ടികളെ ഈ പിന്നെ ഹ്യൂമൻ ബ്രെയിൻ ഹ്യൂമൻ മൈൻഡ് എന്നൊക്കെ പറയുന്നത് പിന്നെ റീചാർജിങ് വേണ്ട ഒരു സാധനമാണ്. ഇടക്കിടക്ക് അപാരമായ ശേഷിയും കഴിവും ശക്തിയും ഒക്കെ അതിനുണ്ട്. പക്ഷെ എനർജി ലീക്കേഴ്സ് ഒരുപാടുണ്ടല്ലോ. അപ്പൊ നമ്മൾ ജീവിച്ചു പോകുമ്പോൾ ഡിസ്ട്രാക്ഷൻസ് വരുമ്പോൾ അത് കുറഞ്ഞു പോകും. അപ്പൊ ഇറ്റ് ക്യാൻ ബി റീചാർജ്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഇപ്പൊ ടീച്ചർ ബാറ്ററി ഫുൾ ആണ്. ഇപ്പൊ നമ്മുടെ ബാറ്ററി ഇപ്പൊ ഫുള്ളായി നിൽക്കുകയാണ്. അപ്പൊ ഇതിന്ന് തന്നെ നമുക്ക് ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ അപ്രീസിയേറ്റ് ചെയ്യുന്ന രണ്ട് കുട്ടികൾ. നിങ്ങളെല്ലാവരും ഇതിന്റെ അകത്തുണ്ട്. അവസാനം വരെ കുറച്ചുപേര് പുറത്തുണ്ട്. പിന്നെ നിങ്ങൾ നന്നായിട്ട് ചോദിച്ചു, ഇന്ററാക്ട് ചെയ്തു, ചാറ്റ് ബോക്സ് നന്നായിട്ട് ഉപയോഗിച്ചു. ഇതാ നൈഫ എന്ന് പറയുന്ന പെൺകുട്ടി ഇപ്പോഴും ഓൺലൈനിൽ വിത്ത് ക്യാമറ നിൽക്കുകയാണ്. പോയോ? അതുപോലെ ഫഹ്മിദയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന
ഷഹ്മിദ, അതെ അതെ. ഷഹ്മിദയ്ക്ക് എന്റെ വക ഒരു ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കണം കേട്ടോ സർ. വേണം മാം രണ്ടുപേരും വന്നു. ഞാൻ പറയുന്നത് ഇവർക്ക് രണ്ടുപേർക്കും മൊയ്തു സാർ നമുക്കൊരു സമ്മാനം കൊടുക്കണം. ഉറപ്പായിട്ടും രണ്ട് സമ്മാനം നമുക്ക് കൊടുക്കണം. കാരണം അതൊരു നല്ല ക്വാളിറ്റിയാണ്. നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉള്ളവർ കുറച്ച് പേരുണ്ടെങ്കിൽ ഇപ്പൊ ഇല്ലാത്തവർ ഒരുപാട് പേര് ക്യാമറ ഓഫ് ആയിരുന്നപ്പോ തുടക്കത്തിൽ മാം പറഞ്ഞൊരു വാചകത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവസാനം വരെ അതും നല്ല സ്മൈലോട് കൂടിയിട്ട്. ഷഹ്മിദയുടെ സ്മൈല് മാഞ്ഞിട്ടേ ഇല്ല. സോ നൈസ്. ടീച്ചറെ മോട്ടിവേറ്റ് ചെയ്തു അതെ അതെ അതെ. താങ്ക് യു. രണ്ട് സമ്മാനം, ഒന്ന് ഞങ്ങൾ കൊടുക്കുന്ന സമ്മാനം, ഒന്ന് ഇവർ രണ്ടുപേരുടെയും നമ്പർ മൊയ്തു സാർ നമുക്ക് ലേഖ സാർ മാമിൽ കൊടുക്കണം. മാം ഒന്ന് നേരിട്ട് വിളിച്ച് അഭിനന്ദിക്കട്ടെ രണ്ടുപേരെ. ഉറപ്പായിട്ടും. ഞാൻ ഇവിടെ തന്നെ പറയുകയാണ് ആദ്യം തന്നെ. വെരി ഗുഡ് ഷഹ്മിദ ആൻഡ് ബഷീർ. കുട്ടിയുടെ പേര് എനിക്ക് അറിയില്ല കേട്ടോ, വേറെ പേരാ കാണുന്നത്. നൈഫ. രണ്ടുപേർക്കും അടിപൊളി. അപ്പൊ ഈ സ്പിരിറ്റ് എപ്പോഴും കാത്തു സൂക്ഷിച്ച് സക്സസിലേക്ക് നടന്നുകൊണ്ടേ ഇരിക്കുക കേട്ടോ. സോ ദി സക്സസ് സാറേ ഞങ്ങളുടെ എച്ച്എമാണ് മാം. പക്ഷേ നിങ്ങളെ കണ്ടുമുട്ടി ഒരു മണിക്കൂർ നേരത്തെ ഒരു ബന്ധം നിങ്ങളെ പിന്നാലെ കൂടി ഞങ്ങൾക്ക് അവൈലബിൾ ആക്കിയെന്ന് പറഞ്ഞാല് അതോടൊപ്പം തന്നെ സെഷന്റെ തുടക്കം മുതൽ അവസാനം വരെ ഒരു കുഞ്ഞു കുട്ടിയെ പോലെ മാമിനെ കേട്ടു. ഇതൊക്കെയാണ് ഞങ്ങളുടെ ക്രസന്റിന്റെ സന്തോഷവും അഹങ്കാരവും എന്നൊക്കെ പറയുന്നത്. എക്സാക്ട്ലി. പിന്നെ സാറിന്റെ പാഷൻ അതും തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ. എന്താ വെച്ചാൽ എന്നെ ആകെ അരമണിക്കൂറേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ ആ DVD-ല്. അരമണിക്കൂറിലാണ് സാറ് ക്യാപ്ചർ ചെയ്തിട്ട് സാറ് വന്ന് എന്നെ ആ ദിവസം തന്നെ എന്നെ മെസ്സേജ് ചെയ്ത് സർ മാം എന്നെ ഒന്ന് സംസാരിക്കുമെന്ന്. അപ്പൊ ആ ഒരു റെസ്പെക്ട് അല്ലെങ്കിൽ ആ ഒരു പാഷൻ ഒബ്വിയസ്ലി. പിന്നെ കുട്ടികളോട് സംസാരിക്കാമെന്ന് ചോദിച്ചപ്പോ എനിക്ക് ഈ പറഞ്ഞ പോലെ മനസ്സിൽ ലെഡ് പൊട്ടി. ഭയങ്കര സന്തോഷം. എനിക്ക് ശരിക്കും പറഞ്ഞ അഡൽട്സിനെക്കാളും അല്ലെങ്കിൽ വലിയ ആൾക്കാരോട് സംസാരിക്കുന്നേക്കാളും സുഖം കുട്ടികളോടാ. പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റും. മറ്റൊന്ന് മാം തുടക്കത്തിൽ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു ഞാൻ നിങ്ങളെ ചടപ്പിക്കില്ല. അത് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയി. അങ്ങനെ പറയാൻ അപൂർവം ടീച്ചേഴ്സിനെ ട്രെയിനേഴ്സിനെ കഴിയും. കോൺഫിഡൻസിന് മുമ്പിൽ നമിക്കുന്നു. താങ്ക് യു സോ മച്ച്. മറ്റൊന്ന് മാം പഠിച്ചത് പറഞ്ഞു, സ്ട്രഗിൾ ചെയ്ത് അച്ഛനെ സഹായിക്കാൻ വേണ്ടി പോക്കറ്റ് മണിക്ക് വേണ്ടി ചെറിയ ചെറിയ തൊഴിൽ ചെയ്തു. അതേപോലെ തന്നെ സ്ട്രഗിൾ ചെയ്ത് പഠിച്ചു, പിന്നെയും പഠിച്ചു. അത് അങ്ങനെയുള്ള ആളുകളെ കുട്ടികളോട് പറയുമ്പോൾ കുട്ടികൾക്ക് വലിയ മോട്ടിവേഷൻ. ഞങ്ങളൊക്കെ മടിയന്മാര് പറയുന്നതിനെ പറയും നിനക്ക് പഠിക്കണം, രാവിലെ 2 മണിക്കൂർ എണീറ്റ് പഠിക്കണം എന്ന് പറയാൻ എളുപ്പം. ഞാൻ പഠിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് പറയുമ്പോ അത് ഭയങ്കര ഇഫക്റ്റ് ആണ്. അതാണ് കുട്ടികൾക്ക് കിട്ടിയത്. കുട്ടികൾ ഇപ്പോഴും ലൈനിൽ നിൽക്കുന്നതാണ്. ഒരു റിക്വസ്റ്റ് കുട്ടികൾക്ക് വേണ്ടി പറയുന്നത്, നേരത്തെ മൊയ്തു സാർ പറഞ്ഞു, ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങളുടെ ഭൂമിവാതിക്കലേക്ക് എത്താൻ എളുപ്പമാണ്. വടകര റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ ഇറങ്ങാം. ഞങ്ങൾ ആരെങ്കിലും വണ്ടി കൊണ്ട് വരും, മാമിനെ കൂട്ടി വരും. അടിപൊളി ഗ്രൗണ്ടാ, അടിപൊളി ഓഡിറ്റോറിയം, പച്ച ചുവന്ന പരവതാനി വിരിച്ച ഓഡിറ്റോറിയം ഉണ്ട്. ഉറപ്പായിട്ടും നമുക്ക് ഒരു ദിവസം പ്ലാൻ ചെയ്യാം. ഒരു അടിപൊളി ഗ്രൗണ്ട് ഇല്ല അല്ലെ? ഗ്രൗണ്ട് ഇല്ല എന്നുള്ളൊരു പരിമിതി നമുക്കുണ്ട്. പക്ഷെ ഉള്ളിടം ഇവരെ കളിക്കളമാക്കി മാറ്റുന്നുണ്ട്. ഇവരിപ്പോ ഓൺലൈനിൽ ഇപ്പൊ കാണുന്ന ഒരു സജീവത ഉണ്ടല്ലോ, എന്നാൽ ക്ലാസ് മുറിയിലേക്ക് വരുമ്പോ അത് ഡബിൾ ഇഫക്റ്റാണ്. ഞങ്ങളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ക്ലാസ് മുറിയിലേക്ക് വരുമ്പോ കുറച്ചുകൂടി ഹൃദ്യത അവരുണ്ടാവും. അപ്പൊ ടീച്ചർക്കും വലിയ ഇൻസ്പയറിംഗ് ആയി. ഇപ്പൊ വരണം ഒരു ദിവസം. മൊയ്തു സാർ നമ്മുടെ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലെ? നല്ലൊരു എക്സ്പീരിയൻസ് ആയി. ഒരു 1.5 മണിക്കൂറിന്റെ ഞാൻ തുടക്കത്തിൽ കുറെ നേരം വീഡിയോ തരുണ്ടായി. കുറച്ച് എനിക്കൊരു ഡിസ്ട്രാക്ഷൻ വന്നു, വേഗം തിരിച്ചു വന്നതാ. എന്റെ മകളും 10ാം ക്ലാസ് പഠിക്കുന്ന മകളും താഴെ നിന്ന് കേൾക്കുന്നുണ്ട്. മകൾക്കും ഭയങ്കര അഭിപ്രായമായി. നമുക്ക് ഇനിയും ഇതേപോലെയുള്ള ഗസ്റ്റ് സീരീസ് ഇനിയും നമുക്ക് ഉണ്ടാകണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ ആദ്യാവസാനം പങ്കെടുത്ത എന്റെ പ്രിയപ്പെട്ട NTSC, NMMS, ഇന്നോവേഷൻ ക്ലബ്, സ്കൂൾ സഭ, മറ്റു കുട്ടികൾ, അധ്യാപകർ എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. അപ്പം മാമിനും ഔദ്യോഗികമായിട്ട് താങ്ക് യു സർ. ഒരു മിനിറ്റ്, ഞാൻ ആ കുട്ടികളെ ആരെങ്കിലും എഴുതാത്തവരുണ്ടെങ്കിൽ ഞാൻ ആ പ്രസന്റേഷൻ കാണിക്കാം, അല്ലെങ്കിൽ ഞാൻ മൊയ്തു സാറിന് അയച്ചു കൊടുക്കാം. ഏതാ വേണ്ട? ഞാൻ ഇപ്പൊ കാണിക്കണോ, പ്രസന്റ് ചെയ്യണോ? ഒന്ന് പ്രസന്റ് ചെയ്യാം. ഫോട്ടോ എടുക്കും, സ്ക്രീൻഷോട്ട്. ഓക്കെ ഫൈൻ. Success has no shortcuts, no destiny. It's a journey. Let's enjoy it. ഞാൻ പറഞ്ഞ പോയിന്റ്സ് ആണ് മക്കളെ, ഒന്ന് നോക്കിക്കോളൂ. എഴുതിയിട്ടില്ലാത്തവർ എഴുതിക്കോളൂ കേട്ടോ. വാല്യൂ യുവർ സെൽഫ്, യു ആർ യുണീക്ക്. ഡ്രീം ബിഗ്, ഡ്രീം വെരി ബിഗ്. ബി റെഡി ടു ഫേസ് ദ ചലഞ്ചസ്. യു ക്യാൻ ആൻഡ് യു വിൽ. Get away from distraction. Feel confident.
stay positive, be genuine, think out of the box, grow and let grow, value your accomplishments, decorate your vision board. Here we go, success is all yours. Let's celebrate. അപ്പോൾ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് നന്നായിട്ട് നമ്മളെ തന്നെ ഒന്ന് കൈയടിച്ച് ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്താലോ? ഏതായാലും എൻഡ് ചെയ്യല്ലേ? യെസ്, എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് ക്ലാപ്പ് ചെയ്യാം. ആ ശബ്ദം കേൾക്കാൻ നല്ല രസമല്ലേ? ഗുഡ്. ഓക്കെ, ഗ്രേറ്റ് ഗ്രേറ്റ് ചിൽഡ്രൻ, താങ്ക് യു. സ്ക്രീൻഷോട്ട് എടുക്കാത്തവരുണ്ടോ? ഞാൻ ഷെയർ ചെയ്യണത് സ്റ്റോപ്പ് ചെയ്തോട്ടെ? എടുത്തു. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്നാ നീ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ സർ? പറയാനുണ്ട് ലാസ്റ്റ് ആർക്കെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പറയാം. താങ്ക് യു ടീച്ചർ. നമ്പർ തരണേ. നമ്പർ ഞാൻ ഇപ്പം തന്നെ പറയാലോ, ഞാൻ ചാറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. പക്ഷെ 4 മണിക്ക് ശേഷം വിളിക്കാവേ, ഞാൻ സ്കൂളിലായിരിക്കുവേ. ഇതാ, അല്ലെങ്കിൽ എൻ്റെ മെയിൽ ID വിടാം. എന്തേലും ഉണ്ടെങ്കിൽ വിട്ടോളൂ. രണ്ടും വിട്ടിട്ടുണ്ട്, കാണാവോ? യെസ്. ഓക്കെ, താങ്ക് യു. ഓക്കെ മാം, താങ്ക് യു സർ. കോൺടാക്ട് ചെയ്യാം. താങ്ക് യു സർ. താങ്ക് യു all. ബൈ. ഗുഡ് നൈറ്റ്. ബൈ. ഷമിത ബൈ. നീ വീഡിയോ ഓഫ് ആക്കിക്കോ, ഞാനും ഓഫ് ആക്കുക.